സിറാജുന്നിസ എന്ന് പറയുന്ന പെൺകുട്ടിയെ വെടിവെപ്പിൽ മരിച്ചത് അന്നുണ്ടായ ഒരു പ്രധാനപ്പെട്ട വാർത്ത അത് എത്രമാത്രം ശരിയാണെന്നുള്ളതിനെ പറ്റി എനിക്ക് ബോധ്യമില്ലാത്തവർക്ക് പറയാൻ വയ്യ. ഐ വാണ്ട് ദ ബോഡി ഓഫ് എ മുസ്ലിം ബാസ്റ്റേഡ്. സെൻകുമാർ സ്വീകരിച്ചത് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട്. മുസ്ലിം കേസിനെ ഒതുക്കി തീർക്കാൻ പി ശശിയാണ് ഏറ്റവും വലിയ സംഭാവന ചെയ്തത് എന്നുള്ള ആരോപണമാണ്. നമസ്കാരം, ഞാൻ സുനിത ദേവദാസ്. ഇന്നത്തെ നമ്മുടെ അതിഥി MG രാധാകൃഷ്ണൻ. കെ കരുണാകരന്റെ വിശ്വസ്തരായിരുന്ന രമൺ ശ്രീവാസ്തവയും ലോക്നാഥ് ബെഹ്റയും എങ്ങനെയാണ് പിണറായി വിജയന്റെ ഗുഡ് ബുക്കിൽ കയറിയത്? കരുണാകരന്റെ പോലീസും പിണറായി വിജയന്റെ പോലീസും തമ്മിൽ സാമ്യമുണ്ടായത് എങ്ങനെയാണ് തുടങ്ങി കേരളത്തിലെ ഓരോ ആഭ്യന്തരമന്ത്രിമാരും അവരുടെ പോലീസും എങ്ങനെയായിരുന്നു എന്ന് EMS മന്ത്രിസഭ മുതൽ പിണറായി വിജയൻ രണ്ടാം ഭരണം വരെയുള്ളവരെ കുറിച്ച് സംസാരിക്കാൻ, ചരിത്രം പറയാൻ നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ എഡിറ്ററുമായിരുന്ന MG രാധാകൃഷ്ണൻ ചേരുന്നു. അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ തന്നെ 6-7 മുഖ്യമന്ത്രിമാരെ അടുത്തറിഞ്ഞിട്ടുണ്ട്. 7-8 ആഭ്യന്തരമന്ത്രിമാരുടെ വിജയ പരാജയങ്ങളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 25 പോലീസ് മേധാവികളുടെയെങ്കിലും പ്രവർത്തനം അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായി പി ഗോവിന്ദപിള്ളയുടെ മകൻ എന്ന നിലയിൽ ജനിച്ചപ്പോൾ മുതൽ കാണുന്ന രാഷ്ട്രീയവും മുഖ്യമന്ത്രിമാരും അടിയൊഴുക്കുകളും അന്തർധാരകളും, അതിലപ്പുറം ഒരാഴ്ചയായി കേരള രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് വിവാദത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആഭ്യന്തരമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആരുടെ പേരായിരിക്കും പറയാ? ഇതൊരു വലിയ പ്രയാസമുള്ള ചോദ്യമാണ് സുനിത. കാരണം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടാത്ത മന്ത്രിമാരാരാണെന്ന് ചോദിച്ചത് പലപ്പോഴും ആഭ്യന്തരമന്ത്രിമാരാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആഭ്യന്തരമന്ത്രി ഫലപ്രദമായി പ്രവർത്തിച്ച, അല്ലെങ്കിൽ നമുക്കതൊരു നന്നായി പ്രവർത്തിച്ചു എന്ന് തോന്നുന്ന ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് ബലമായ സംശയം ഇപ്പോഴുണ്ട്. ഞാൻ ആ രീതിയിൽ എന്നെ സ്വയം ഒന്ന് വിലയിരുത്തിയിട്ടില്ല. ഒന്നുകിൽ നിങ്ങൾ ഒരു ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ പലപ്പോഴും വളരെ മോശക്കാരായ ആഭ്യന്തരമന്ത്രിമാരുള്ളതുകൊണ്ട് അത്ര മോശമല്ലാത്ത ഒരു ആഭ്യന്തരമന്ത്രി എന്ന് തോന്നാവുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ വിലയിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ താരതമ്യേന വലിയ അപകടങ്ങൾ ഉണ്ടാകാതിരുന്ന, അതായത് ആഭ്യന്തര വകുപ്പിൽ നിന്ന് വളരെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരുന്ന ഒരു കാലം എന്ന് വരികയാണെങ്കിൽ, ഞാൻ ഔദ്യോഗികമായിട്ടുള്ള എന്റെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നത് 87-91 കാലത്തെ നായനാർ മന്ത്രിസഭയുടെ ഒരു രണ്ടാമത്തെ മന്ത്രിസഭയാണത് നായനാരുടെ. അപ്പൊ ആ മന്ത്രിസഭയിൽ ആണ് വാസ്തവത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നും, അന്നും ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി നായനാർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ അന്ന് VS അച്യുതാനന്ദനായിരുന്നു പാർട്ടി സെക്രട്ടറി. അതുകൊണ്ട് ഉണ്ടായ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ പോലീസിനെ വളരെ ഊരി വിടുന്ന തരത്തിലോ, അല്ലെങ്കിൽ പോലീസ് ഒരു പൂർണ്ണമായിട്ടും നിഷ്ക്രിയമായിട്ടോ, ഇത് രണ്ടുമല്ലാത്ത വലിയ മോശമില്ലാത്ത ഒരു റെക്കോർഡ്. നമ്മൾ പല കാരണങ്ങളാലും ആ സർക്കാരിന് കുറെ അധികം നല്ല കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലൊന്ന് ഇതാണെന്നാണ് ഇപ്പോ എന്റെ ഒരു വിലയിരുത്തൽ. അപ്പോ ചോദ്യം ചോദിച്ചപ്പോ തന്നെ ഉത്തരം പറഞ്ഞത് വളരെ മോശപ്പെട്ട ഒരുപാട് ആഭ്യന്തരമന്ത്രിമാരെ കണ്ടിട്ടുണ്ടെന്നാണ്. അതാരൊക്കെയായിരുന്നു? മോശപ്പെട്ടതെന്ന് പറയുകയാണെങ്കിൽ 2 പേരുടെ കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, അവര് പേഴ്സണലി ഇല്ല, അവര് ഭരിച്ച കാലത്തെ ആഭ്യന്തര വകുപ്പിന്റെ പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ അസസ് ചെയ്യുന്നത്, അല്ലെ വ്യക്തിപരമായിട്ട്. അപ്പൊ അതിലൊന്ന്, ഈ അമിതാധികാര പ്രയോഗത്തിൽ ജനാധിപത്യ വിരുദ്ധമായിട്ട് പോലീസും ആഭ്യന്തര വകുപ്പും പെരുമാറിയ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കെ കരുണാകരന്റെ അടിയന്തരാവസ്ഥ കാലത്തെ ആഭ്യന്തര വകുപ്പ് ഭരണം തന്നെ. അത് കെ കരുണാകരൻ മാത്രമല്ല, കാരണം അത് നമുക്കറിയാവുന്ന പോലെ അത് അടിയന്തരാവസ്ഥ കാലമായിരുന്നു. ജനാധിപത്യ പ്രവർത്തനത്തിന് യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. അതിനൊക്കെ പുറമെ കരുണാകരനെ നമുക്കറിയാവുന്ന പോലെ പോലീസ് ഭരണത്തിന്റെ കാര്യത്തിൽ ഒരുപാട് നിക്ഷിപ്ത താല്പര്യങ്ങളും തന്നിഷ്ടവും ഒക്കെ പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷെ പോലീസ് ഏറ്റവും ജീർണമായിട്ടുള്ള, ഏറ്റവും അധപ്പതിച്ച കാലഘട്ടം ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെയാണ്. അപ്പൊ ഏറ്റവും മോശമായ 2 ആഭ്യന്തര ഭരണം പറയുകയാണെങ്കിൽ, ഒന്ന് ഈ കാരണം കൊണ്ട്, അതായത് നേരത്തെ പറഞ്ഞ പോലെ അമിതാധികാര പ്രയോഗം. 2, ജീർണമായ പല രീതിയിൽ ഒരു സദാചാരപരമായിട്ടോ അല്ലെങ്കിൽ
അധോലോകമായിട്ടുള്ള ബന്ധം. ഇതുപോലെ പോലീസിന്റെ അധികാര പ്രയോഗത്തിനെക്കാട്ടിലും ബലപ്രയോഗത്തിനെക്കാട്ടിലും പോലീസ് സ്വയം ജീർണിച്ച ഒരു കാലം. അത് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടുമാണ് എനിക്കിപ്പോൾ തോന്നുന്ന രണ്ട് കാര്യങ്ങൾ. ഇപ്പൊ കരുണാകരന്റെ കാലം പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. നമ്മൾ ഒരുപാട് കാലം അത് ചർച്ച ചെയ്തിട്ടുണ്ട്, അടിയന്തരാവസ്ഥ എങ്ങനെയാണ് നമ്മളെ ബാധിച്ചതെന്ന്. പക്ഷെ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ പോലീസിനെ ജീർണിച്ച എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളിൽ നിന്നാണ് അങ്ങനെ ഒരു തോന്നലുണ്ടായത്? ഈ സുനിത, ഈ വാസ്തവത്തിൽ ഈ പോലീസ് വകുപ്പ് ജനാധിപത്യവും തമ്മിലുള്ള ബന്ധം വളരെ സങ്കീർണമാണ്. പോലീസ് തീർച്ചയായിട്ടും അതൊരു മർദ്ദനോപാധി തന്നെയാണ്. അത് ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണമാണ് എന്ന ക്ലാസിക്കൽ മാർക്സിസ്റ്റ് സങ്കല്പം ഒരു വലിയ പരിധി വരെ ശരിയാണ്. അത് നിയമവിധേയമായ ബലപ്രയോഗത്തിന് അനുമതിയുള്ള, അതായത് ലൈസൻസ്ഡ് ആയിട്ടുള്ള വയലൻസ് അല്ലെങ്കിൽ അതിനുള്ള റിപ്രഷൻ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോഴ്സാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ജനാധിപത്യത്തിന്റെ ചില അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളുമായിട്ട് അത് നിരന്തരം അത് സംഘർഷത്തിലും വൈരുദ്ധ്യത്തിലും ഏർപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പൊ അതെങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനാണ്, പോലീസിനെ അല്ല ഇതിനകത്ത് പ്രധാനമായിട്ട് കുറ്റം പറയുന്നത്. കാരണം പോലീസ് അതിന്റെ രൂപപരമായിട്ടും ഘടനാപരമായിട്ടും അതത് ചെയ്യാനുള്ളത് ഒരു മർദ്ദനം, അത് നല്ല കാര്യത്തിന്, അത് എല്ലാ കാലത്തും അങ്ങനെയാണ്. അപ്പൊ ഭരണകൂടം അത് മർദ്ദനം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് വളരെ മോശമായ അർത്ഥത്തിലല്ല, ചിലപ്പോൾ ക്രമസമാധാനം, ഇതൊക്കെ ആയാലും ബലപ്രയോഗമാണ് അതിന്റെ സ്ഥായി ഭാവം, അതിന്റെ മുഖമുദ്ര. അപ്പോൾ ജനാധിപത്യ ഭരണകാലത്ത് ആ പോലീസിനെ എങ്ങനെ ജനാധിപത്യപരമായി അതിനെ കൈകാര്യം ചെയ്യുന്നു, അതിനെ നയിക്കുന്നു, അതിനെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് കൊണ്ട് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്, രാഷ്ട്രീയ നേതൃത്വത്തിനാണ് വാസ്തവത്തിൽ അതിന്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ ഏത് കാലത്തും മോശമാകാം, പക്ഷെ പ്രത്യേക ചില ഭരണകാലത്ത് കൂടുതൽ മോശമാകാൻ കാരണം ആ ഭരണ നേതൃത്വത്തിന്റെ പരാജയമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഈ ബലപ്രയോഗം, നമ്മൾ പോലീസിന്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ, എല്ലാ കാലത്തും പോലീസിന്റെ അമിതാധികാര പ്രയോഗം എന്നുള്ളത് ഏറെക്കുറെ നടന്നിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമല്ല, നിങ്ങൾ 1957 ഒന്നാം സർക്കാരിന്റെ കാലം മുതലെടുത്താൽ പോലീസിന്റെ, അത് ജനങ്ങൾ അക്രമാസക്തരായതുകൊണ്ടാകാം, ക്രമസമാധാന പരിപാലനം സംബന്ധിച്ച കൂടുതലുള്ള ഇത് കൊണ്ടാവാം, എന്തോ കാരണമായാലും പോലീസിന്റെ വലിയ ലാത്തി ചാർജുകൾ, വെടിവെപ്പുകൾ, ഏറ്റവും കൂടുതൽ വെടിവെപ്പുകൾ നടന്ന ഒരു സർക്കാരാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഗവൺമെന്റ് എന്ന് ധരിക്കുന്ന 57 സർക്കാരിൽ. അതും തൊഴിലാളികൾക്കെതിരെ. ഇപ്പൊ ചന്ദനത്തോപ്പ് വെടിവെപ്പ് എന്ന് പറയുന്നത് ചന്ദനത്തോപ്പിലെ പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികളുടെ നേരെ ഉണ്ടായ വെടിവെപ്പാണ്. പൂന്തുറയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ ഉണ്ടായ വെടിവെപ്പാണ് ഉണ്ടായത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്കമാലിയിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, വിമോചന സമര പ്രവർത്തകരാണ്, സർക്കാരിനെതിരായിട്ടുള്ള ഒരുപക്ഷെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അക്രമാസക്തമായ, പക്ഷെ ഈ വെടിവയ്പ്, ലാത്തിചാർജ്, ലോക്കപ്പ് മർദ്ദനം എന്നിവയൊക്കെ പോലീസിന്റെ എല്ലാ കാലത്തും ഉണ്ടായിരുന്ന അമിതാധികാര പ്രയോഗത്തിന്റെ തെളിവുകളാണ്. അതിന്റെ ഏറ്റവും വലിയ ഹൈറ്റ് ആയിരുന്നു നമ്മൾ കണ്ട അടിയന്തരാവസ്ഥ. അതിന് ചോദ്യം ചെയ്യാനാണ് ഇപ്പൊ രാജൻ കൊലക്കേസ്, രാജൻ വധം, കണ്ണൻ, വിജയൻ, ഇങ്ങനെ ഒരുപാട് പേർ, മറ്റൊരുപാട് തരത്തിലുള്ള. പക്ഷേ നമ്മൾ ഈ സമീപകാലത്തെ 2-3 സർക്കാരിന്റെ കാലത്ത് നോക്കൂ, വെടിവെപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു പഴയ കാലത്തെ ഓർമ്മ മാത്രമായി. പോലീസ് ഇപ്പൊ വെടിവെപ്പിനൊന്നും അധികം പോകാറില്ല. ലാത്തി ചാർജ് ഉണ്ട്, ഇപ്പൊ ഇന്നും അല്ലെങ്കിൽ ഇന്നലെ ഇവിടെ ലാത്തി ചാർജ് നടന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഗീനാകുമാരി എന്ന് പറയുന്ന ഒരു യുവ SFI വിദ്യാർത്ഥിനിയെ പോലീസ് ഭീകരമായി മർദ്ദിക്കുന്ന ആ കാലത്ത് ഞങ്ങൾ മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് 1-ാം പേജിൽ ഏറ്റവും വലിയ വാർത്തയായിരുന്നു. അപ്പൊ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനം, ലാത്തിചാർജ്, വെടിവയ്പ് എന്നിവയൊക്കെ താരതമ്യേന കുറഞ്ഞിരിക്കുന്ന ഒരു കാലമാണ് കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലം. അത് വളരെ പ്രധാനമാണ്. ഒരുപക്ഷെ അത് ജനാധിപത്യ ചരിത്രത്തിൽ വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് എന്റെ അഭിപ്രായം. കാരണം അത് പോലീസ് അതിന്റെ അധികാര പ്രയോഗത്തിലും അമിതാധികാര പ്രയോഗത്തിലും ബലപ്രയോഗത്തിലും ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നു, അല്ലെങ്കിൽ നിയന്ത്രണം സ്വീകരിക്കാൻ അതിനെ നിർബന്ധിതമാക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥ, അല്ലെങ്കിൽ സമൂഹം, അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്നൊക്കെ. പക്ഷേ മറുവശത്ത് നമ്മൾ കാണുന്നത് എന്താണ്? മുമ്പൊരിക്കലും ഇല്ലാത്ത പോലെ പോലീസും അധോലോകവുമായിട്ടുള്ള, പോലീസിനെതിരായിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപണങ്ങളും ഏറ്റവും അധിക്ഷേപകരമായി ഇന്നലെയൊക്കെ നടക്കുന്നത് എന്താ? കൊള്ള, കൊലപാതകം, ബലാത്സംഗം, സ്വർണം കള്ളക്കടത്ത്, ഇങ്ങനെ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഹീനമായ കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയുണ്ട് അവയൊക്കെ പോലീസിന്റെ സേനയിൽ ഏറ്റവും അധികം വ്യാപിച്ചിരിക്കുന്ന,
അടിമുടി വ്യാപിച്ചിരിക്കുന്നത്. ഏറ്റവും ഉന്നത തലം മുതൽ ഏറ്റവും താഴെ തലം വരെ ഇത്ര ഭീകരമായി ബാധിച്ച ഒരു കാലം. ഇതിനു മുമ്പ് പോലീസ് കൈക്കൂലി പിന്നെ മേടിക്കുന്നതിനെ പറ്റി നമുക്ക് കഥകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റൊരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത്രയും നഗ്നമായി തന്നെ പോലീസ് കുറ്റകൃത്യങ്ങളുമായി ഇത്രയധികം ബന്ധപ്പെടുന്ന ഒരു കാലം, അല്ലെങ്കിൽ അധോലോകവുമായിട്ട് മാഫിയ വൽക്കരണം എന്ന് പറഞ്ഞ് നടക്കുന്ന കാലം, അതാണ് പുതിയ. അപ്പോ ഒരു വശത്ത് ബലപ്രയോഗം അവസാനിച്ചു, പക്ഷെ മറുവശത്ത് ആന്തരികമായ ജീർണത ഏറ്റവും അധികം വർദ്ധിച്ചു. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആന്തരിക ജീർണതയുടെ കാര്യത്തിൽ ഒരു കാലത്തും അതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ സമൂഹം, നമ്മുടെ കേരളീയ സമൂഹവും അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹവും ഒക്കെ കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്കും ഇതുപോലെയുള്ള ക്രിമിനലൈസേഷനിലൊക്കെ പോയതുകൊണ്ടാവാം. പോലീസ് എന്ന് പറയുന്ന ഈ സമൂഹത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന, ഈ സമൂഹത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന ഒരു സേനയാണ്. അതുകൊണ്ട് സമൂഹത്തിന്റെ എല്ലാ കേടുകളും അതിന്റെ കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ വസ്തുത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇത്രയധികം ഇത്രയധികം അധോലോകവൽക്കരിച്ച ഒരു കാലം പോലീസിന് മുമ്പുണ്ടായിട്ടില്ല. PV അൻവർ MLA പോലീസിനെ കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങളും പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയെ കുറിച്ചും ADGP അജിത് കുമാറിനെ കുറിച്ചൊക്കെ ഉയർത്തിയിരിക്കുന്ന വലിയ ഒരു ആരോപണ പശ്ചാത്തലത്തിലാണല്ലോ നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. അപ്പൊ P ശശി മാറണം, അല്ലെങ്കിൽ ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് ചർച്ച നടത്തുന്നത്. പക്ഷെ ആഭ്യന്തരമന്ത്രിയുടെ വീഴ്ചകളൊക്കെ നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് എത്രമാത്രം റോളുണ്ട് ഇത്തരം കാര്യങ്ങളിൽ? ഒരു ആഭ്യന്തര വകുപ്പിനെ ദുഷിപ്പിക്കുന്നതിൽ അത്രമാത്രം ശക്തനാണോ പൊളിറ്റിക്കൽ സെക്രട്ടറി? അത് ഈ പറഞ്ഞ പോലെ ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കുന്നു, ഒരു സംശയമില്ല. ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ള ഈ പരിപാടി തന്നെ വാസ്തവത്തിൽ CPM കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രത്യേകത മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ശർമാജി ആയിരുന്നു EMSന്റെ സെക്രട്ടറി. അതായത് പിന്നെ സുബ്രഹ്മണ്യ ശർമ്മ എന്ന് പറഞ്ഞ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹമായിരുന്നു. അപ്പൊ വളരെ കീ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫിഗർ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, നമ്മൾ ചർച്ച ചെയ്ത പോലെ, ഈ പൊളിറ്റിക്കൽ കൺട്രോൾ ഓവർ ദ ഗവൺമെന്റ്, പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അവരുടെ സർക്കാരുകളിൽ വേണ്ട ഒരു നിയന്ത്രണം വാസ്തവത്തിൽ അതിന്റെ ഏറ്റവും ഫലപ്രദമായി നിർവഹിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയിലൂടെയാണ്. കാരണം പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് അത് ഗവൺമെന്റിൽ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി. അതുകൊണ്ട് പാർട്ടിയും സർക്കാരും തമ്മിലുള്ള ഒരു ലിങ്കാണ്, ഒരു ബ്രിഡ്ജാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. അപ്പൊ അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ പാർട്ടിയെക്കാട്ടിലും വലിയ ഒരു അധികാര ദ്വീപായിട്ട് മാറുന്നത് പിന്നെ കാണുന്നത് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിമാരുടെ. ഇപ്പൊ നയനാരുടെ ആദ്യ ഭരണകാലത്ത് EN മുരളീധരൻ നായരായിരുന്നു ഭരണമായിരുന്നു നല്ലതെന്ന് പറഞ്ഞ P ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ആഭ്യന്തര വകുപ്പാണോ നല്ലതായിരുന്നു? ഒരിക്കലും അല്ല. നയനാർ സർക്കാർ ഏറ്റവും മോശമായപ്പോ വാസ്തവത്തിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതില് ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടായതും ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കാലത്താണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 96-2001 അതാണ് നയനാർ. അത് 96-2001 അല്ലേ നയനാറുടെ 96-2000. അപ്പൊ അതിനു മുമ്പുള്ള പിന്നെ ഇദ്ദേഹത്തിന്റെ നയനാറുടെ കാലത്ത് അന്നൊരു പൊളിറ്റിക്കൽ സെക്രട്ടറി ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്, അതായത് അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു പ്രൊഫഷണൽ പൊളിറ്റിക്കൽ സെക്രട്ടറി, രാഷ്ട്രീയമായിട്ടും പ്രൊഫഷണലായിട്ട്. അങ്ങനെ EN മുരളീധരൻ നായർ വളരെ സമ്മതനായിട്ടുള്ള, വളരെ ബഹുമാന്യനായിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. പക്ഷേ എനിക്കൊക്കെ വളരെ നേരത്തെ അറിയാവുന്നതാണ്. ഞങ്ങളുടെ കുടുംബമായിട്ടൊക്കെ വളരെ, അച്ഛനുമായിട്ടൊക്കെ വളരെ അടുപ്പമുള്ളതായിരുന്ന ആളാണ്. അദ്ദേഹമായിരുന്നു ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി. അപ്പൊ അദ്ദേഹത്തിനെതിരായിട്ടും വലിയ ആരോപണങ്ങളും അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പുള്ള രണ്ടാമത്തെ നയനാർ സർക്കാർ കാലത്തൊന്നാണ് എന്റെ ഓർമ്മ. അപ്പോ അദ്ദേഹം വാസ്തവത്തിൽ ഈ നയനാരെ വാസ്തവത്തിൽ പാർട്ടിയായിട്ടും ബാക്കി ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഏറ്റവും പിന്നെ റെസ്ട്രിക്ട് ചെയ്തതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി EN മുരളീധരൻ നായർ. കാരണം അവർക്ക് നയനാരിൽ ആക്സസ് ഇല്ലാതാക്കിയത് EN മുരളീധരൻ നായർ ആയിരുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ആരോപണം വന്നത്. കാരണം ശരിയാണ്, ഞങ്ങളൊക്കെ ശ്രമിച്ചു. ഞാനൊക്കെ അന്ന് പത്രപ്രവർത്തനാണ്. എനിക്ക് വ്യക്തിപരമായി വലിയ അടുപ്പം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ നായനാരെ കാണാനോ നായനാരെ പറ്റി സംശയം ചോദിക്കാൻ, ഒരു കാര്യം ചോദിക്കാനോ ചെല്ലുകയാണെങ്കിൽ മുരളീധരൻ നായർ ഈ വാതിൽ അടയ്ക്കുന്ന പോലെ അടച്ചു കളയും. നായനാരെ പ്രൊട്ടക്ട് ചെയ്യാനാണ് എന്നുള്ള മട്ടിലാണെങ്കിലും എല്ലാ ജനങ്ങളുടെയും മാധ്യമങ്ങളുമായിട്ടുള്ള ആക്സസ് പൂർണ്ണമായിട്ട് നയനാരിലുള്ള മുഖ്യമന്ത്രിയിലുള്ള ആക്സസ് പൂർണ്ണമായിട്ട് മുരളീധരൻ നായർ സമ്മതിച്ചാൽ മാത്രമേ നയനാരെ കാണാൻ പറ്റുള്ളൂ, അടുക്കാൻ. അത് പാർട്ടിക്കാർക്ക് പോലും പരാതി വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കൾക്ക് പോലും മുരളീധരൻ നായർ അന്ന് പാർട്ടിയിൽ ആരുമല്ല. അന്ന് അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്, ഇടതുപക്ഷ സംഘടനയുടെ നേതാവാണ്, ഇടതുപക്ഷ ഇന്റലക്ച്വൽ ആണ്. ഇതൊക്കെ ആണെങ്കിലും
അദ്ദേഹം ഒരു കാരണവശാലും പാർട്ടി നേതാക്കളെയോ മറ്റ് മാധ്യമ പ്രവർത്തകരെയോ നായനാരിലേക്ക് അടുപ്പിക്കാതിരിക്കാൻ ഒരു ശ്രമം നടത്തി. അത്രയും അദ്ദേഹം ചെയ്തുള്ളൂ. പി ശശി 96 2001 വന്നപ്പോഴും ഏറ്റവും വലിയ ആരോപണങ്ങൾക്ക് വിധേയമായി. അതിൽ ഏറ്റവും പ്രധാനം രണ്ട് കാര്യങ്ങൾ ഇന്നും ഇപ്പൊ വാസ്തവത്തിൽ പി ശശി ഇപ്പൊ 2006 2001 എന്ന് പറയുകയാണെങ്കിൽ അല്ല 96 2001 അല്ലെ 91 96 കഴിഞ്ഞു 96 2001 അതെ 96 2001 എന്ന് പറഞ്ഞാൽ 24 വർഷം മുമ്പാണ്. 24 വർഷം മുമ്പ് ഒരു വളരെ ചെറുപ്പമായിരുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തിന് 70 വയസ്സ് പോലും ആയിട്ടില്ല, അന്നൊരു 50 വയസ്സ് താഴെയുള്ള മനുഷ്യൻ ക്രമേണ നായനാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ കീ പവർ കേന്ദ്രമായിട്ട് മാറുകയാണ് ഈ 96 2001 കാലത്ത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട അതിലുണ്ടായിരുന്ന തെറ്റുകൾ എന്താ വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അദ്ദേഹം നേരിടേണ്ടി വന്നത് ഐസ്ക്രീം പാർലർ കേസാണ്. കാരണം 96 97 പറഞ്ഞാൽ അതിന്റെ സമയമാണ്. ഏറ്റവും വലിയ കേസ് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടിക്കെതിരായി അനുകൂലമായിട്ട് ഐസ്ക്രീം കേസിനെ ഒതുക്കി തീർക്കാൻ പി ശശിയാണ് ഏറ്റവും വലിയ സംഭാവന ചെയ്തത് എന്നുള്ള ആരോപണമാണ് അന്ന് ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നത്. പി ശശിയും അഡ്വക്കേറ്റ് ജനറലായിരുന്ന MK ദാമോദരൻ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന കേസ് ഒതുക്കി തീർക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമെന്ന്. അന്ന് VS ആണെങ്കിലോ മറുപക്ഷത്ത് ഈ കേസിന്റെ പിന്നാലെ കൂടിയിരുന്ന കാലമാണ്. അദ്ദേഹം അന്ന് മാത്രമല്ല 2012 വരെയെങ്കിലും അദ്ദേഹം അവസാനം സുപ്രീം കോടതി തള്ളുന്നത് വരെ ഇദ്ദേഹം പിന്നാലെ നിന്നതാണ് ആ കേസ്. അപ്പൊ അച്യുതാനന്ദൻ ഈ കേസിന് മുന്നോട്ട് കൊണ്ടുപോകാൻ നിരന്തരം ശ്രമിക്കുമ്പോഴെല്ലാം ആ കേസിനെ ഓരോ തവണയും പിന്നോട്ടടിക്കുകയും പിന്നോട്ട് വലിക്കുക. അന്ന് പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന PK കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായിട്ട് കേസിനെ പൂർണ്ണമായിട്ടും തിരിച്ചുവിട്ടു എന്നുള്ള ഏറ്റവും വലിയ ആരോപണം നായനാർ ഗവൺമെന്റിനെതിരായിട്ടുണ്ടായത്. അത് നായനാർക്കെതിരായിട്ടാണ് ഉണ്ടായെങ്കിലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി അന്ന് പോലീസ് സേനയെ തന്നെ പൂർണ്ണമായും തന്നെ, അതെനിക്ക് നല്ലോണം ഓർമ്മയുള്ളതാണ്. കാരണം 2024 വർഷം മുമ്പാണ്. അന്നത്തെ കേരള പോലീസിനെ പൂർണ്ണമായും ഭരിച്ചിരുന്നത് പി ശശിയാണ്. അന്ന് അദ്ദേഹം ഒന്നുമല്ല ഇന്നത്തെ പോലെ. അദ്ദേഹം പിന്നീട് ജില്ലാ നേതാവായി, ജില്ലാ സെക്രട്ടറി ആയി, അങ്ങനെ പല സ്റ്റേറ്റ് കമ്മിറ്റി ആയി. അന്ന് അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായിരുന്ന SFI കഴിഞ്ഞു, സഭയെല്ലാം കഴിഞ്ഞ് 50 ദിവസത്തിന് അടുത്തെത്തിയിട്ടു. പക്ഷെ അപ്പോൾ പോലും അന്നത്തെ കേരള പോലീസിനെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്തത് പി ശശിയാണ്. അതൊരു വശം. രണ്ടാമത്തെ കാര്യത്തില് പിണറായി വിജയനും അച്യുതാനന്ദനും തമ്മിലുള്ള ബന്ധം തകരുന്നത് ആ സർക്കാരിന്റെ കാലത്താണ്. പിണറായി വിജയനും അച്യുതാനന്ദൻ തമ്മിൽ. കാരണം അച്യുതാനന്ദനെ രാഷ്ട്രീയത്തിൽ ഒരു അദ്ദേഹത്തിന്റെ തിരിച്ചടിയെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തെ CPM-ൽ അദ്ദേഹത്തിന്റെ ശക്തി സംഭരിച്ചു കൊടുത്തതിൽ ഏറ്റവും വലിയ സംഭാവന പിണറായി വിജയനാണ്. 98-ലെ മലമ്പുഴ പാർട്ടി സമ്മേളനത്തിലെ വെട്ടി എല്ലാ നേതാക്കളെ EMS പോലും അന്ന് തലനാരിഴയ്ക്കാണ് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് കടന്നുകൂടിയത്, ചെറിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. അന്ന് ബാലാനന്ദൻ, TK രാമകൃഷ്ണൻ, MM ലോറൻസ്, സുശീല ഗോപാലൻ, ഇങ്ങനെ KN രവീന്ദ്രനാഥ്, ഇങ്ങനെയുള്ള ഔദ്യോഗിക വിഭാഗത്തിലെ എല്ലാ നേതാക്കളുടെയും തല അരിഞ്ഞു കളഞ്ഞ് അന്ന് വരെ ആധിപത്യം ഉണ്ടായിരുന്ന ഔദ്യോഗിക നേതൃത്വത്തെ അട്ടിമറിച്ച് അച്യുതാനന്ദൻ കടന്നു കയറിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അച്യുതാനന്ദന്റെ സർവ്വ സൈന്യാധിപനായി നിന്ന പിണറായി വിജയനാണ്. അന്ന് ചടയൻ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആവുന്നു. പിണറായി വിജയനാണ് എഫക്റ്റീവ് ആയിട്ട് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നത്. ചടയൻ ഗോവിന്ദൻ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ 98-ൽ മരിച്ചു. വീണ്ടും അദ്ദേഹം നടത്തിയത് മരിച്ചപ്പോ വീണ്ടും പിന്നെ അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ് പിണറായി വിജയൻ സെക്രട്ടറി ആയി. അപ്പോഴേക്കും പാർട്ടിയിലെ വിഭാഗീയ സമവാക്യങ്ങൾ പൂർണ്ണമായിട്ടും തകിടം മറിഞ്ഞിരുന്നു. പുതിയൊരു അധികാര കേന്ദ്രമായിട്ട് നായനാരും പിണറായി വിജയനും കൂടെ ചേർന്ന ഒരു മലബാർ കണ്ണൂർ പാർട്ടിയുടെ സ്ഥാപനം നടക്കുന്നത് ആ കാലഘട്ടത്തിൽ. അതോടുകൂടി അച്യുതാനന്ദൻ വീണ്ടും അരികുകളിലേക്ക് തള്ളപ്പെട്ടു. അതിനുശേഷമാണ് പിണറായി വിജയൻ നായനാരെ മരിക്കുകയോ ഒക്കെ ചെയ്ത് അതിന് ശേഷം പിണറായി വിജയനും അച്യുതാനന്ദൻ തമ്മിലുള്ള യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പിണറായി വിജയന്റെ ഏറ്റവും വലിയ സഹായിയായി നിന്ന ആള് പി ശശിയാണ്. ഈ പി ശശിയാണ് അച്യുതാനന്ദനെതിരായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നത്. മോഹൻകുമാർ കമ്മീഷൻ എന്ന് പറയുന്ന കല്ലുവാതുക്കൽ മദ്യ ദുരന്തം അന്വേഷിച്ച മോഹൻകുമാർ കമ്മീഷനെ സ്വാധീനിക്കാൻ അച്യുതാനന്ദൻ ശ്രമം നടത്തി എന്നും പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ പി ശശി പരാതി ബോധിപ്പിക്കുന്നുണ്ട്. ഈ പരാതി ബോധിപ്പിക്കുന്നത് വാസ്തവത്തിൽ അച്യുതാനന്ദനെ പാർട്ടിക്കുള്ളിലുള്ള ശക്തി ചോർത്തിയ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷെ ആ ആരോപണം വന്നു. അങ്ങനെ ആര്യാടൻ മുഹമ്മദ് മറ്റും നിയമസഭയിൽ ഉന്നയിക്കുന്നത് പി ശശിയുടെ കത്ത് ഉണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടാണ് ഈ മോഹൻകുമാർ കമ്മീഷൻ. ഞാൻ പറയുന്ന അന്നു മുതലാണ് അച്യുതാനന്ദൻ ദുർബലനായി തുടങ്ങുന്നത്. അങ്ങനെ പാർട്ടിയിൽ പോലീസിന്റെ
ശക്തി, പോലീസിന്റെ സഹായം, സംഘടനയിലെ മറ്റു കാര്യങ്ങൾ, ഇതിൽ ഇങ്ങനെ 2004 നമ്മൾ കാണുന്നത് എന്താണ്? പിണറായി വിജയൻ പൂർണ്ണമായിട്ടും പാർട്ടി പിടിച്ചടക്കി കഴിയും, സംഘടന പിടിച്ചടക്കി കഴിയും. പാർട്ടിക്ക് പുറത്ത് അച്യുതാനന്ദൻ എത്രയൊക്കെ സ്വാധീനം ഉണ്ടായെങ്കിലും പാർട്ടിക്കുള്ളിൽ അദ്ദേഹം ഒന്നുമല്ലാതായി മാറുന്നതാണ്. അങ്ങനെയുള്ള ഈ അച്യുതാനന്ദൻ അൽപിയൻ പിണറായി വിജയന്റെ ഈ തേരോട്ടത്തിൽ അദ്ദേഹത്തിന്റെ പടക്കുതിരയായി നിന്ന ആളാണ് പി ശശി. അതുകൊണ്ട് പി ശശി വളരെ പ്രധാനപ്പെട്ട ആളാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ. ഇതൊന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാസ്തവത്തിൽ അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരുപാട് കുഴപ്പങ്ങളിൽ പെട്ടു. അതിനുശേഷം അറിയാമല്ലോ, സ്ത്രീ പീഡന കേസിൽ പെടുന്നു, അദ്ദേഹത്തിന് വെറും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുന്നു. പിന്നെ വളരെ പെട്ടെന്ന് അദ്ദേഹം തിരിച്ച് പടിപടിയായിട്ടല്ല, പല പടികൾ ഒന്നിച്ച് ചാടി കയറി അദ്ദേഹം വീണ്ടും ജില്ലാ കമ്മിറ്റിയിൽ വരുന്നു. ജില്ലാ കമ്മിറ്റിയിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് അത്ഭുതകരമായി അദ്ദേഹത്തിനെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി വീണ്ടും സ്ഥാപിക്കും. നേരത്തെ നമ്മൾ രമൺ ശ്രീവാസ്തവയുടെ കാര്യം പറഞ്ഞ പോലെ ഒരു അത്ഭുതം സംഭവിച്ചതാണ്. അപ്പോൾ ഇതൊരു വളരെ വലിയൊരു ബന്ധമാണ്. ഈ ബന്ധത്തിൽ ഇടർച്ച ഉണ്ടാവുമോ എന്നുള്ളതാണ് ഇനി കേരളം ഈ വരും ദിവസങ്ങൾ കാണാനുള്ളത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ പി ശശിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാൻ വയ്യ മുഖ്യമന്ത്രി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കണ്ണൂർ രാഷ്ട്രീയത്തിലെ ഈ പുതിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. പി ശശിക്കെതിരെ അദ്ദേഹവും നമ്മുടെ ഗോവിന്ദൻ മാഷും പി ജയരാജനും ഒക്കെ നിലപാട് സ്വീകരിച്ച ആൾക്കാരാണ്. അവരവരുടെ നില കടുപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പിണറായി വിജയൻ പിന്നെ ഈ പി ശശിയെ എത്രമാത്രം സംരക്ഷിക്കാനാവും, അദ്ദേഹത്തെ എത്രമാത്രം കൂടെ കൊണ്ടുപോകാനാവും എന്നുള്ളത് ഈ വരുന്ന ദിവസങ്ങൾ തെളിയേണ്ടതാണ്. CPM-ലെ രാഷ്ട്രീയ ബന്ധങ്ങളുടെ സമവാക്യങ്ങളുടെ ആശ്രയിച്ചിരിക്കുന്നത് ഈ സംബന്ധിച്ച് എന്താണ് നടക്കാൻ പോകുന്നത് അറിഞ്ഞിരിക്കും. ഇതാണ് അങ്ങേയറ്റം ഒരു വശത്ത് CPM-ലെ, മറുവശത്ത് ഈ കേരളത്തിന്റെ ഇടതുപക്ഷത്തിന്റെ ഭാവിയും കേരളത്തിലെ ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാവിയും ഒക്കെ ഇതുമായിട്ട് പല രീതിയിൽ ഏറെയും കുറഞ്ഞും ബന്ധപ്പെട്ടിരിക്കുന്നത്. അതൊക്കെ ഈ വരുന്ന ദിവസങ്ങളിൽ കേരളം കാണാനുള്ള കാഴ്ച. വാട്സ് ദ സ്പേസ്. ലാത്തി ചാർജിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ഇത്തരം ഒരു വലിയ ലാത്തി ചാർജിന്റെ ഇരയായിട്ട് നമ്മള് അങ്ങനെയാണല്ലോ രാഷ്ട്രീയത്തില് വളരെ നിറഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്. അതുപോലെ മന്ത്രിമാരായിരിക്കുന്ന പി രാജീവ് ആണെങ്കിലും പല മന്ത്രിമാരും ഇത്തരം ക്രൂരമായ ലാത്തി ചാർജിനും ഇടിക്കും ഒക്കെ വിധേയരായിട്ടുള്ള ആളുകളാണ് ഇരിക്കുന്നത്. എന്നിട്ടും അവരുടെ ഒരു മന്ത്രിസഭയുടെ ഒരു ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലായി പോകുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും അത് തന്നെയാണ് കാരണം. അധികാരത്തിന്റെ സ്വഭാവമാണ്. അതായത് പറഞ്ഞ 1957 സർക്കാർ പറഞ്ഞ കേരള സമൂഹത്തിലെ തലമുറകളായി നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട് കിടന്ന സാമൂഹികവും സാമ്പത്തികമായി ഏറ്റവും അധസ്ഥിതരായിരുന്ന ഒരു വിഭാഗത്തിന്റെ മുന്നേറ്റമാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ അധികാരാരോഹണത്തിലൂടെ നമുക്ക് സാക്ഷാത്കരിക്കപ്പെട്ടത് 1957. ആ സർക്കാരിൽ നിന്നുണ്ടായ ആ സർക്കാർ പലതവണ വെടിവെപ്പും അന്നും EMS നമ്പൂതിരിപ്പാടാണ് അന്ന് ഹോം മിനിസ്റ്റർ ആയിരുന്നു ആദ്യം. 3 മാസം കൊണ്ട് അദ്ദേഹം കൈയൊഴിയുകയാണ്. കാരണം ഇനി എനിക്ക് പോലീസിനെ നടത്താൻ പറ്റുന്നില്ല. അതുപോലെ പരാജയപ്പെട്ടിരിക്കുന്നു ക്രമസമാധാന പാലനം. അത് രണ്ടു വശത്തും അതിന്റെ കുറ്റമുണ്ട്. ഞാൻ പറയുന്നത് വെറുതെ അക്രമം നടത്തുകയല്ല. അന്ന് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ വലിയ നിക്ഷിപ്ത താല്പര്യക്കാരുള്ള മതജാതി വിഭാഗക്കാരും പ്രതിലോമ താല്പര്യക്കാരും എല്ലാവരും കൂടെ ഇളകി മറിഞ്ഞ ഒരു കാലമാണ്. ഭയങ്കര അക്രമ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും വലിയ ലാത്തി ചാർജുകളും വലിയ അക്രമങ്ങളും പോലീസിന്റെ മോശമായ പ്രവർത്തനവും ഒക്കെ അപ്പോഴും ഉണ്ട്. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൈയൊഴിഞ്ഞിട്ടാണ് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, നിയമമന്ത്രിയായിരുന്ന VR കൃഷ്ണയ്യർ ഇത് ഏറ്റെടുത്തത്. അപ്പൊ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ, അവിടെ അടി നടക്കുന്നു, പ്രശ്നം നടക്കുന്നു. ചവറയിലെ VR കൃഷ്ണയ്യർ മന്ത്രിയെ തന്നെ RSP പ്രവർത്തകർ തടഞ്ഞു വയ്ക്കുന്നു. ഇതോടുകൂടി അദ്ദേഹം കൈയൊഴിഞ്ഞു. മൂന്നാമത്, അതായത് കേരള ചരിത്രത്തിലെ ഏറ്റവും മികച്ച സർക്കാരിന്റെ പരിപാലനത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്. EMS നമ്പൂതിരിപ്പാട്, VR കൃഷ്ണയ്യർ മുതൽ മൂന്നാമത്തെ ആരാണ്? സാക്ഷാൽ C അച്യുതമേനോൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈ പരാജയം പോലീസ് വകുപ്പിനെ കൊണ്ട് നടത്താൻ പറ്റുന്നില്ല, ആഭ്യന്തര വകുപ്പ് നടത്താൻ പറ്റുന്നില്ല. അങ്ങനെ കൈയൊഴിഞ്ഞ് മൂന്നാമത്. എന്നിട്ടും എന്താണ്? നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ, നിരന്തരമായിട്ടുള്ള ക്രമസമാധാന ലംഘനങ്ങൾ, വെടിവെപ്പ്. നേരത്തെ പറഞ്ഞില്ലേ, തൊഴിലാളികൾക്ക് നേരെയാണ് വെടിവെപ്പ് ഉണ്ടായത്. അപ്പൊ K ദാമോദരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനും ഐതിഹാസികരായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അദ്ദേഹമാണ് വാസ്തവത്തിൽ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിക്കുന്നത് ചന്ദനത്തോപ്പിൽ തൊഴിലാളികൾക്ക് നേരെ വെടിവെപ്പ് ഉണ്ടായി, അവിടെ മരണമുണ്ടായി, 2 പേർ മരിക്കുന്നു. അപ്പൊ പോലീസ് ഇതുവരെ, അതായത് ആദ്യത്തെ സർക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമാണ് അധികാരത്തിൽ വരുന്നു, തൊഴിലാളികളുടെ സ്വപ്ന സാക്ഷാത്കാരം, ഇങ്ങനെ വന്ന സർക്കാരാണ് ഏതാനും മാസങ്ങൾക്കകം ഇത്രയധികം
പിന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്, ലാത്തി ചാർജ് ഒരു വശത്ത് തൊഴിലാളികൾക്കെതിരെ, ഒരു വശത്ത് വെടിവയ്പ്. ഇത് കഴിഞ്ഞിട്ട് ഈ കെ ദാമോദരനെ നിയോഗിക്കുകയാണ്. അദ്ദേഹം പോയിട്ട് ന്യായീകരിക്കണം, പോലീസ് വെടിവയ്പ്പിനെ ന്യായീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പിന്നീട് വളരെ കാലത്തിന് ശേഷം പിന്നീട് എഴുതുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്, ഏറ്റവും സങ്കടമുണ്ടായ ഒരു കാര്യമായിരുന്നു അത്. കാരണം ഞാൻ ഈ തൊഴിലാളികൾക്കെതിരെ വെടിവെപ്പ് നടന്നതിനെ, വെടിവെപ്പുകാരെ, പോലീസുകാരെ ന്യായീകരിക്കുകയും തൊഴിലാളികളെ കുറ്റം പറയുകയും ചെയ്യേണ്ടി വന്നത് എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇരുണ്ട ഒരു അനുഭവമായി അദ്ദേഹം വിവരിക്കുകയാണ്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ, ഇപ്പൊ സുനിത ചൂണ്ടിക്കാണിച്ച പോലെ, അടിയന്തരാവസ്ഥ കാലത്തെ ഭീകരമായ പോലീസ് മർദ്ദനത്തിന് ഇരയായ ആ ചോര പുരണ്ട ഷർട്ടുമായിട്ട് നിയമസഭയിൽ നടത്തിയ വലിയ ഗംഭീരമായ പ്രസംഗം നടത്തിയ മുഖ്യമന്ത്രി പിണറായിയുടെ കാലത്ത് തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രത്യേകമായി ശ്രദ്ധേയമാണ്. പക്ഷെ തീർച്ചയായിട്ടും അവിടെ ഞാൻ പറയുന്നത്, അധികാരത്തിന്റെ കാലത്ത്, അധികാരത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ചില സ്വാഭാവികവും. പക്ഷേ ഒരു ജനാധിപത്യ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ ഇതിനെ ന്യായീകരിക്കുമ്പോഴെങ്കിലും കുറച്ചൊരു ആത്മസംയമനം പാലിക്കട്ടെ. അത് 57-ലെ കെ ദാമോദരന്റെ കാര്യം പറഞ്ഞ പോലെ ഇന്നും വാസ്തവത്തിൽ പോലീസിന്റെ വീര്യം കുറഞ്ഞു പോകും. അതുകൊണ്ട് പോലീസിനെ വിമർശിക്കരുത്, നിയന്ത്രിക്കരുതെന്ന് സർ CP രാമസ്വാമി അയ്യർ മുതൽ ഇന്ന് പിണറായി വിജയൻ വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്, ഇതേ കാര്യം. അങ്ങനെ ഓരോ സംഭവത്തിൽ ഞാൻ പറഞ്ഞ, പോലീസുകാർ അക്രമം നടത്തിയപ്പോഴല്ല പോലീസുകാരെ ന്യായീകരിക്കാം. മാവോയിസ്റ്റുകളെ 8 പേരെ കൊന്ന സമയത്ത്, അല്ലെങ്കിൽ അലനും താഹയ്ക്കുമെതിരെ UAPA ചുമത്തിയ സമയത്ത്, ഇപ്പോഴും ഈ സമയങ്ങളിലൊക്കെ പോലീസിന്റെ ഈ മിതാധികാര പ്രയോഗത്തെ ന്യായീകരിക്കുകയും അതിന് അനുകൂലമായി പ്രസംഗിക്കുകയും ചെയ്യാൻ ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാവ് തുനിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നിർഭാഗ്യകരം എന്ന് എനിക്ക് പറയാനുള്ളൂ. സാറിന്റെ ഒരു ഔദ്യോഗിക ജീവിതം എടുത്താൽ 1980-ൽ മാധ്യമപ്രവർത്തനം തുടങ്ങി 82 തൊട്ട് കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പൊ അതിനുശേഷമുള്ള മുഖ്യമന്ത്രിമാരെയും ആഭ്യന്തര മന്ത്രിമാരെയും തൊഴിലിന്റെ ഭാഗമായിട്ട് പലരെയും വിലയിരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ആദ്യം മുതലുള്ള ഇപ്പോ കഥകൾ പറഞ്ഞു വന്നപ്പോ EMS നമ്പൂതിരിപ്പാടിന്റെ ആദ്യ മന്ത്രിസഭ മുതലുള്ള എല്ലാ കാര്യങ്ങളുടെയും അകത്തും പുറത്തും നിന്ന് വളരെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ്, അതിന് ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരാളാണെന്ന് പറയാം. അപ്പൊ എങ്ങനെയാണ് ഈ കഥ പറഞ്ഞു വന്നപ്പോ നല്ല രസകരമായിരുന്നത്? ആദ്യ മന്ത്രിസഭയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിലേക്ക് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? എങ്ങനെയാണ് എങ്ങനെയാണത് ഈ പിണറായി മന്ത്രിസഭയിൽ എത്തി നിൽക്കുമ്പോ എന്തെല്ലാം രസകരമായ കാര്യങ്ങളുണ്ട്? ഈ 57-ലെ വാസ്തവ സർക്കാർ അധികാരവും വിപ്ലവവും, അല്ലെങ്കിൽ ഇപ്പൊ വിപ്ലവകാരികൾ ഒരു കാലം കഴിയുമ്പോഴേക്കും കൗണ്ടർ റെവല്യൂഷൻ, അതായത് പ്രതിവിപ്ലവകാരികളാകുന്ന ചരിത്രത്തെക്കുറിച്ച് ഒരുപാട് നമ്മൾ വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പഠിച്ചിട്ടുമുണ്ട്. വാസ്തവത്തിൽ അതൊരു എന്താ പറയുന്ന, ഒരു മനഃപൂർവ്വമാണോ അതോ ചരിത്രത്തിന്റെ അനിവാര്യമായിട്ടുള്ള ഒരു വിധിയാണോ എന്നറിയില്ല. അധികാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അധികാരത്തിന്റെ സ്വഭാവവും അധികാരത്തിന്റെ ഭാഷയും അധികാരത്തിന്റെ മർദ്ദന രീതികളും ഒക്കെ ഏറ്റവും വലിയ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് പോലും സ്വീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതിന്റെ നമ്മുടെ കേരളത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭം ആയിട്ടാണ് ഈ 1957 സർക്കാർ. ആ സർക്കാരിനെ പറ്റി ഇപ്പോഴും ഞാൻ പറയുന്നത്, തീർച്ചയായും കേരളം കണ്ട ഏറ്റവും മികച്ച സർക്കാരാണ്, അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സംസ്ഥാന സർക്കാരുകളിൽ ഒന്നാണ്. കേരളത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും പ്രതിഭാധാനരായ, ഏറ്റവും ത്യാഗിവര്യരായ നേതാക്കൾ നയിച്ച സർക്കാർ, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അപ്പോഴും ഈ അധികാരം, പോലീസ് എന്ന് പറയുന്നത് മർദ്ദനോപകരണമാണ്. പക്ഷെ അതേ സമയത്ത് ആ സർക്കാർ സ്വീകരിച്ച 1-2 കാര്യങ്ങളുണ്ട്. അതായത് അത് രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുക, തൊഴിലാളി സമരങ്ങളിൽ പോലീസ് ഇടപെടാതിരിക്കുക, ഇതൊക്കെ ജനാധിപത്യപരമായി വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ വാസ്തവത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ പോലീസിനെ നിയോഗിക്കുന്നത് ശരിയല്ല. അപ്പൊ അതിനെതിരായാണ് അന്നത്തെ ഇവിടുത്തെ വലിയ പിന്തിരിപ്പൻ പ്രസ്ഥാനങ്ങളും ശക്തികളും എല്ലാം കൂടെ ആക്രമണം നടത്തി. ഇവിടെ പോലീസിനെ കയറൂരി വിടുകയാണ്, അല്ലെങ്കിൽ പോലീസിനെ തൊഴിലാളികളെ കയറൂരി വിടുകയാണ്, കുറ്റവാളികളെ ജയിലിൽ നിന്ന് പുറത്ത് ഇറക്കുകയാണ്. അന്ന് ഗവൺമെന്റ് ചെയ്ത ഏപ്രിൽ 5-ന് അധികാരത്തിലേറ്റ ആദ്യത്തെ തീരുമാനം തന്നെ, അന്ന് വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്ന കോടാകുളങ്ങര വാസുപിള്ള എന്ന് പറഞ്ഞ ഒരു പാർട്ടി സഖാവ്, അദ്ദേഹം കൊല്ലത്ത് ഈ കുമ്പളത്ത് ശങ്കപ്പിള്ള എന്ന കോൺഗ്രസിന്റെ ഒരു പക്ഷേ അല്പം ഒരു സാഹസികനായിരുന്ന ഒരു വലിയ നേതാവുണ്ട്. അദ്ദേഹം ഈ ശാരീരികമായ ആക്രമണത്തിനൊക്കെ എപ്പോഴും തയ്യാറാവുന്ന നേതാവ്. ആ നേതാവിന്റെ ഒരു ഗുണ്ടാപ്പടയുമായി തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടായി. കോടാകുളങ്ങര വാസുപിള്ള കമ്മ്യൂണിസ്റ്റുകാരനാണ്, ജീവപര്യന്തം തടവിലായി. അദ്ദേഹത്തിന് വധശിക്ഷ കൽപ്പിച്ചു. എന്നിട്ട് ഈ വധശിക്ഷയിൽ നിന്ന് ഇവർ മാറ്റി ജീവപര്യന്തമാക്കി കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുത്തതാണ് ആ സർക്കാരിന്റെ ഏറ്റവും വലിയ, അന്ന് വാസ്തവത്തിൽ അത് ഇന്ത്യയെ തന്നെ അമ്പരപ്പിച്ചു കളഞ്ഞ ഒരു തീരുമാനമാണ്. പക്ഷെ അത് അനുകൂലമായിട്ട് അവസാന ഗവൺമെന്റ് വിചാരിച്ച സ്ഥലത്ത് തന്നെ കൊണ്ടെത്തി കോടാകുളങ്ങര വാസുപിള്ള മോചിപ്പിക്കപ്പെടുകയും ചെയ്തു.
അന്ന് അത് ഒരു രാഷ്ട്രീയ സംഘടനമാണെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ്. അതിന്റെ ശരി തെറ്റുകളിലേക്ക് പോകുന്നില്ല. പക്ഷെ അങ്ങനെ പോലീസിനെ ജനാധിപത്യവൽക്കരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വി ആർ കൃഷ്ണയ്യർ നിയമമന്ത്രിയായിട്ടും ജയിലുകളിൽ മെച്ചപ്പെടുത്തുക, പോലീസ് സ്റ്റേഷനുകളിൽ മെച്ചപ്പെടുത്തുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇതൊക്കെ ചെയ്തിട്ട് പോലും ആ ഗവൺമെന്റിന് ഇതുപോലെയുള്ള കുറ്റങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിഞ്ഞില്ല. തൊഴിലാളികൾക്ക് നേരെ വെടിവെപ്പ് ഉണ്ടായതും പിന്നെ ലാത്തി ചാർജ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോയി. അതുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഗവൺമെന്റ് ഒരു എന്താ പറയുക, ഒരു ലിറ്റ്മസ് ടെസ്റ്റ് പോലെയാണ്. അധികാരവും ജനകീയതയും തമ്മിലുള്ള ഈ വൈരുദ്ധ്യത്തിന്റെ ഒരു തെളിവാണ്. പിന്നീട് അത് കഴിഞ്ഞിട്ട് വന്ന ഈ എല്ലാ ആഭ്യന്തരമന്ത്രിമാർക്കും വാസ്തവത്തിൽ വളരെ സംഘർഷഭരിതമായിരുന്നു അവരുടെ ജീവിതവും അവരുടെ ഔദ്യോഗിക ജീവിതം. അത് കഴിഞ്ഞ് ആ സർക്കാർ പറഞ്ഞ പോലെ 3 പേരായി. ഇന്നിപ്പോ നമ്മൾ ആ ഗവൺമെന്റിൽ ഇപ്പൊ ഈ അച്യുതമേനോൻ കൃഷ്ണയ്യർക്കും കഴിയാതെ ഒഴിഞ്ഞുപോയ വകുപ്പാണ് EMS-നും കൃഷ്ണയ്യർക്കും കഴിയാതെ ഒഴിഞ്ഞുപോയ വകുപ്പാണ് അച്യുതമേനോൻ എടുത്തത്. അച്യുതമേനോൻ എടുത്തിട്ട് ഈ കുറ്റങ്ങൾക്കൊന്നും യാതൊരു കുറവും വന്നില്ല. എല്ലാ തരത്തിലുള്ള പോലീസിന്റെ മാത്രമല്ല, ഇന്ന് നമ്മൾ ഈ ഉന്നത തലത്തിലുള്ള പോലീസിന്റെ ചേരികളെ പറ്റി പറയുന്നുണ്ട്. ഈ ADGP പക്ഷം അജിത് കുമാർ പിണറായിയുടെ ആളാണ്, മറ്റേതാണ്, കുറച്ചതാണ്. അല്ലെങ്കിൽ കരുണാകരന്റെ കാലത്ത് പോലീസുകാരായ രമൺ ശ്രീവാസ്തവ മുതലായവർ അദ്ദേഹത്തിന്റെ ചേരിക്കാരായിരുന്നു എന്നൊക്കെയുള്ളൂ. ഇതൊക്കെ അന്നും ഉണ്ടായിട്ടുണ്ട്. അന്ന് ചില വളരെ പ്രധാനപ്പെട്ട 1-2 പോലീസ് ഉന്നതന്മാരെ, കൃഷ്ണമേനോൻ എന്നൊരു IG ആയിരുന്നു, അതിന് പകരം ഒരു ശ്രീനിവാസ റാവു അയ്യർ എന്നോ പറഞ്ഞു, പിന്നൊരു ജഡ്ജി IG കൊണ്ട് ഈ IG-മാരെ മാറ്റിയതും മറ്റും വലിയ വിവാദങ്ങൾക്കിടയാക്കി. ഇതെല്ലാം വായിച്ചറിഞ്ഞിട്ടുള്ളത് ഞാനന്ന് ജനിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ സംഭവങ്ങൾ ഇപ്പൊ കൃഷ്ണമേനോൻ IG എന്തിനാണ് മാറ്റിയത്, അത് ഇതിനാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അന്നൊരു വലിയ ഗുണ്ടാ നേതാവായ പോലെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരനായിരുന്നു ഈ മറിയാർ ഭൂതം എന്ന് വിളിച്ചിരുന്ന അന്നത്തെ ഒരു കോട്ടയം SP. വലിയ മർദ്ദക വീരൻ. അത് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ്, 1ാം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കീഴിലുള്ള ആ കാലത്താണ് ഈ മറിയാർ ഭൂതം ഒരു ഭൂതം. ശരിക്കും അദ്ദേഹത്തിന്റെ പേര് മറിയ അർപ്പിതം എന്നാണ്. അതിനെ നമ്മൾ പറഞ്ഞാണ് മറിയാർ ഭൂതമാക്കിയത്. ആ മറിയാർ ഭൂതം എന്ന് പറയുന്നത് ഈ പോലീസിന്റെ രാക്ഷസീയ ശക്തിയുടെ ഒരു സിമ്പലായിട്ട്, ഒരു പ്രതീകമായിട്ട് മാറുകയും ചെയ്തു. ഇതൊക്കെ നടന്നത് ഏറ്റവും നല്ല ഗവൺമെന്റ് കാലത്താണ്. പറഞ്ഞു വരുന്നത് ഇതാണ് അധികാരവും പോലീസും തമ്മിലുള്ള, അല്ലെങ്കിൽ അധികാരവും ജനങ്ങളും തമ്മിലുള്ള ഈ സംഘർഷത്തിന്റെ അടിയിലുള്ളത്. അത് കഴിഞ്ഞിട്ട് വന്ന ആഭ്യന്തരമന്ത്രി, അതായത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ തോറ്റു, കോൺഗ്രസിന്റെയും പിന്നെ PSPയുടെയും മുസ്ലിം ലീഗിന്റെ സപ്പോർട്ട് കൂടിയ സർക്കാർ വരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രിയാണ് സാക്ഷാൽ PT ചാക്കോ. PT ചാക്കോയ്ക്ക് ഉണ്ടായ അനുഭവങ്ങൾ നമുക്കറിയാവുന്നതാണ്. PT ചാക്കോയ്ക്കെതിരായിട്ടുള്ള വലിയ പിന്നെ കോൺഗ്രസിനുള്ളിൽ വലിയ നീക്കങ്ങൾ ഉണ്ടായി, ശ്രമങ്ങളുണ്ടായി. അദ്ദേഹം ഒരു സ്ത്രീയുമായിട്ട് അദ്ദേഹം കാറിൽ യാത്ര ചെയ്തു, പീച്ചിയിലേക്ക് യാത്ര ചെയ്തു എന്ന് പറഞ്ഞൊരു വലിയ ആരോപണം ഉണ്ടായി. പത്രങ്ങളിലൊക്കെ വലിയ വിവാദം ഉണ്ടായി. അവസാനം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. രാജിവെച്ചതിന് ശേഷം അദ്ദേഹം ഹൃദയസ്തംഭനം കൊണ്ട് 40-42 വയസ്സുള്ള സമയത്ത് ഹൃദയസ്തംഭനം ഉണ്ടായി മരിക്കുകയും ചെയ്തു. എന്നിട്ടാണ് കേരള കോൺഗ്രസ് രൂപം കൊള്ളുന്നത്. അതിന്റെ ഫലമായിട്ടാണ്, അദ്ദേഹത്തിന്റെ പക്ഷക്കാരാണ് കേരള കോൺഗ്രസ് സാഹിബൻ. അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്. അങ്ങനെ ഈ ആഭ്യന്തരമന്ത്രിമാർ കേരള രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും സംഘർഷ പുരുഷന്മാരാണ്. കുഴപ്പങ്ങളുടെ ഇരയായവരാണ്, കുഴപ്പങ്ങളുടെ സൃഷ്ടാക്കളാണ്. ഇങ്ങനെ പോകും. അത് കഴിഞ്ഞ് വരുന്നത് 67 മാത്രമല്ല, 67 കുറച്ചു കാലം മാത്രമാണ്. അന്ന് EMS തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാണ് എന്റെ ഓർമ്മ. അത് പക്ഷേ കുറച്ചു കാലം. പിന്നെ വരുന്ന കാലമാണ് അടിയന്തരാവസ്ഥ കാലം വരുന്നത്. കുറച്ചു നാള് ശിവനന്റെ ഇത് വരുന്നു. അത് കഴിഞ്ഞിട്ട് അടിയന്തരാവസ്ഥ കാലത്തെ ആഭ്യന്തര വകുപ്പിനെ പറ്റി നമ്മൾ ഉടനെ സംസാരിക്കും. എനിക്കാണെങ്കിൽ വ്യക്തിപരമായി ഏറ്റവും ഒരുപാട് ഭീകരമായ ഓർമ്മകളുള്ള ഒരു കാലമാണത്. അന്ന് K. വേണു എന്ന് പറയുന്ന നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ നായകൻ, അദ്ദേഹം ഞങ്ങളുടെ കുടുംബമായിട്ട്, പ്രത്യേകിച്ച് എന്റെ അച്ഛനും ആയിട്ട് വളരെ സൗഹൃദമാണ്. ഈ പാർട്ടി തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളപ്പോഴും ഇവർ തമ്മിൽ ഒരു വലിയ ബൗദ്ധികമായിട്ടുള്ളതും വ്യക്തിപരമായിട്ടുള്ള ഒരു അടുപ്പം ഞങ്ങളുടെ കുടുംബമായിട്ടും, അച്ഛനും അമ്മയായിട്ടും, അമ്മയുടെയും വളരെ അടുത്ത സുഹൃത്തായിരുന്നു. എന്നെയൊക്കെ സംബന്ധിച്ചോളം എന്റെ ഒരു അമ്മാവനെ പോലെ തന്നെ ഞങ്ങളുടെ കുടുംബാംഗം പോലെയായിരുന്നു. അപ്പൊ അദ്ദേഹം ആ കാലഘട്ടത്തിലാണ് ഭീകരമായ നക്സലൈറ്റ് അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. അതിന്റെ പിന്നിലാണ് ഈ ഒരു തനി പാവത്താനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു അതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഞെട്ടിത്തെറിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പോലീസിൽ നിന്നുണ്ടായിരുന്ന ഭീകരമായ അനുഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കേട്ട് അന്നാണ് ഈ ആഭ്യന്തര വകുപ്പ്, പോലീസ്, കരുണാകരനെ പോലൊരു ആഭ്യന്തരമന്ത്രി, ഇവരൊക്കെ എത്ര ഭീകരന്മാരാണ്, രാക്ഷസന്മാരാണ് എന്നൊരു തോന്നലുണ്ടായി. ആ കാലം, ഞാനന്ന് കോളേജിൽ പഠിക്കുന്ന കാലത്താണ്. വാസ്തവത്തിൽ ഒരുപാട് ഭയപ്പാടുണ്ടാക്കിയ ഒരു ദിവസങ്ങളിലാണ്. ആ കാലത്ത് തന്നെയാണ് K. വേണുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിൽ അച്ഛനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും. ജയറാം പടിക്കൽ എന്ന് പറയുന്ന ഭീകരനായ പോലീസ് ഉദ്യോഗസ്ഥൻ, പോലീസ് മേധാവി, അന്ന് അച്ഛനെ ഈ ശാസ്ത്രമംഗലത്തെ
കുപ്രസിദ്ധമായ അടിയന്തരാവസ്ഥക്കാലത്തെ പോലീസ് ക്യാമ്പിൽ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തത്. അപ്പോ ആ കാലത്തൊക്കെ ഈ പറഞ്ഞ പോലെ രാവും പകലും എപ്പോഴാണ് ഒരു പോലീസ് ജീപ്പ് വരുന്നത്, എപ്പോഴാണ് പോലീസിന്റെ ബൂട്ടിന്റെ ശബ്ദം കേൾക്കുന്നത് എന്നൊക്കെയുള്ള ഭയത്തോടെ കഴിഞ്ഞതാണ്. അതൊരു ജോലിയൊക്കെ ഒരു ഉദ്യോഗസ്ഥനാവുന്നതിന് മുമ്പും പത്രപ്രവർത്തകനാവുന്നതിനൊക്കെ മുമ്പുള്ള ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോ അന്ന് കരുണാകരന്റെ ഏറ്റവും സർവാധികാരിയായിട്ടുള്ള സംഹാര രുദ്രനായ കരുണാകരനെ പറ്റിയുള്ള കഥകളും പേരുകളും ഓർമ്മകളും അനുഭവങ്ങളുമാണ് ഞങ്ങളുടെ ആ കാലഘട്ടത്തിലെ, ആ ചെറുപ്പ കാലഘട്ടത്തിലെ ഏറ്റവും മനസ്സ് നിറച്ചിരുന്ന പേടിപ്പിച്ചിരുന്ന ഒരു കാര്യം. അന്ന് കെ കരുണാകരനോട് നേരിട്ട് അച്യുതമേനോൻ ആവശ്യപ്പെട്ടു, അദ്ദേഹം എന്നാണ് കേൾക്കുമോ എന്നോ സംശയമാണ് എന്നൊക്കെ പറഞ്ഞ് ആ ദിവസങ്ങൾ മുഴുവൻ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയെ ഭയന്ന് കഴിഞ്ഞ കേരളത്തിന്റെ ജനതയിലെ ഒരു അംഗമായിരുന്നു ഞാനും എന്നുള്ളതാണ്. അത് കഴിഞ്ഞാണ് ഞാൻ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. ഈ പറഞ്ഞ പോലെ 82-ലാണ് കേരളത്തിൽ ജോലി ആരംഭിക്കുന്നത്. അപ്പോഴേക്കും ഒരു പ്രധാനപ്പെട്ട ഒരു അന്നത്തെ വലിയ രാഷ്ട്രീയ സംഘർഷത്തിന്റെ നെടുന്തൂണായി വന്നത് അതിനിടയ്ക്ക് ആഭ്യന്തരമന്ത്രി ആയിരുന്നില്ല, അതിനുശേഷമാണ്. അദ്ദേഹം അതിനുശേഷമാണ്. അദ്ദേഹം അതിനുശേഷം ഒരു നായനാരുടെ കാലഘട്ടത്തിലാണ് നായനാരുടെ ഒരു മന്ത്രിസഭ. ഇത് അതിനു മുമ്പല്ലോ, 77-ലെ കാര്യം. ഈ 82, 86 കരുണാകരന്റെ സർക്കാർ, 82, 87-ലെ കരുണാകരന്റെ സർക്കാർ വാസ്തവത്തിൽ വീണ്ടും ഒരു വലിയ ആ സർക്കാരിന്റെ ഏറ്റവും വലിയ സംഘർഷങ്ങളുടെ നടുവിൽ നിന്നത് ആഭ്യന്തര വകുപ്പും ആഭ്യന്തരമന്ത്രിയുമാണ്. അത് അന്ന് സാക്ഷാൽ വയലാർ രവിയാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണ് അന്നുണ്ടായത്? അത് പ്രധാനമായിട്ടും കോൺഗ്രസിലുണ്ടായ വഴക്ക്. കാരണം 82 ആയപ്പോഴേക്കും അന്ന് ഈ പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആന്റണിയുടെ വിഭാഗവും കരുണാകരനുമായിട്ടും ഇന്ദിരാഗാന്ധിയായിട്ടും മാറി, അവരുമായിട്ട് വേർപെട്ടു. അവർ ക്രമേണ ഇടതുപക്ഷ പാളയത്തിലെത്തി. LDF-ന്റെ ഭാഗമായി ആന്റണി കോൺഗ്രസ്, കരുണാകരൻ ഇടതുപക്ഷത്തിന് CPM-ന്റെ സഖ്യകക്ഷിയായി. അതിലെ മന്ത്രിമാരൊക്കെ പറഞ്ഞ പോലെ അറിയാവുന്നല്ലോ, NPP ചാക്കോയും ആര്യാടൻ മുഹമ്മദും ഒക്കെ ആദ്യത്തെ നയനാർ മന്ത്രിസഭയിൽ അംഗങ്ങളായി. അത് കഴിഞ്ഞ് പക്ഷെ പിന്നീട് ആ സർക്കാർ വീഴുകയും കോൺഗ്രസ് തിരിച്ചു പോവുകയും ആന്റണി കോൺഗ്രസ് തിരിച്ചെത്തുകയും ചെയ്തു. 82-ൽ തിരിച്ചെത്തിയ ആന്റണി, ഇന്ദിരാഗാന്ധിയാണ് ആന്റണിയെ സ്വീകരിച്ചതെങ്കിലും കരുണാകരൻ അതിനോട് യാതൊരു യോജിപ്പും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കരുണാകരൻ ഇവര് വന്നത് മുതൽ കോൺഗ്രസ്സുകാരെ എങ്ങനെ ചവിട്ടിത്തേക്കാവുന്നു, എങ്ങനെ അരിക്കിലേക്ക് മാർജിനലൈസ് ചെയ്യാം, എങ്ങനെ അപ്രസക്തരാക്കാം എന്നുള്ള ആലോചനകളിലായിരുന്നു. അപ്പൊ അന്നത്തെ ആഭ്യന്തരമന്ത്രി വാസ്തവത്തിൽ കോൺഗ്രസിനോട് ചെയ്ത ഒരു വലിയ ഔദാര്യമായിട്ടോ സൗജന്യമായിട്ടാണ് കോൺഗ്രസിന്റെ ഏറ്റവും ആന്റണി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ വയലാർ രവിയെ ആഭ്യന്തരമന്ത്രിയാക്കും. പക്ഷെ അന്ന് മുതൽ കരുണാകരനും വയലാർ രവിയും തമ്മിലുള്ള നിരന്തരമായിട്ടുള്ള സംഘർഷവും സംഘടനകളുമാണ്. പ്രധാനമായിട്ട് തമ്മിൽ. അങ്ങനെയാണ് പ്രതിച്ഛായ തർക്കവും പ്രതിച്ഛായ വിവാദവും, കോൺഗ്രസിന്റെ പ്രതിച്ഛായ മോശമായി, ആന്റണി ഇങ്ങനെ വഴക്ക് മുഴുവൻ. അങ്ങനെ അവസാനം ഈ പറഞ്ഞ പോലെ വയലാർ രവി, അന്ന് ഞാൻ മാതൃഭൂമി ജോലി ചെയ്യുന്നതാണ്, മാതൃഭൂമിയിൽ നിരന്തരം വന്നുകൊണ്ടിരുന്ന ഒരു അതിഥിയും കൂടിയാണ് വയലാർ രവി. പ്രത്യേകിച്ച് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മാതൃഭൂമിയുടെ പത്രാധിപരായിട്ട് MD നാലപ്പാട് അധികാരമേറി. അപ്പൊ MD നാലപ്പാടിന്റെ വളരെ അടുത്ത സുഹൃത്താണ് വയലാർ രവി. അപ്പൊ വയലാർ രവി ഏതാണ്ട് മിക്കവാറും 2 ദിവസം കൂടുമ്പോൾ മാതൃഭൂമി ഓഫീസിൽ വരികയും അദ്ദേഹത്തിന് കരുണാകരനിൽ നിന്ന് നേരിടേണ്ടി വരുന്ന അനുഭവങ്ങളുടെ പണ്ടക്കെട്ട് അഴിക്കുകയും അദ്ദേഹം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യുന്നതൊക്കെ നേരിട്ട് അനുഭവിക്കുകയും നേരിട്ട് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത. അപ്പൊ എന്നിട്ട് അവസാനം കരുണാകരൻ ഏത് രീതിയിൽ അത് വാർത്തകൾ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ ഒരു പക്ഷം പിടിക്കാൻ കഴിയില്ലെങ്കിലും അന്നത്തെ കേരളീയ സമൂഹം കരുണാകരൻ എന്ന് വെച്ചാൽ അന്ന് തന്നെ ഒരു വളരെ മോശമായ ഇമേജ് ഉണ്ടായിരുന്ന ഒരാളാണ്. കാരണം അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലമാണ് അദ്ദേഹത്തിനുള്ളത്, അദ്ദേഹത്തിന്റെ ഒരു ഇരുണ്ട പ്രതിച്ഛായയാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പൊ ആന്റണിക്കാണെങ്കിൽ അങ്ങനെയല്ല. ആന്റണി ഇങ്ങനെ ആദർശധീരനാണ്, അഴിമതി വിരുദ്ധനാണ്, മിസ്റ്റർ ക്ലീൻ ആണ് എന്നൊക്കെയുള്ളത്. അപ്പൊ ആന്റണി കോൺഗ്രസിനോടും അതുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ്സുകാരേറെയും കരുണാകരന്റെ കൂടെ ആണെങ്കിലും ഈ ചിന്തിക്കുന്ന വിഭാഗം, പത്രപ്രവർത്തകർ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്, ഇവരൊക്കെ ഈ ആന്റണിയുടെ ഈ ആദർശ പൊലിമയിൽ മയങ്ങി അപ്പൊ സ്വാഭാവികമാണ്. കാരണം കരുണാകരനുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇവരെന്തുകൊണ്ടും ഭേദപ്പെട്ട ആൾക്കാരായിരുന്നു. രാഷ്ട്രീയ അവസരവാദികളായിരുന്നോ ഇല്ലയോ എന്നുള്ളത് വേറൊരു പ്രശ്നം. പക്ഷെ അഴിമതിയുടെ കാര്യത്തിൽ, രാഷ്ട്രീയ സദാചാരത്തിന്റെ കാര്യത്തിൽ, അമിതാധികാര പ്രയോഗം വിരുദ്ധമായിട്ടുള്ള കാര്യത്തിൽ ഇതിലൊക്കെ ആന്റണി കോൺഗ്രസിനോട് അനുകൂലമാണ്. അതുകൊണ്ട് പത്രങ്ങൾ പൊതുവെ ഈ പ്രതിച്ഛായ തർക്കത്തിലും കരുണാകരന്റെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിലും പൊതുവെ അതിനോടാണ് കൂടുതൽ ആഭിമുഖ്യം പുലർത്തിയത്. അല്ല, പക്ഷെ ഞാൻ ചോദിച്ചത് ഇപ്പൊ ആഭ്യന്തരമന്ത്രിമാർക്ക് അനുകൂലമായിട്ട് പത്രങ്ങൾ എഴുതിയ കാലമൊന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ വയലാർ രവി എങ്ങനെയായിരുന്നു മാധ്യമങ്ങളെ പ്രസന്റ് ചെയ്തിരുന്നത്?
അതെ, വയലാർ രവി വാസ്തവത്തിൽ ഒരു ആഭ്യന്തര മന്ത്രി എന്ന നിലയ്ക്ക് എന്ന മട്ടിലുള്ളതിനെക്കാട്ടിലും ഇവരുടെ വഴക്കിന്റെ രണ്ട് മുഖങ്ങൾ എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ കൂടുതലായത്. അപ്പൊ അദ്ദേഹം ഈ ഇതിനകത്തും പറഞ്ഞ പോലെ ഈ പോലീസ് സേനയിലും അതോടുകൂടി രണ്ട് ചേരി പോലും അന്നും വരുന്നുണ്ട്. അന്ന് ഒരു ചേരി കരുണാകരൻ പറഞ്ഞാൽ കേൾക്കുന്നവര്, പിന്നെ ഒന്ന് വയലാർ രവി പറഞ്ഞാൽ കേൾക്കുന്നവര്. പക്ഷെ കരുണാകരൻ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം കൂടുതൽ ശക്തനായിരുന്നുകൊണ്ട് പോലീസ് സേന എന്ന് പറയുന്നത് എപ്പോഴും അദ്ദേഹത്തിന്റെ പോക്കറ്റിലാണ്. അതുകൊണ്ട് വയലാർ രവിയെ ക്രമേണ പൂർണ്ണമായിട്ട് ഒന്നുമല്ലാത്ത ആളാക്കി മാറ്റാൻ, നിരായുധനാക്കാൻ കരുണാകരൻ. DGP ആരായിരുന്നു ആ സമയത്ത്? ആ സമയത്ത് DGP ആയിരുന്നത് ആദ്യം വെങ്കിടാചലമോ, അങ്ങനെ ഞാൻ വാസ്തവത്തിലെ പേരുകളൊക്കെ പോയി. അന്നത്തെ വളരെ പ്രധാനപ്പെട്ട, പിന്നീടാണ് മധുസൂദനൊക്കെ പിന്നീടാണ് വന്നത്. ആ കാലത്തെ വെങ്കിടാചലം അന്ന് കരുണാകരന്റെ സ്വന്തം ആളാണ്. അദ്ദേഹം എന്തും ചെയ്യുന്ന സ്വാമി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. വാസ്തവത്തിൽ അദ്ദേഹം ആരുടെ നേരെയും തട്ടിക്കയറുന്ന ഒരു 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 അപ്പൊ വാസ്തവത്തിൽ കരുണാകരന്റെ ഇഷ്ടം അനുസരിച്ച് മാത്രം പോലീസ് സേന ചലിക്കുന്ന ഒരു കാലത്തിലേക്ക് അങ്ങനെ പോയി. അങ്ങനെ അവസാനം ഇവര് രാജിവെക്കുകയാണ്. ഈ വയലാർ രവി രാജിവെക്കുകയും ഉമ്മൻചാണ്ടി അന്ന് UDF കൺവീനർ ആയിട്ട് തോന്നുന്നു, ഉമ്മൻചാണ്ടി ആ സ്ഥാനവും രാജിവെക്കും. അങ്ങനെ ഡൽഹിയിൽ പോകും. ഇവര് കോൺഗ്രസ് ഐക്കാര്, കരുണാകരൻ ഗ്രൂപ്പുകാര് ആന്റണി വിഭാഗത്തിനെതിരെ നടത്തുന്ന ഈ വലിയ പ്രശ്നങ്ങളെ മുഴുവൻ ഡൽഹി പോയിട്ട് പരാതി പറയുകയും അന്നത്തെ സിംഗോ അങ്ങനെ എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാവരും ഇടപെടുകയും ഒക്കെ ചെയ്തിട്ട്, പക്ഷെ ഇവർ രണ്ടുപേരും രാജിവെക്കുകയാണ്. അങ്ങനെ ഈ അന്നത്തെ ഒരുപാട് പോലീസിന്റെ ഇതിനകത്ത്, കാരണം ആ സമയത്താണ് രണ്ട് കുവൈറ്റി പൗരന്മാർ ഇവിടെ പിന്നെ കേരളത്തില് അനധികൃതമായിട്ട്, കാരണം അവര് കുഴപ്പക്കാരാണ് എന്നിട്ട് അറിഞ്ഞുകൊണ്ട് വന്നു. അത് കരുണാകരന്റെ സഹായം കൊണ്ടാണ് അവര് പിന്നെ മുന്നോട്ട് പോയത്, കരുണാകരനാണ് അവരെ രക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞു. അതൊരു വലിയ വാർത്ത അന്നത്തെ ഞങ്ങളുടെ പത്രത്തിലേക്ക് വലിയ സ്ഫോടനാത്മകമായ വാർത്തയാണ്. ഈ കുവൈറ്റി പൗരന്മാർ, അതായത് അവര് എനിക്ക് തോന്നുന്നു ഈ പേഴ്സണൽ നോൺ ഗ്രാറ്റ ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട രണ്ടുപേരായിരുന്നു. ഇവര് പിന്നെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട രണ്ടുപേരായിരുന്നു. അവർ രണ്ടുപേരും കേരളത്തിൽ വരികയും കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അവരെ കേരളം മുഴുവൻ കൊണ്ടു നടക്കാനുള്ള അവസരം ഒരുക്കിയതും ഒക്കെ അന്നത്തെ ഏറ്റവും വലിയ വാർത്തകളാണ്. അതിന്റെയൊക്കെ പിന്നിൽ വാസ്തവത്തിൽ കരുണാകരനെതിരായിട്ടുള്ള വാർത്തകൾ, പോലീസിനകത്തെ വാർത്തകളുടെ പ്രധാനപ്പെട്ട സ്രോതസ് കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു. അതിലെ ഈ പറഞ്ഞ പോലെ ഈ വിഭാഗക്കാർ തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട സോഴ്സസ്. അന്ന് കരുണാകരൻ, അപ്പൊ അത് സത്യമല്ലാത്ത വാർത്തകളല്ലെങ്കിലും അന്ന് ഭരണത്തിൽ നടന്ന എല്ലാ വൃത്തികേടുകളും പുറത്തു കൊണ്ടുവരുന്നതിൽ എല്ലാ കാലത്തും, ഇതിനു ശേഷം 96 നമുക്കറിയാമല്ലോ, ISRO കാലത്തും ഇവരല്ലേ ഏറ്റവും കൂടുതൽ സഹായം ചെയ്തത്. അന്നത്തെ പ്രതിപക്ഷമോ ഇടതുപക്ഷമോ അല്ല, വാസ്തവത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ കരുണാകരന്റെ വിരുദ്ധപക്ഷമാണ് കരുണാകരന്റെ എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും പുറത്തു കൊണ്ടുവന്നേറ്റും. അപ്പൊ ഇങ്ങനെ അന്ന് ഏറ്റവും അധികം സർക്കാർ, വാസ്തവത്തിൽ ആ സർക്കാരിന്റെ പ്രത്യേകത എന്നുള്ള, കേരളം കണ്ട 5 വർഷം പൂർത്തിയാക്കിയ ആദ്യത്തെ സർക്കാരാണ് 82 മുതൽ 87. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ആ സർക്കാരിന്റെ കാലം മുഴുവൻ ഇങ്ങനെയുള്ള ചീത്തപ്പേരുകളും പിന്നെ അഴിമതി ആരോപണങ്ങളും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുടെയും ചേരിപ്പോരുകളുടെയും പോരുകളുടെയും ഒക്കെ കേളി രംഗമായിരുന്നു ആ സർക്കാർ. ആ പത്രങ്ങൾക്ക് അങ്ങ് സുഖമായ കാലം. കഥ ഏറ്റവും കൂടുതൽ എല്ലാ ദിവസവും ഇതുപോലെ വലിയ വൃത്തികേടുകളുടെ കഥകളുമായിട്ടാണ് ഇറങ്ങുന്നത്. അപ്പൊ 82 അതിനുശേഷമാണ് വാസ്തവത്തിൽ 87-91 വലിയൊരു ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ 87 പോലത്തെ കാരണം ഇത്രയും വൃത്തികേടുകളും കുഴപ്പങ്ങളും അഴിമതിയും അരാജകത്വവും നടപാടിയ ഒരു 5 വർഷത്തിന് ശേഷം 87 നായനാർ മുഖ്യമന്ത്രിയാവുകയും നായനാർ പിന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തു. അത് കഴിഞ്ഞ് ടി.കെ. രാമകൃഷ്ണൻ, എനിക്ക് തോന്നുന്നു അതിന് ശേഷമുള്ള നായനാർ സർക്കാരിന്റെ കാലത്താണ് ടി.കെ. രാമകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത സർക്കാരിന്റെ വീണ്ടും അദ്ദേഹം ആവുന്നുണ്ടല്ലോ. അപ്പോ ഈ കാലഘട്ടത്തിലൊക്കെ ഈ പറഞ്ഞ പോലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 87-91 താരതമ്യം. അപ്പൊ പക്ഷെ ഇടതുപക്ഷത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ 87-91 ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചാൽ അന്ന് ഈ സർക്കാരില് വാസ്തവത്തിൽ താരതമ്യേന ആരോഗ്യകരമായ നിയന്ത്രണം പാർട്ടിക്ക് ഉണ്ടായിരുന്നു. കാരണം പാർട്ടി 57 ഗവൺമെന്റിനെതിരായിട്ട് വന്ന അന്ന് സെൽ ഭരണമായിരുന്നു. കാരണം കമ്മ്യൂണിസ്റ്റുകാരാണ് പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത് എന്നൊരു ആരോപണം വന്നു. പ്രധാനപ്പെട്ട തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ ലോക്കൽ സെക്രട്ടറി, അന്നത്തെ വളരെ കുപ്രസിദ്ധമായ ഒരു കത്തുണ്ട്, ലോക്കൽ സെക്രട്ടറി സഖാവ് കൊച്ചു ചേർക്കന്റെ നിർദ്ദേശം, ആ പ്രശ്നം, ആ അവാദി, ഈ പ്രതിയും ഇന്നടത്തെത്തണം, ഞാൻ പരിഹരിച്ചു കൊടുക്കും. ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്, അദ്ദേഹമാണ് പരിഹരിക്കുന്നത്. അങ്ങനെയാണ് ആ സെൽ സെക്രട്ടറി
കൊച്ചു ചെറുക്കൻ എന്നാണ് ഒപ്പിട്ടേക്കുന്നത്. അതൊരു കുപ്രസിദ്ധമായിട്ടുള്ള ഒരു കത്താണ്. അപ്പോ പക്ഷേ 87-91 കാലത്തിന്റെ ആർക്കാ എഴുതിയത് വ്യത്യാസമായപ്പോഴേക്കും കത്ത്? ആർക്കാ വ്യത്യാസം എഴുതി? എന്താണെന്ന് വെച്ചാൽ ആ കത്ത് ആർക്കാണ് എഴുതിയത്? അതായത് അന്ന് ആ ക്രൈമിൽ പെട്ടു എന്ന് ആരോപിക്കപ്പെടുന്ന വാദിക്കും പ്രതിക്കും ആ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ആ പ്രശ്നം തീർക്കാൻ വേണ്ടി കത്തെഴുതുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൽ സെക്രട്ടറി ആയ OK കൊച്ചുചെറുക്കനാണ്. ഈ കൊച്ചുചെറുക്കന്റെ കത്താണ്. അപ്പൊ എന്ന് വെച്ചാൽ അന്നത്തെ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് പാർട്ടിയാണെന്നുള്ള ആരോപണത്തെ ശക്തിപ്പെടുത്താനുള്ള ഏറ്റവും വലിയ തെളിവായിരുന്നു ഈ അന്നത്തെ കത്ത്. ഈ കത്തും കൊണ്ടാണ് അന്ന് പത്രങ്ങളിലൊക്കെ അന്ന് അന്നത്തെ പത്രങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരാണ്. വിമോചന സമരം കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പൊ അതാണ് പോലീസിന്റെ സെൽ ഭരണം. സെൽ ഭരണം എന്നുള്ള വാക്ക് അന്നാണ് ഉണ്ടാകുന്നത്. സെൽ ഭരണം പറഞ്ഞാൽ പാർട്ടി സെല്ലാണ്. പാർട്ടി സെൽ പറഞ്ഞാൽ പാർട്ടിയുടെ ചെറിയ യൂണിറ്റ്. അതുകൊണ്ട് പോലീസിൽ സെൽ ഭരണം ഏർപ്പെടുത്തി എന്നുള്ളതാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആരോപണം ഉണ്ടായിരുന്നത്. അവസാനം ക്രമസമാധാന നില വഷളായി എന്നുള്ളതിന്റെ പേരിലാണല്ലോ സർക്കാരിനെ പിരിച്ചുവിടുന്നത് പോലും. അപ്പൊ അതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സഖാക്കളാണ് ഭരിക്കുന്നത്. അന്ന് പ്രധാനപ്പെട്ട സംബന്ധിച്ച് ഈ പറഞ്ഞതിലൊക്കെ ഒരു പരിധിവരെ ശരിയുണ്ട്, ഒരു പരിധിവരെ എല്ലാം എക്സാജറേറ്റഡ് ആണ്. കാരണം അന്ന് വരെ അധികാരത്തിന്റെ അയൽവക്കങ്ങളിൽ പോലും പ്രവേശനമില്ലാതിരുന്ന അതിസാധാരണക്കാരായ ജനങ്ങൾ അന്ന് ആദ്യമായിട്ട് ഇടതുപക്ഷ സർക്കാർ വന്നതോടുകൂടി അധികാരത്തിന്റെ ചെറിയ രുചിയും അധികാരത്തിലേക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ ഒരു അംഗീകാരം ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ കയറാൻ പോയിട്ട് അതിന്റെ സമീപത്തെങ്കിലും പോകാൻ പറ്റാതിരുന്ന പാവപ്പെട്ട പട്ടികജാതി വിഭാഗക്കാരും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള അതിസാധാരണക്കാരായ ജനങ്ങൾക്ക് അന്ന് അധികാരം ആദ്യമായി ലഭിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് സഹിക്കാൻ വയ്യാത്ത ഒരു വലിയ വിഭാഗം വിഭാഗം ഉണ്ടായിരുന്നതാണ് ഈ ബഹളത്തിനൊക്കെ കാരണം. അതിനർത്ഥം മറുപക്ഷം വളരെ നിഷ്കളങ്കരായിരുന്നില്ല. ഒരുപക്ഷെ അധികാര പ്രയോഗം, കാരണം ആദ്യമായിട്ട് അധികാരം ലഭിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ 87-91 സർക്കാരിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്നും പാർട്ടിക്ക് കാര്യമായ നിയന്ത്രണം ഉണ്ടായിരുന്നു. അന്ന് VS അച്യുതാനന്ദനായിരുന്നു പാർട്ടി സെക്രട്ടറി. അന്ന് ഈ ഗ്രൂപ്പ് വഴക്കും മറ്റും പാർട്ടിയിൽ ആദ്യത്തെ ഗ്രൂപ്പ് വഴക്കറിയാമല്ലോ. ഇത് ഔദ്യോഗിക വിഭാഗവും VS വിഭാഗവും തമ്മിലുള്ള ആണ് ആദ്യത്തെ വഴക്ക്. അതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടമാണ് 87-90 പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷമാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാണെന്ന് ആഗ്രഹം വരുന്നതും അദ്ദേഹം പാർട്ടിക്കകത്ത് ആ ഗ്രൂപ്പുമായിട്ട് വഴക്കാവുന്നു. പിന്നത്തെ എല്ലാം ചരിത്രമാണ്. ഭയങ്കരമായ വഴക്കുകളുടെയും വിവാദങ്ങളുടെയും ആണ് 91-92 കോഴിക്കോട് സമ്മേളനമൊക്കെ അങ്ങനെയാണ് നടന്ന വലിയ അടിപിടി നടന്ന കാലമാണ്. പക്ഷെ ആ സർക്കാർ 87-91 എന്ന് പറഞ്ഞ സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത സർക്കാരും ഈ ജില്ലാ കൗൺസിൽ ഏർപ്പെടുത്തി. ജില്ലാ കൗൺസിൽ ഇലക്ഷൻ, അതായത് 91-ലോ മറ്റാണ് ജില്ലാ കൗൺസിൽ. ആ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ എല്ലാ ജില്ലയും, മലപ്പുറം ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലയും ഇടതുപക്ഷം കൈക്ക്. ആ ധൈര്യത്തിലാണ് സർക്കാർ അല്പം നേരത്തെ പിരിച്ചുവിട്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് ഫേസ് ചെയ്ത് നമുക്ക് വീണ്ടും അധികാരത്തിൽ വരാമെന്ന് ഉറപ്പാക്കിയ കാലത്താണ് രാജീവ് ഗാന്ധിയുടെ അസാസിനേഷൻ നടക്കുന്നത്, വധം നടക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് വാസ്തവത്തിൽ അന്ന് ഇടതുപക്ഷം രണ്ടാമത് അധികാരത്തിൽ വരാതിരുന്നതിന്റെ കാരണം. 92-96 വീണ്ടും കരുണാകരൻ അധികാരത്തിലേക്ക് വരികയും കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരികയും പിന്നെ ആ 92-96 ആഭ്യന്തര വകുപ്പ് വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്കും വലിയ കുഴപ്പങ്ങളിലേക്കും ചാടുന്ന ISRO കേസോടുകൂടിയാണ്. ISRO കേസിന്റെ ചാരക്കേസിന്റെ അടിയിലുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നം കരുണാകരനും ആ ISRO ചാരക്കേസിലെ കുറ്റാരോപിതനായിരുന്ന, ആ കേസുമായിട്ട് ബന്ധമുണ്ടെന്ന് ആരോപിതനായിരുന്ന IG ആയിരുന്ന രമൺ ശ്രീവാസ്തവയും തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ ഈ രമൺ ശ്രീവാസ്തവയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ISRO കേസ് മുഴുവൻ മൂടിവെക്കുന്നു കരുണാകരൻ എന്നുള്ളതായിരുന്നു ഈ ISRO കേസിന്റെ പൊളിറ്റിക്കൽ ഫോളോ ഔട്ട്. രാഷ്ട്രീയമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളുണ്ടായി. വാർത്തകളിൽ വരുന്നത് ഇപ്പോഴാണോ, ഈ സമയത്താണോ രമൺ ശ്രീവാസ്തവ അതിനു മുമ്പ് ഇങ്ങനെ ഒരു വലിയ വിവാദത്തിലേക്ക് കടന്നു വരുന്നത് അപ്പോഴാണ്. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം ഈ കരുണാകരന്റെ ആളാണ്. കരുണാകരന്റെ വീട്ടിലെ ഏറ്റവും വലിയ സേവകന്മാരിൽ ഒരാളാണ്. 82-87 കാലത്ത് മുതൽ, ഈ ആദ്യത്തെ സർക്കാരിന്റെ കാലം മുതൽ കരുണാകരന്റെ ഏറ്റവും പ്രിയപ്പെട്ട അന്നത്തെ യുവ പോലീസ് ഓഫീസറാണ് അദ്ദേഹം. അതിൽ രമൺ ശ്രീവാസ്തവയാണ് ഏറ്റവും വലിയ അടുപ്പകാരൻ. അപ്പൊ കരുണാകരൻ അദ്ദേഹത്തിന് ഈ എയർപോർട്ടിന്റെ ചുമതലയുണ്ട്, എയർപോർട്ട് സെക്യൂരിറ്റിയുടെ ചുമതല. അതുകൊണ്ട് വിമാനത്താവളത്തിലും മറ്റും കരുണാകരന് വലിയ ധാടിയോടുകൂടി വരാനും സ്വീകരണം ഒരുക്കാനും. അന്നാണ് ആ പോലീസ് ഭരണത്തിന്റെ ഈ സിംബോളിക് പവർ ഉണ്ടല്ലോ, മുമ്പിലും പുറകിലും പോലീസ് വലിയ പോലീസ് ബഹളം ഉണ്ടാക്കുന്നു. ഈ വെങ്കടാചലം എനിക്ക് നല്ല ഓർമ്മയുണ്ട് വ്യക്തിപരമായിട്ട് തന്നെ. ഒരു ദിവസം ഈ കരുണാകരന്റെ കാറ് പുറകിൽ വരുന്നത്, അപ്പൊ ഞാൻ എന്റെ വാഹനമായിട്ട് പോവാണ് സൈഡിൽ കൂടെ. അപ്പോ ഒരല്പം എന്തോ സൈഡ് വേണ്ട പോലെ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പിലുള്ള ഒരു പോലീസ് കാറിൽ നിന്ന് ഒരാള് വെളിയിലേക്ക് ഇറങ്ങി വന്ന് പച്ച തെറി നോക്കിയപ്പോ സ്വാമി, അതായത് വെങ്കടാചലം എന്നെ തെറി പറയുകയാണ്. കാരണം ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞിട്ടൊന്നുമല്ല, തെറി പറയാണ്. മാറി നിൽക്കടാ, ഇത്രയും മാറി
ഞാൻ പറഞ്ഞ അങ്ങനെയാണ് സാധാരണ ജനങ്ങളുടെ പുറത്ത് കുതിര കയറുന്നതിന് ഒരു വലിയ ലൈസൻസ് പോലീസ് നൽകുന്നത് കരുണാകരൻ. ആ കരുണാകരന്റെ ഭരണകാലത്ത് അപ്പൊ 92-ൽ വീട് വന്നപ്പോൾ വീട്, പിന്നെ മാത്രമല്ല അദ്ദേഹം പിന്നീട് ഈ ഗ്രൂപ്പ് വഴക്കില് ഏക്കാരെ ഒതുക്കാൻ അദ്ദേഹം ഏറ്റവും ഉപയോഗിച്ചതും പോലീസുകാരെയാണ് കരുണാകരൻ. അങ്ങനെയാണോ ഈ കരുണാകരൻ ഈ ഏക്കാരെ എല്ലാ കാലത്തും ഉണ്ട്. CPM-ൽ ഇന്ന് അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതിലൊക്കെ ഈ ചില ഇതുപോലത്തെ ചില സാധ്യതകളുണ്ട് പോലീസുകാരെ ഉപയോഗിക്കുന്നതിലൊക്കെ. പക്ഷെ 96-ലെ സർക്കാർ 92-96-ലെ സർക്കാർ വന്നപ്പോഴേക്കും, അല്ലെങ്കിൽ 91 കഴിഞ്ഞപ്പോഴേക്കും, 96-ലെ സർക്കാർ വന്നപ്പോഴേക്കും വീണ്ടും ഈ കരുണാകരൻ കൂടുതൽ ശക്തനായെന്ന് മാത്രമല്ല, അദ്ദേഹം വാസ്തവത്തിൽ അന്ന് ഏക്കാരുമായിട്ടുള്ള യുദ്ധം അങ്ങേയറ്റം വീണ്ടും ആവർത്തിക്കുക ചെയ്തത്. അപ്പോഴാണ് ISRO കേസ് എന്നുള്ളത് ഒരു നിധി പോലെ വീണ് കിട്ടുന്നത് ഏക്കാർക്ക്. അവരത് ആന്റണി ഗ്രൂപ്പുകാര് അവര് സുഖമായിട്ട് ഉപയോഗിക്കുക. അപ്പോഴേക്കും എയുടെ ശക്തി വീണ്ടും ദുർബലമായിരുന്നു. കാരണം ആന്റണി ഈ വയലാർ രവി അപ്പോഴേക്കും കാലുമാറി കരുണാകരന്റെ ഒപ്പം ചേർന്നു. അതോടുകൂടി എയുടെ ഏറ്റവും ശക്തനായ നേതാവ് പോയി. ആന്റണി അതോടുകൂടി സങ്കടപ്പെട്ട് അദ്ദേഹം കേന്ദ്രത്തിലേക്ക് പോയി. കേരളം വിട്ടുപോയി. പിന്നെ അദ്ദേഹം അതിനകം ഇതൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ഈ 94-ല് ഈ ISRO കേസ് പൊട്ടിപ്പുറപ്പെടുന്നത്. ISRO കേസ് പൊട്ടിപ്പുറന്നതോടുകൂടി ഈ കരുണാകരനെ ഒതുക്കാനുള്ള ഒരു ഒന്നാന്തരം അവസരമായിട്ട് ഇത് ഏക്കാര് കാണും. അപ്പോഴേക്കും ആന്റണി കേന്ദ്രത്തിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. പിന്നെ അയാൾ പോയി രാജീവ് ഗാന്ധി തന്നെ അദ്ദേഹത്തിനെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ജനറൽ സെക്രട്ടറി ആക്കി. രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ നരസിംഹറാവു അദ്ദേഹത്തിന്റെ രാജ്യസഭാ മെമ്പറും മന്ത്രിയും ഒക്കെ ആക്കി അവിടെ ഇതാണ്. പക്ഷെ അദ്ദേഹം അവിടെ മറ്റേ പഞ്ചസാര കുംഭകോണം കേസിലും മറ്റും പ്രശ്നം ഉണ്ടായതിന്റെ പേരിൽ പഞ്ചസാര കുംഭകോണം അല്ല മറ്റേ അദ്ദേഹത്തിന് ഒരു കേസ് വന്ന് അദ്ദേഹം അതിൽ നിന്ന് രാജിവെച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത സമയത്താണ് ഈ 94-ലെ ഈ ISRO കേസ്. ഇത് ആന്റണി ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി അതിശക്തമായിട്ട്, കാരണം വയലാർ രവി അപ്പോഴേക്കും അപ്പുറത്ത് പോയിരുന്നു. ഉമ്മൻചാണ്ടിയാണ് എയുടെ കേരളത്തിലെ നേതൃത്വം ഏറ്റത്. അദ്ദേഹം കരുണാകരനെതിരെ വമ്പിച്ച പിന്നെ ആക്രമണം അഴിച്ചുവിട്ടു. ISRO കേസിൽ രമൺ ശ്രീവാസ്തവയെ കൊണ്ട് മറ്റു പോലീസുകാരെ കൊണ്ട് ഏക്കാരെ ഒതുക്കുന്നതിന്റെ വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് രമൺ ശ്രീവാസ്തവയാണ് ഇതിന്റെ പിന്നിൽ. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ നേതൃമാറ്റം എന്ന ഡിമാൻഡ് അങ്ങനെയാണ് ഉമ്മൻചാണ്ടി വെക്കുന്നതും. പിന്നെ അറിയാം 96 ആയപ്പോഴേക്കും ഈ ഘടകകക്ഷികൾ മുഴുവൻ ആന്റണി കോൺഗ്രസിന്റെ കൂടെ ഉമ്മൻചാണ്ടിയുടെ കൂടെ കൂടി. മുസ്ലിം ലീഗ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. കേരള കോൺഗ്രസ് മാണി അതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചു. ആകെ ഇപ്പുറത്ത് കിട്ടിയത് MV രാഘവൻ മാത്രമാണ് കരുണാകരന്റെ കൂടെ നിന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. NDP എന്ന് പറഞ്ഞ ആ പാർട്ടി ഉണ്ടായിരുന്നു, അവരും കുറച്ച് ആൾ കരുണാകരന്റെ കൂടെയൊക്കെ നിന്നു. പക്ഷെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളായ കേരള കോൺഗ്രസും മുസ്ലിം ലീഗിന്റെ സപ്പോർട്ട് കൂടി ആന്റണി കോൺഗ്രസുകാരെ കരുണാകരനെ അട്ടിമറിക്കുകയും AK ആന്റണിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തതാണ്. അതും ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ആഭ്യന്തര വകുപ്പിൽ ഉണ്ടായ പ്രശ്നങ്ങളുമാണ് ആ മാറ്റങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വെച്ച്. പോലീസിനെ ഏറ്റവും മോശമായി ഉപയോഗിച്ച, ഏറ്റവും വളരെ വഷളാക്കി തീർത്ത ഒരു കാലമായിരുന്നു അതും. അതൊന്നും സംശയമില്ല. അപ്പൊ കേരളം ഇതെല്ലാം കണ്ടു തുടങ്ങിയിട്ട് കാലം കുറെ ആയി എന്നുള്ളത് കൂടെ പറയും. 90 ആ സർക്കാരിന്റെ കാലത്ത് വന്നു. പിന്നെയാണ് വേറെ മാറ്റങ്ങൾ. ഈ KM മാണി എന്ന ആഭ്യന്തരമന്ത്രിയെ പറ്റി പറയാൻ മറന്നുപോയോ അതിനിടയ്ക്ക്? KM മാണിയുടെ ആഭ്യന്തര അതൊരു വളരെ ചെറിയ കാലത്ത് മാത്രമല്ല. എനിക്ക് തോന്നുന്നത് പിന്നെ ഇവരുടെ ഈ 3 പേര് മാത്രം മന്ത്രിയായിരുന്ന പിന്നെ CH മുഹമ്മദ് കോയയും അതൊരു വളരെ വളരെ ഹ്രസ്വമായ ഒരു കാലമായിരുന്നു. അതിനകത്ത് യാതൊരു സംഭവങ്ങളും പ്രത്യേകിച്ച് പറയാൻ ചീത്തപ്പേരുണ്ടാക്കാനുള്ള ഒരു സമയം ഉണ്ടായിട്ടില്ല, സാവകാശം ഉണ്ടാക്കിയില്ല, നല്ല പേരും ഉണ്ടാക്കിയില്ല, ചീത്തപ്പേരും. അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു കൃത്രിമ അവസ്ഥയായിരുന്നു. കാരണം അത് പിന്നെ CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി ഇവര് 3 പേര് മാത്രമുള്ള ഒരു സർക്കാർ. അത് വളരെ വളരെ ഹ്രസ്വമായുള്ള സംഗതിയായിരുന്നു. അത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വരുന്നത് TK രാമകൃഷ്ണന്റെ കാലത്താണ്. TK രാമകൃഷ്ണൻ വരുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് പിന്നെ ഉണ്ടായ അപ്പോഴേക്കും അപ്പൊ വീണ്ടും പാർട്ടിക്കകത്ത് വാസ്തവത്തിൽ TK രാമകൃഷ്ണൻ ഒരു വളരെ സാത്വികരായിട്ടുള്ള, വളരെ സംസ്കാര സമ്പന്നനായിട്ടുള്ള, വളരെ ശാന്തരൂപിയായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാവുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഒരിക്കലുമില്ല. അദ്ദേഹം ഒരു സംസ്കൃത വിദ്വാൻ, വളരെ സാധുവായിട്ടുള്ള മനുഷ്യൻ, വളരെ ഗംഭീരനായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ്, നേതാവാണ്, ഒക്കെ ശരിയാണ്. ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ള നേതാവാണ്. പക്ഷെ അദ്ദേഹം നമ്മൾക്കൊരു ആഭ്യന്തര മന്ത്രി എന്ന് വെച്ചാൽ കരുണാകരനെ ഒക്കെയാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. എല്ലാത്തിനും എന്തിനും എന്തിനും തയ്യാറായിട്ടുള്ള. അവിടെ നിന്ന് ഒരു വലിയ മാറ്റമായിരുന്നു ശ്വാസത്തിൽ TK രാമകൃഷ്ണൻ കുറച്ച് നാൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ. പക്ഷെ അപ്പൊ ഒക്കെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ
CPM-ന്റെ ഒരു പ്രത്യേകത വെച്ചാൽ CPM-ൽ ഈ പറഞ്ഞ പോലെ പാർട്ടി ചില രാഷ്ട്രീയ കാര്യങ്ങളിലും മറ്റു പാർട്ടിയുടെ നിയന്ത്രണം ഒരു പരിധി വരെ CPM-ല് ഈ ആഭ്യന്തരമന്ത്രിമാർക്ക്, ആഭ്യന്തര വകുപ്പിന്, സർക്കാരിന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ വഷളായതിന്റെ കാരണം, ഇത്രയും മോശമായതിന്റെ ഇപ്പൊ സ്വതന്ത്ര പോലീസ് എന്ന് പറയുന്നുണ്ടല്ലോ, നല്ലതോ ചീത്തയോ പാർട്ടി ഇടപെടുന്നതും നിയന്ത്രിക്കുന്നതും? അല്ല, അത് വാസ്തവത്തിൽ അത് നല്ലതും ചീത്തയും തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. അല്ലെങ്കിൽ അതിന്റെ അതിന്റെ പ്രായോഗികതയിൽ നല്ലത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പരിധി വരെ നല്ലതാണ്. കാരണം ഒരു ആഭ്യന്തര മന്ത്രിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ മാത്രമായിട്ട് കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് നടപ്പാക്കുന്ന ഒരു അധികാര വ്യവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടി ഒരു ബാലൻസ് ഓഫ് പവർ. കാരണം പാർട്ടി എന്ന് പറഞ്ഞാൽ ഇതൊരു ലക്ഷക്കണക്കിന് പേരുള്ള പാർട്ടിയാണ്. ലക്ഷക്കണക്കിന് പേരുടെ പ്രതിനിധികൾ കമ്മിറ്റികളിലൂടെ കടന്നു വന്ന് അവരുടെയൊക്കെ നിയന്ത്രണം. ഇപ്പൊ വാസ്തവത്തിൽ അത് ഒരു പരിധി കടന്നാൽ അത് വലിയ അപകടമാണ്. കാരണം പാർട്ടിക്ക് ഒരു കാരണവശാലും പാർട്ടിയുടെ തെറ്റായ കാര്യങ്ങൾ ന്യായീകരിക്കാനും അതിനെ നടത്തിയെടുക്കാനും ഒക്കെയുള്ള രീതിയിലേക്ക് പോകുമ്പോൾ അത് തീർച്ചയായിട്ടും അപകടകരമാണ്. അല്ലാതെ ഒരു ആരോഗ്യകരമായ ഒരു അവസ്ഥയിൽ ഒരു രീതിയിൽ ഇത് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. ഒരു പൊളിറ്റിക്കൽ കൺട്രോൾ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പോലീസ് എന്ന് പറയുന്നത് ബൈ ഇറ്റ് സെൽഫ് ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് ടോർച്ചറാണ്, ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് റിപ്രഷനാണ്, ഒരു മർദ്ദനോപകരണമാണ് എന്ന് പറയുന്നത്. പക്ഷെ അതിനെ ജനാധിപത്യവൽക്കരിക്കുന്നത്, അതിനെ ജനകീയവൽക്കരിക്കുന്നത് ഒക്കെ അതിനെ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണ്. അതുകൊണ്ടാണ് പൊളിറ്റിക്കൽ കൺട്രോൾ ഓഫ് പോലീസ് ഉണ്ടായിരുന്നു. അത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഘട്ടമുണ്ട്. അത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അപകടകരമാണ്. പക്ഷെ അങ്ങനെ പോവാതിരുന്ന ഒരു കാലം ആയിരുന്നു ഈ ഇടതുപക്ഷത്തിന് ഇതിനു മുമ്പുണ്ടായിരുന്ന കാലം. തീർച്ചയായിട്ടും പോലീസ് പാർട്ടി ഭരിക്കുകയാണ്, പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ പോലും ഇപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു തിരിച്ചറിവും ഒരു നിയന്ത്രണവും അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഈ ആദ്യത്തെ കാലത്തെ പറഞ്ഞാൽ നായനാരുടെ അച്യുതാനന്ദന്റെയും കാലത്ത് ഈ ഒരു ബാലൻസ് ഗുണം ചെയ്തിട്ടുണ്ട്. പാർട്ടിയുടെ ഒരു ഇടപെടലും നയങ്ങളും ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പല സ്ഥലത്തും ചില ദോഷങ്ങളും കുഴപ്പങ്ങളും ഒക്കെ അമിതമായിട്ടൊക്കെ പോയതൊക്കെ ഉണ്ടാവും. പക്ഷെ പൊതുവെ അത് പറഞ്ഞു വരുന്നത് അത് പാർട്ടി ആയിട്ടോ അല്ലെങ്കിൽ നായനാരായോണ്ടോ അച്യുതാനന്ദനായതുകൊണ്ടോ മാത്രമല്ല, അത് ജനാധിപത്യത്തിന്റെ ഗുണമാണ്. ജനാധിപത്യത്തിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ എന്താ? അഭിപ്രായ സമന്വയത്തിന്റെ സാധ്യതകളാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയാണ് ജനാധിപത്യത്തിന്റെ ഗുണം. അപ്പൊ ഈ പൊളിറ്റിക്കൽ ബാലൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റുകൾ ഒരു പരിധിവരെ കണ്ടെത്തും. എല്ലാ അധികാരങ്ങളും ഒരാളിൽ കേന്ദ്രീകരിക്കുമ്പോഴാണ് അമിതാധികാരികൾ ഉണ്ടാകുന്നത്, സ്വേച്ഛാധികാരികൾ ഉണ്ടാകുന്നത്, ഫാസിസ്റ്റുകൾ ഉണ്ടാകുന്നത്. എങ്ങനെ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി കേരളത്തിൽ കരുണാകരൻ, അല്ലെങ്കിൽ വിദേശത്ത് പോവാണെങ്കിൽ ജർമ്മനിയിൽ എങ്ങനെ ഹിറ്റ്ലർ ഉണ്ടായി, അല്ലെങ്കിൽ ഇറ്റലിയിൽ മുസോളിനി ഉണ്ടായി, സോവിയറ്റ് യൂണിയനിൽ എങ്ങനെ സ്റ്റാലിൻ ഉണ്ടായി. ഇതെല്ലാം അമിതാധികാരം വരുമ്പോഴേക്കും ഇവിടെ ജനാധിപത്യമില്ല. പോലീസായാലും പട്ടാളമായാലും എല്ലാം ആ നേതാവിന്റെ ഇഷ്ടം പോലെ ഭരിക്കുന്ന ഒരു കാലം വരുന്നു. അങ്ങനെ പാർട്ടിയിലും പാർട്ടിയുടെയും ഗവൺമെന്റിലും തമ്മിലുള്ള ആരോഗ്യകരമായ ബന്ധം അവസാനിച്ചതിന്റെയും പാർട്ടിക്കുള്ളിൽ പിണറായി വിജയനിലേക്ക് എല്ലാ അധികാരവും കേന്ദ്രീകരിക്കുകയും ചെയ്ത അന്നു മുതലാണ് വാസ്തവത്തിൽ ഇത് ഏറ്റവും മോശമായി തുടങ്ങിയത്. കമ്മ്യൂണിസ്റ്റുകാരുടെ കാലത്ത്, ഞാൻ പറഞ്ഞ എതിരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കാലത്ത് പോലീസ് മോശമായതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ ഒരു 8 വർഷത്തെ ചരിത്രം എടുക്കുകയാണെങ്കിൽ പാർട്ടിക്കുള്ളിൽ അമിതാധികാര കേന്ദ്രീകരണം ഉണ്ടായി എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് പാർട്ടിക്ക് ഈ ഗവൺമെന്റിലുണ്ടായിരിക്കുന്ന ഒരു ആരോഗ്യകരമായ നിയന്ത്രണം പോലും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത്. ഇന്നിപ്പോ നമ്മൾ ഈ സർക്കാരിനെ പറ്റി പറയുന്ന എല്ലാ കുഴപ്പങ്ങളുടെയും അടിയിൽ ഈ ഒരു അമിതാധികാര കേന്ദ്രീകരണത്തിന്റെ ഫലമാണ്. അത് വ്യക്തികളുടെ കുഴപ്പം എന്നുള്ളതിന്റെ അപ്പുറത്ത് ഇങ്ങനെ ചിലയുള്ള ഫാക്ടേഴ്സ്, ഇങ്ങനെയുള്ള ചില ഇഷ്യൂസ്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ സർക്കാർ ഇപ്പൊ അലന്റെ താഹയുടെ കാര്യത്തിലും മാവോയിസ്റ്റുകളെ കൊന്നതൊക്കെ ഈ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ. അപ്പൊ ഇത് തുടരുകയാണെന്ന് മാത്രമല്ല, ഇതെല്ലാം ന്യായീകരിക്കാം, വളരെ വലിയ തോതിൽ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വാസ്തവത്തിൽ അതിനൊരു പാർട്ടിക്ക് യാതൊരു നിയന്ത്രണമില്ല. ഒരു പക്ഷേ കോടിയേരി ബാലകൃഷ്ണന്റെ കാലത്ത്
ഇതിലും ഭേദം. ഇപ്പൊ കാര്യങ്ങളെല്ലാം ഓരോ കൂടുതൽ വഷളാകുമ്പോഴോ ഇന്നലെ കുറച്ച് ഭേദമായിരുന്നു എന്ന് തോന്നുന്ന പോലെ ഉള്ള റിലേറ്റീവ് ആയിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ കോടിയേരി ബാലകൃഷ്ണന് പിന്നെ നിയന്ത്രണം 8 ഉണ്ടാവും. വർഷമൊക്കെ പക്ഷെ കഴിയണം ഓരോ ഒരു തിരുത്തൽ വരാൻ. 8 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു തിരുത്തൽ വരിക. ഇപ്പൊ അലന്റെയും താഹയുടെയും കേസും മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്ന കേസൊക്കെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ഒരു വർഷത്തിനുള്ളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണല്ലോ. മാവോയിസ്റ്റുകളുടെ പിന്നെ ഏറ്റുമുട്ടൽ കൊലയൊക്കെ നടക്കുന്നത്. അപ്പോ അതെ, അത് 8 വർഷം കഴിഞ്ഞിട്ടാണോ തിരുത്തുക? അപ്പൊ പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, വിലയിരുത്തലുകൾ നടക്കും. അതെന്തുകൊണ്ട് ഇല്ല, നടക്കുന്നില്ല? അത് നടന്നിട്ടില്ല. അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ അടിയിലുള്ള പ്രധാനപ്പെട്ട കാരണം. കാരണം സർക്കാർ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത് 8 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ ശക്തി സമ്പൂർണമായത് 8 വർഷമല്ല, 2004 മുതൽ തന്നെ നമ്മൾ കാണുന്നതാണ്. കാരണം 20 വർഷത്തോളമായിട്ട് ഈ പാർട്ടിയിൽ ആ, തീർച്ചയായിട്ടും ഒരു കടുത്ത വിഭാഗീയതയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയിൽ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത്. പക്ഷെ അതിന്റെ ഫലം എന്തായെന്ന് വെച്ചാൽ എല്ലാ ശക്തിയും എല്ലാ അധികാരവും ഒരാളിൽ കേന്ദ്രീകരിച്ചു. അപ്പൊ പാർട്ടി എന്ന് പറഞ്ഞ സംഘടനാപരമായി വിഭാഗീയത അവസാനിച്ചെങ്കിലും സംഘടനാപരമായി അതൊരു നിർജീവമായ അവസ്ഥയിലേക്ക് മാറി. അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം തുറന്നു പറയാൻ ശക്തിയില്ലാത്ത ഒരു 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 അടിമക്കൂട്ടമായി മാറിയത് വാസ്തവത്തിൽ കഴിഞ്ഞ 20 വർഷമാണ്. അപ്പൊ ഈ 8 വർഷത്തിൽ ഈ കഴിഞ്ഞ 8 വർഷം കൊണ്ട് നമ്മൾ കാണുന്ന ഈ പോലീസിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് പല രംഗങ്ങളിലും ഉണ്ടായിരിക്കുന്ന കുഴപ്പങ്ങളുടെയൊക്കെ ആധാരം വാസ്തവത്തിൽ ഈ പാർട്ടിയിലുണ്ടായ വിഭാഗീയതയ്ക്ക് ശേഷമുണ്ടായ കാലഘട്ടത്തിലുണ്ടായ അധികാര കേന്ദ്രീകരണത്തിന്റെ ഫലമാണ്. അപ്പോ മുഖ്യമന്ത്രി അദ്ദേഹം പിന്നെ 2016 അദ്ദേഹം മുഖ്യമന്ത്രി ആകുമ്പോഴേക്കും അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടാനാകാത്ത തലത്തിൽ ഒരു വലിയ ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ആ ആദ്യ വർഷം മുതൽ ഈ നടക്കുന്ന ഈ കുഴപ്പങ്ങൾ, ഈ കുറ്റങ്ങൾ, ഈ അലൻ താഹയുടെ കാര്യത്തിലായാലും മറ്റേ മാവോയിസ്റ്റുകളുടെ കാര്യത്തിലും ഒക്കെ ആർക്കും അഭിപ്രായ വ്യത്യാസം പറയുന്നില്ല. പാർട്ടിക്കുള്ളിൽ പോലും പറയുന്നില്ല. കാരണം അന്ന് കോഴിക്കോട് പാർട്ടി ആദ്യം അലൻ താഹയുടെ കാര്യത്തിൽ ഒരു നല്ല നിലപാട് സ്വീകരിച്ച ശേഷം പിന്നെ അക്ഷരമില്ല, അഭിപ്രായമില്ല. ചില നേതാക്കൾ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചു. തോമസ് ഐസക്കിനെ പോലെയുള്ള ഒരു ബേബി പോലുള്ളവരൊക്കെ അത് ചെയ്ത് ശരിയല്ല. ക്രമേണ ആ ശബ്ദമെല്ലാം നിശബ്ദവൽക്കരിക്കപ്പെടുക ചെയ്തു. യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ പോവുകയാണ് ചെയ്തത്. ആ രണ്ട് ചെറുപ്പക്കാർ അനുഭവിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് അനുഭവിച്ചത് എത്ര 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 ഭീകരമായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും മാവോയിസ്റ്റുകളെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു അധികാരം. പക്ഷേ 8 മരണം, 8 കൊലപാതകം, ഈ എൻകൗണ്ടർ ഡെത്ത്സിനെതിരായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിനെതിരായിട്ട് ശബ്ദം ഉയർത്തിയത്. ഇവിടെ അത് സംഭവിക്കുമ്പോൾ ചിലപ്പോൾ 1-2 പേർ സംഭവിക്കുന്ന ഇപ്പൊ എൻകൗണ്ടർ ഡെത്ത് ആണ് വാസ്തവത്തിൽ രാജനും വർഗീസിനും ഒക്കെ ഉണ്ടായത്. നമ്മുടെ ചരിത്രം മുഴുവൻ ആ കാര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ്. വർഗീസിനെ അടിയന്തര കാലത്ത് കാട്ടിൽ കൊണ്ടുപോയി എൻകൗണ്ടർ ഡെത്ത് നടത്തി ലക്ഷ്മണയ്ക്കെതിരെ ആണ് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെട്ട സംഭവമായിട്ട്. പക്ഷെ കഴിഞ്ഞ 8 വർഷമായിട്ട് ഇവിടെ നടക്കുന്ന ഇതുപോലത്തെ സംഭവങ്ങൾ നടന്നു പോവുകയാണ്. ഇതിനെയൊക്കെ ന്യായീകരിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ കാരണം ഞാൻ പറയുന്നത് ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും പാർട്ടിക്കുമുള്ള നിയന്ത്രണം പൂർണ്ണമായിട്ട് അവസാനിച്ചു. പിണറായി വിജയൻ ഒരു ക്രൂരനായതുകൊണ്ടല്ല. അതൊരു അധികാര സ്വഭാവമാണ്. അധികാരത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാനില്ല ആവാത്ത അധികാരം കൈയാളുന്ന എല്ലാവർക്കും വരുന്ന ഒരു, അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു വ്യക്തിപരമായിട്ടും ചില ആരോപണങ്ങളും ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേ മതിയാവും. ഈ ഇവിടെ ഒരു പോലീസ് നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചത് വാസ്തവത്തിൽ ഏത് തരത്തിലുള്ള പിന്തിരിപ്പൻ സർക്കാരുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള അങ്ങേയറ്റത്തെ സ്വേച്ഛാധിപത്യ സ്വഭാവമുള്ള സർക്കാരുകൾ മാത്രം ചെയ്യുന്ന ഒരു തരത്തിലുള്ള പോലീസ് നിയമമാണ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. മഹാരാഷ്ട്രയിലെ മക്കോക്ക എന്നൊക്കെ പറയുന്ന പോലെയുള്ള വലിയ ജനവിരുദ്ധ പോലീസ് നിയമം അത് ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. പിന്നെ ഇതുപോലെയുള്ള ഓരോ സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ പോലീസിനെ കയറൂരി വിടുന്നതിന്, അതുപോലെ പോലീസിന്റെ വീര്യം നഷ്ടപ്പെടുന്നു. അതൊരു ഇടതുപക്ഷ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പറയാൻ കൊള്ളാവുന്ന ഒരു വാചകമാണ്. പോലീസിനെ നിയന്ത്രിച്ചാൽ പോലീസുകാരുടെ വീര്യം കുറഞ്ഞു പോകുന്നത്. ഏറ്റവും വലിയ സ്വേച്ഛാധിപതികളായ ആൾക്കാർ മാത്രം പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനത്തെ ഒരു വാചകം. ഇതിന്റെയൊക്കെ കാരണം ഇതാണ്. ചോദ്യം ചെയ്യപ്പെടുന്നില്ല. പാർട്ടിക്കുള്ളിൽ ചോദ്യം വരുന്നില്ല, സർക്കാരിൽ ചോദ്യം വരുന്നില്ല, മുന്നണിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. 1996 ഈ ISRO കേസിൽ വാസ്തവത്തിൽ അത് രാഷ്ട്രീയമായിട്ടുള്ള അവസരവാദവും രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അന്നത്തെ ഘടകകക്ഷികൾ ഒന്നിച്ചു നിന്ന് ഇപ്പൊ നടക്കുന്ന ഈ അജിത് കുമാറിന്റെ പ്രശ്നങ്ങളുമായിട്ട് വളരെയധികം സാമ്യമുണ്ട്. രമൺ ശ്രീവാസ്തവയെ സംരക്ഷിക്കാനുള്ള അന്നത്തെ കരുണാകരന്റെ ശ്രമമാണ് അന്നത്തെ ഏറ്റവും വലിയ വാർത്ത. രമൺ ശ്രീവാസ്തവ കുറ്റവാളി അല്ലെന്ന്, ഈ ISRO ചാരക്കേസിൽ കുറ്റവാളി ഇല്ലെന്ന് തെളിയുന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഈ പോലീസ് സേനയിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള ശ്രമം ഇത് അതിര് കടന്നപ്പോഴാണ് അന്നത്തെ
ഭരണകക്ഷിയായിരുന്ന UDF-ലെ ഘടകകക്ഷികളെല്ലാം ചേർന്ന്, അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ശക്തികളെല്ലാം ചേർന്ന് നമ്മൾ അധികാരം തിരുത്തണം, മുഖ്യമന്ത്രി മാറണം, അങ്ങനെ മുഖ്യമന്ത്രി ഒഴിയണം എന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും കരുണാകരൻ രാജിവെക്കുകയും ആന്റണിയും അധികാരത്തിൽ വരികയും ചെയ്തു. ഇത് ജനാധിപത്യത്തിലെ ഒരു തിരുത്തൽ പ്രക്രിയയാണ്. പിന്നീട് രമൺ ശ്രീവാസ്തവ എവിടെയായിരുന്നു? പിന്നീട് രമൺ നിക്ഷിപ്തമായിട്ടുള്ള ശ്രീവാസ്തവയുടെ ഒരു ഗ്രോത്ത് എങ്ങനെയായിരുന്നു? അതാണ് അതിന്റെ സുനിത അതിൽ ഏറ്റവും വിചിത്രമായ കാര്യം. പിന്നീട് രമൺ ശ്രീവാസ്തവ പിന്നെ BSF-ലേക്ക് മാറി, BSF-ന്റെ തലവനായി മാറി. പിന്നീട് രമൺ ശ്രീവാസ്തവയ്ക്ക് ശാപമോക്ഷം നൽകിയത് ആരാണെന്നറിയാമോ? സാക്ഷാൽ പിണറായി വിജയൻ. രമൺ ശ്രീവാസ്തവയെ പോലെയുള്ള ഒരു അങ്ങേയറ്റത്തെ ഒരു തെറ്റായ കാര്യങ്ങളുടെ നായകൻ എന്ന് വിളിച്ചിരുന്ന രമൺ ശ്രീവാസ്തവയാണ് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ പോലീസ് ഉപദേശകൻ. ആലോചിച്ച് നോക്കൂ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, അമിതാധികാര കേന്ദ്രീകരണം എന്ന് മാത്രം പറഞ്ഞ പോലെ ഒരു വ്യക്തിപരമായ കുഴപ്പങ്ങളും അതിനകത്തുണ്ട്. കാരണം രമൺ ശ്രീവാസ്തവയെ പോലെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ എതിരാളിയാണ്. ഒരുപക്ഷെ പല കാരണങ്ങൾ, അതിനു മുമ്പ് പാലക്കാട് നടന്ന വെടിവെപ്പിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് അറിയാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ രമൺ ശ്രീവാസ്തവയെ പോലെ റിട്ടയർ ചെയ്ത അദ്ദേഹത്തിന്റെ സുഹൃത്താണ് രമൺ ശ്രീവാസ്തവ. അതുകൊണ്ട് അത് പിന്നെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലല്ല. പക്ഷെ അദ്ദേഹം റിട്ടയർ ചെയ്ത ഒരു രമൺ ശ്രീവാസ്തവ ഇങ്ങനെ കുപ്രസിദ്ധമായ ഒരു പശ്ചാത്തലമുള്ള ഒരുപാട് തെറ്റുകളുടെയും കരുണാകരന്റെ തെറ്റുകളുടെയും ഒക്കെ മുന്നിൽ നിന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇടതുപക്ഷ സർക്കാർ 2016 ഇടതുപക്ഷ സർക്കാർ പോലീസ് ഉപദേശകനായി കൊണ്ടുവരുന്നു. അദ്ദേഹം പിന്നെ മുസ്ലിം വിരുദ്ധനാണെന്നുള്ള ആരോപണം, അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെ ഏതോ ചരിത്രത്തിന്റെ ഏതോ ഒരു പിന്നിൽ പോയിട്ട് ഏറ്റവും തെറ്റുകളുണ്ടായ, ഏറ്റവും കൂടുതൽ ആരോപണങ്ങളുണ്ടായ ഒരു ഉദ്യോഗസ്ഥരെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് തങ്ങളുടെ ഉപദേശകരായി മാറ്റിയത്? വാസ്തവത്തിൽ ഇത് കാണുമ്പോഴാണ് ഇതെല്ലാം വളരെ വ്യക്തമാകുന്നത്. ഇവിടെ എവിടെയാണ് കുഴപ്പം, എന്തുകൊണ്ടാണ് കുഴപ്പം എന്നുള്ള എന്തുകൊണ്ടാണ് പോലീസ് ഭരണം ഇത്രയും മോശമാകുന്നത്? ഒരുപക്ഷെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ശാപമാണ് ഇന്നത്തെ ഈ ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ. ഇടതുപക്ഷം ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ അപകടത്തിലേക്ക് ഇപ്പൊ ബംഗാളിലേക്കാത്ത മറ്റു പറഞ്ഞു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റാണ്. അതിന് ഏറ്റവും വലിയ സംഭാവന ചെയ്യാൻ കാരണമായത് രാഷ്ട്രീയ നേതൃത്വമാണ്. ആ രാഷ്ട്രീയ നേതൃത്വം ഇന്ന് വാസ്തവത്തിൽ മാത്രമായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ളത്. ഈ തെളിവ് ഞാൻ പറഞ്ഞ ഒറ്റപ്പെട്ട സംഭവമോ അല്ലെങ്കിൽ യാദൃശ്ചികതയോ അല്ല. ഇതിന് മുമ്പിൽ ഒരു വലിയ കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ട്. എന്തിനാണ് ഇപ്പൊ സുനിത അത് ഓർമ്മിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് തന്നെ, ഈ എന്ത് പറ്റി രമൺ ശ്രീവാസ്തവനെ എന്ന് ഓർക്കുമ്പോഴാണ് എന്തൊരു ഒരു വിശ്വസിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു ആവർത്തനം. 2000 മുമ്പ് റിട്ടയർ ചെയ്തു പോയ രമൺ ശ്രീവാസ്തവത്തിന് ഇവിടുത്തെ സമയം കുറച്ചു കാലം മുമ്പ് വരെ ഇപ്പൊ കേൾക്കുന്ന ആർക്കെങ്കിലും അറിയാത്തതോ ഓർമ്മയില്ലാത്തതോ ഉണ്ടെങ്കിൽ പാലക്കാട് സംഭവം സിറാജുന്നീസ. അതെ, പാലക്കാട് സംഭവം വാസ്തവത്തിൽ പലതും ഊഹാപോഹങ്ങളുടെയും ഒക്കെ ലെവലിലാണ്. ഇപ്പോ സിറാജുന്നീസ എന്ന് പറയുന്ന പെൺകുട്ടിയെ വെടിവെപ്പിൽ മരിച്ചത് പോലീസില് പിന്നെ പാലക്കാട് നടന്ന ഒരു വർഗീയ ലഹളയുടെ തുടക്കം എന്ന് സംശയിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയപ്പോഴാണ് ADGP പിന്നീട് സന്ധ്യ ആയിരുന്നു അതിന്റെ ആ സമയത്തുണ്ടായിരുന്ന കമ്മീഷൻ. അപ്പൊ അന്നുണ്ടായ ഒരു പ്രധാനപ്പെട്ട വാർത്ത അത് എത്രമാത്രം ശരിയാണെന്നുള്ളതിനെ പറ്റി എനിക്ക് ബോധ്യമില്ലാത്തവർ പറയാൻ വയ്യ. ഒരു പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു മുസ്ലിം ഐ വാണ്ട് ദ ബോഡി ഓഫ് എ മുസ്ലിം ബാസ്റ്റർഡ് എന്ന് പറഞ്ഞു എന്നുള്ളത് ഇതൊരു ഇപ്പോഴും ആധികാരികമായതോ കൺഫേം ചെയ്തോ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് അതിലൊരു നിരുത്തരവാദപരമായിട്ട് ഒരു വശം കൂടെ ഉണ്ട് അത് വീണ്ടും പറയുന്നത്. പക്ഷെ അന്ന് വളരെ ശക്തമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും എന്താണ് പറഞ്ഞു എന്ന് തന്നെയാണോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്? ഇത്തരത്തിൽ പറഞ്ഞു എന്നല്ല, അദ്ദേഹത്തിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു വെടിവെപ്പ് തന്നെ നടത്തണം എന്ന്. അപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞത് എന്നുള്ളത് പിന്നീട് വന്ന ഒരു വാർത്തയാണ്. അതിനെത്രമാത്രം സത്യമുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. പക്ഷെ ഒരു കാലത്ത് പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഏതാണ്ട് ആ നിലയിൽ തന്നെയാണ് വർത്തമാനം പറയുകയും പെരുമാറുകയൊക്കെ ചെയ്തിരുന്ന ഒരു സംശയമില്ലാത്ത കാര്യം. അപ്പോ വാസ്തവത്തിൽ അങ്ങനെ ഈ പറഞ്ഞ വാചകം അതേപടി ആവർത്തിച്ചോ ഇല്ലയോ എന്നുള്ളത് തർക്കവിഷയമാണെങ്കിലും അന്നത്തെ പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വത്തിൽ നിന്ന് തന്നെ ആ വെടിവെപ്പിന് ഉത്തരവുണ്ടായി എന്നുള്ളതിനെ പറ്റി ഒരു സംശയം. ജേക്കബ് പുന്നൂസ്
IG ആയിരുന്ന സമയത്ത് വാസ്തവത്തിൽ കേരളത്തിലെ പോലീസിൽ ഒരു ജനാധിപത്യത്തിന്റെ ഒരു ചെറിയ ഒരു മിന്നൽ പ്രകാശം എങ്കിലും സംഭവിച്ചത് ജേക്കബ് ന്യൂസ് തലവനായിരുന്ന സമയത്താണ്. അദ്ദേഹം വാസ്തവത്തിൽ ഇങ്ങനെയുള്ള അമിതാധികാര പ്രയോഗത്തിൽ തൽപരനായിരുന്ന മനുഷ്യനെ ആയിരുന്നില്ല. അദ്ദേഹം ഇപ്പോഴും, ഞാൻ ഇന്നലെ അദ്ദേഹത്തിന് ഒരു കല്യാണ സ്ഥലത്ത് വെച്ച്, ഞാൻ അദ്ദേഹത്തിനെ കണ്ടില്ല, കല്യാണ സ്ഥലത്ത് ഒരുമാതിരി VIP കളെല്ലാം നേരെ കല്യാണ സ്റ്റേജിൽ, വളരെ പ്രധാനപ്പെട്ട സ്റ്റേജിൽ പോയിരിക്കുകയാണ്. സെൻകുമാർ, പോലീസ് ഉദ്യോഗസ്ഥൻ സെൻകുമാർ ഉണ്ട്, K ജയകുമാർ IAS ഉണ്ട്, പിന്നെ സൂര്യ കൃഷ്ണമൂർത്തി ഉണ്ട്. ഇങ്ങനെയുള്ളവരെല്ലാം നേരെ കല്യാണത്തിന്റെ സ്റ്റേജിലേക്ക് അവരെ ആനയിച്ചു കൊണ്ടുവരികയാണ് പ്രധാനപ്പെട്ട ആൾക്കാർ. ഞങ്ങളൊക്കെ പറയും. അപ്പൊ നോക്കുമ്പോൾ ഞാൻ നോക്കി ഒരു മനുഷ്യൻ മാത്രം വളരെ ഒതുങ്ങി സൈഡിൽ കൂടെ വന്നിട്ട് അദ്ദേഹം പുറകില് ഈ സന്ദർശകർ ഇരിക്കുന്നതിന്റെ, ഞാനിരുന്നതിന്റെ ഒരു വശത്ത്, അതായത് ഒരു 10-15 വരിക്കെങ്കിലും ഇപ്പുറത്ത് വന്ന് സൈഡിൽ വന്നിരിക്കുന്നു. നോക്കി സാക്ഷാൽ ഇവിടുത്തെ ജേക്കബ് ന്യൂസ് IG ആയിരുന്ന DGP ആയിരുന്ന മനുഷ്യൻ. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹമാണ് ആ പ്രസിദ്ധമായ വർത്തമാനം പറഞ്ഞത്. പിന്നെ പോലീസ് വെടിവെപ്പ് പോലും, എനിക്കൊന്ന് MVRന്റെ കൂത്തുപറമ്പ് വെടിവെപ്പിന് ശേഷമുണ്ടായ അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിയമവിരുദ്ധമായ ഉത്തരവുകൾ ഉന്നത തലങ്ങളിൽ നിന്ന് പോലും വന്നാൽ പോലും അത് അനുസരിക്കാൻ പോലീസുകാർക്ക് ബാധ്യതയില്ല. ഒരുപക്ഷെ അത് പോലീസിന്റെ പ്രവർത്തനത്തിൽ തന്നെ കുറച്ച് തന്നെ ചില ഒരുപക്ഷെ വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാവാം. കാരണം പോലീസ് ഒരു കമാൻഡ് സ്ട്രക്ചർ, അന്ന് അദ്ദേഹം DGP ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. IG ആയിരുന്നത് പത്മകുമാറാണെന്ന് തോന്നുന്നത്, DGP ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ചിലപ്പോ അഡീഷണൽ DGP ആയിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ കേരളത്തിൽ മാത്രമല്ല പോലീസ് സേനയിൽ കേട്ടിട്ടില്ലാത്ത ഒരു വളരെ ഉന്നതമായ ഒരു ജനാധിപത്യ ബോധത്തിൽ നിന്ന് മാത്രം, അന്ന് എല്ലാവർക്കും റിട്ടയർ ചെയ്തതിനു ശേഷം ഇതൊക്കെ പറയാൻ എല്ലാവരും പറയാറുണ്ട്, ഓ അത് ശരിയായില്ല, ഇത് ശരിയല്ല. പക്ഷെ അദ്ദേഹം ആ സ്ഥാനത്തിരുന്നുകൊണ്ടാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് അമിതാധികാരം അല്ല, പിന്നെ നിയമവിരുദ്ധമായ ഉത്തരവുകൾ പാലിക്കാൻ. അപ്പൊ പോലീസിൽ വാസ്തവത്തിൽ കാരണം പോലീസിൽ നിയമവിധേയമായതാണോ നിയമവിരുദ്ധമാണോ എന്നുള്ളത് നോക്കാതെ തന്നെ ഉത്തരവുകൾ പാലിക്കാൻ രൂപപ്പെട്ട, അല്ലെങ്കിൽ അതിന് വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന ഒരു സേനയാണ് പോലീസ്. ഹയറാർക്കിക്കൽ സിസ്റ്റം, കമാൻഡ് സ്ട്രക്ചർ. നിങ്ങൾ ശരിയോ തെറ്റോ ഒന്നല്ല, മോളിൽ നിന്ന് എന്ത് ഉത്തരവ് പാലിക്കണം. അതാണ് യൂണിഫോംഡ് ആയിട്ടുള്ള സേനകളുടെ ഉത്തരവാദിത്വം എന്നുള്ളതാണ് ലോകത്ത് മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ അതുകൊണ്ടാണ് ജയപ്രകാശ് നാരായൺ പോലീസുകാരോട് സമരം ചെയ്യാൻ പറഞ്ഞതാണ് അന്ന് അടിയന്തരാവസ്ഥയില് ഇന്ദിരാഗാന്ധി ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഇവിടെ കലാപം ഉണ്ടാക്കാൻ, രാജ്യത്ത് ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ ഉത്തരവിട്ട ആളാണ് ജയപ്രകാശ് നാരായൺ. കാരണം പോലീസുകാരോടും പട്ടാളക്കാരോടും ഈ സ്വേച്ഛാധികാരികൾക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തു എന്നുള്ളതാണ്. ബ്രിട്ടീഷ് കാലത്ത് റോയൽ നേവി കലാപം ഒക്കെ ഉണ്ടായതുപോലെ കലാപം സൃഷ്ടിക്കാൻ അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഇന്ദിരാഗാന്ധിയുടെ അതായിരുന്നു. പക്ഷെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരേ ഒരു അഭിപ്രായമാണ് ഈ ജേക്കബ് ന്യൂസ്. അദ്ദേഹം ആ പ്രസംഗം മാത്രം നടത്തിയ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മുഴുവൻ ഏറ്റവും ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ, സംവിധാനങ്ങൾ ഒരുക്കാൻ ശ്രമിച്ച ഒരാളാണ്. ഈ അധികാര പ്രകടനത്തിൽ തൽപരനല്ലാത്ത ഒരു പോലീസ് മേധാവി ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ഒരേ ഒരാള് വാസ്തവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ജേക്കബ് ന്യൂസിനെയാണ്. സംശയം. അതും എനിക്ക് തോന്നുന്നത് ഈ കൂത്തുപറമ്പ് വെടിവെപ്പിന് ശേഷം നടന്ന അന്വേഷണ സമയത്ത് മറ്റാണ് അദ്ദേഹം പറഞ്ഞെന്നാണ് എന്റെ ഓർമ്മ. അന്ന് ഞാൻ ഇന്ത്യ ടുഡേയിലായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വിശദമായി പോയി ഇന്റർവ്യൂ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. എന്താണ് നിങ്ങൾ ഇത് പറയുന്നത് വാസ്തവത്തിൽ പോലീസ് സേനയുടെ ഒരു സ്വഭാവത്തിന് തന്നെ വിരുദ്ധമല്ലേ, അതിന് വെല്ലുവിളിയായിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായ വാദങ്ങളോട് അദ്ദേഹം ജനാധിപത്യ വ്യവസ്ഥയിൽ എന്തുകൊണ്ടാണ് പോലീസ് ഈ ജനാധിപത്യത്തിൽ ഗവൺമെന്റുകളെ അംഗീകരിക്കുന്നത്, ഗവൺമെന്റുകളെ അട്ടിമറിക്കരുത് എന്ന് പറയുന്നത്. കാരണം ജനങ്ങളുടെ ഇഷ്ടം, ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരാണ്. അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിശദീകരിക്കാൻ ഓർക്കുകയാണ്. വലിയൊരു ചർച്ച നടക്കുന്നത് പോലീസ് സേനയിലെ സംഘപരിവാർ വൽക്കരണത്തെ കുറിച്ചാണ്. ഇപ്പൊ അത് തൃശ്ശൂർ ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പ് എങ്ങനെ ജയിച്ചു എന്നത് വരെ എത്തി നിൽക്കുന്നുണ്ട്. TP സെൻകുമാറിനെ കുറിച്ച് ഇത്ര നേരം സംസാരിച്ചപ്പോഴും ഒന്നും പറഞ്ഞില്ല. എപ്പോഴാണ് ഈ പോലീസ് സേനയിലെ സംഘപരിവാർ വൽക്കരണം തുടങ്ങിയത്? അതിന്റെ വാർത്തകളൊക്കെ തുടക്കകാലത്തൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ അടുത്താണോ ഇത്തരം ചർച്ചകൾ വന്നത്? സമീപകാലത്താണോ തോന്നുന്നത്. TP സെൻകുമാറിന്റെ കാലഘട്ടത്തിൽ വാസ്തവത്തിൽ അന്ന് പിന്നെ സെൻകുമാറിന്റെ പോലീസ് ഭരണം വാസ്തവത്തിൽ അന്ന് എല്ലാവരും വളരെ ഇംപ്രസീവ് ആയിട്ടൊരു ഭരണമായിരുന്നു അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായത്. കാരണം കേരളത്തിൽ നടന്ന ഒരുപാട് വലിയ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവന്ന പോലീസ് മേധാവി അദ്ദേഹം. നാട് മാഞ്ചിയം തേക്ക് തട്ടിപ്പ് എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ഈ സിവിൽ ക്രൈം എന്ന് വിളിക്കുന്ന
തരം പിന്നെ കുറ്റകൃത്യങ്ങളുടെ അന്ന് കേരളത്തിനെ കുറിച്ച് ഏറ്റവും വലിയ വ്യാപകമായി കേരളീയർ വഞ്ചിക്കപ്പെട്ട പിന്നെ റാക്കറ്റുകളായിരുന്നു. വാസ്തവത്തിൽ സെൻകുമാറാണ് ഞാൻ അന്ന് അദ്ദേഹത്തിനെ പലതവണ ഇന്റർവ്യൂ ചെയ്തതാണ്. സെൻകുമാറാണ് ആ കേസുകളിലൊക്കെ തുമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിശക്തമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയെന്ന് ഒരു സംശയമില്ല. അതിനുശേഷം മറ്റൊരു കേസിൽ ഞാൻ ഓർമ്മിക്കുന്നത് അദ്ദേഹം കൊച്ചി പോലീസ് കമ്മീഷണർ ആയിരുന്ന സമയത്താണ് വിതുര കേസ് സംബന്ധിച്ച് വിതുര കേസ് സ്ത്രീപീഡനം. അതിലും അദ്ദേഹം ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ച് പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നീട് അദ്ദേഹം പോലീസ് സേനയിൽ ഇരുന്ന് അദ്ദേഹത്തിന് അന്ന് അദ്ദേഹം BJP-യോ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ RSS-ഓ അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മതത്തിന്റെയോ മറ്റോ ചട്ടുകമായി പ്രവർത്തിച്ചതിന്റെ ഒരു തെളിവും അന്ന് എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് പൊതുവെ കേരളത്തിൽ ഉണ്ടായിട്ടുമില്ല. പക്ഷേ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പക്ഷേ ഈ ലവ് ജിഹാദ് പ്രശ്നം ഉണ്ടായപ്പോഴാണ് വാസ്തവത്തിൽ അന്ന് ആദ്യം ലവ് ജിഹാദ് പറഞ്ഞ് കേരളമുതലും മറ്റും വലിയ വാർത്തകൾ വന്നു, വിശദമായ വാർത്ത. കേരളമുതലാണ് അന്ന് ഏറ്റവും കൂടുതൽ വാർത്ത വന്നത്. ഈ ക്രിസ്തീയ പിന്നെ ചർച്ചാണ് ഇതിന് ഏറ്റവും ശക്തമായതെന്ന് പറഞ്ഞാൽ എത്രയോ പേരെ 5,000 5 ലക്ഷമോ എത്രയോ പേരെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിം ചെറുപ്പക്കാർ ലവ് ജിഹാദ് പറഞ്ഞ് കുടുക്കി കടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് ഔദ്യോഗികമായ രേഖയായിട്ട് ഔദ്യോഗികമായ പ്രഖ്യാപനമൊക്കെ ആയിട്ട് വന്നു. പിന്നെ അത് പോലീസിൽ വന്നു, കോടതിയിലെത്തി. അവിടെയൊക്കെ സെൻകുമാർ സ്വീകരിച്ചത് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടെന്നാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ബോധ്യം അനുസരിച്ചായിരിക്കും പറഞ്ഞത്, പക്ഷെ അതുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചതും പറ്റും. പിന്നീട് അദ്ദേഹം ഒരു ശക്തനായ BJP അനുഭാവിയായിട്ട് മാറിയപ്പോൾ ഒരുപക്ഷെ ഈ പ്രസ്താവനയിലൊക്കെ ഇങ്ങനെയുള്ളത് ഉണ്ടായിരുന്നു എന്ന് സംശയിച്ചു പോകുന്നതിൽ അത്ഭുതമില്ല എന്നുള്ളത് ഒഴിച്ചാൽ അദ്ദേഹത്തിന്റെ സേവന കാലത്ത് അദ്ദേഹം ഏതെങ്കിലും ഒരു RSS-ന്റെയോ BJP-യുടെയോ മറ്റോ ചട്ടുകമായി പ്രവർത്തിച്ചു എന്ന് പ്രത്യക്ഷത്തിലെങ്കിലും തെളിവുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തെ വളരെ വേഗം തിരിച്ചറിയാൻ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുകയും ചെയ്തില്ല. അതെങ്ങനെയായിരുന്നു? അല്ല, അത് തീർച്ചയായും അതങ്ങനെയുള്ള ഒരു പരാതികൾ അദ്ദേഹത്തിനെതിരെ വരികയും ചെയ്തു. കാരണം ആ സമയമാകുമ്പോഴേക്കും ഈ കേരളത്തിൽ പറഞ്ഞ പോലെ ഈ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഒരു കാര്യമായ ഒരു പിന്നെ പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ള സംശയമൊന്നുമില്ലാത്ത കാര്യമുണ്ട്. അപ്പൊ നമ്മൾ ഈ അവിടുത്തെ 2011 മറ്റേ ഹാൻഡ് ചോപ്പിംഗ് ഇൻസിഡന്റ് ഉണ്ടായി, തൊടുപുഴയിലെ അധ്യാപകന്റെ കൈവെട്ടിയത്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. ആ കാലഘട്ടത്തിൽ ഈ 2000 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ പലപ്പോഴും എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ടും ഒരു മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് വന്ന ശരിയായതും ഒരുപക്ഷെ ശരിയല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ അതിനിടയ്ക്ക് സെൻകുമാറിന് നേരെ വരികയും ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതിന്റെ ഫലമായിട്ട് തന്നെ ഒരു അന്വേഷണം നടത്തിയാണ് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു BJP അനുഭാവം അദ്ദേഹത്തിൽ കണ്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ പ്രകടമായിരുന്നു. RSS അനുഭവത്തിൽ അപ്പോഴേക്കും RSS-ഉം BJP ഒക്കെ അതിശക്തമായ ദേശീയ പാർട്ടികളായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോ അങ്ങനത്തെ ചില സംശയങ്ങളോ ആരോപണങ്ങളോ നേരിട്ടതിന്റെ ഫലമായിട്ട് തന്നെ ആകണം പിണറായി വിജയൻ ഒരു നടപടി സ്വീകരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇന്ന് വ്യത്യാസം എന്ന് പറയുന്നത്, ഇന്ന് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഇന്നും സുനിത ഈ പോലീസിൽ ഒരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു RSS വൽക്കരണമോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. ഇതൊരു അരാഷ്ട്രീയ വൽകൃതമായിട്ടുള്ള ഒരു കേരളത്തിലാണ് നിൽക്കുന്നത്. ഇടതുപക്ഷം പോലും പൂർണ്ണമായിട്ടും അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു. ഇവിടെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവുമല്ല, അധികാരത്തിന്റെയും അഴിമതിയുടെയും ഒക്കെയുള്ള ഭാഷയാണ് മിക്കവാറും എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഇന്നിപ്പോ RSS-ഉമായിട്ട് ആഭിമുഖ്യമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന MR അജിത് കുമാറാണ് മറ്റൊരു ആരോപണം നേരിടുന്നത്. കാരണം മറ്റേ കേസിൽ സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കും KC വേണുഗോപാലിനും RSS ആണോ അധികാര കേന്ദ്രങ്ങളാണോ എന്നുള്ളത് അധികാരമാണ്. എല്ലാ അധികാരങ്ങളുമായിട്ട് അതാണ് കാണുന്നത്. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും RSS ആയാലും പ്രത്യക്ഷത്തിൽ വലിയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രപരമായ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അടിയിൽ ഈ രാഷ്ട്രീയത്തിനും പ്രത്യയശാസ്ത്രത്തിനും ഒക്കെ അതീതമായിട്ടുള്ള അധികാരങ്ങളുടേതായ ഒരു പരസ്പര ബന്ധമുണ്ട്. അത് നമ്മൾ ഹേമ കമ്മിറ്റിക്കെതിരായിട്ടുള്ള അതിന് ശേഷം ഇപ്പൊ ഹേമ കമ്മിറ്റിയിലെ കുറ്റവാളികളെ നടപടിയെടുക്കാൻ മടിക്കുന്നതിൽ എന്ത് രാഷ്ട്രീയമാണുള്ളത്?
അതിലെ കുറ്റവാളികളുടെ പേര് പുറത്തു കൊണ്ടുവരാൻ എന്തിനാണ് മടിക്കുന്നത്? ആ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നാൽ ഇടതുപക്ഷത്തിനോ CPM-നോ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും? ഒന്നുമില്ല. എന്നിട്ടും എന്തിനാണ് ഇടതുപക്ഷ സർക്കാർ അതിനെ അടിച്ചമർത്തുന്നത്, അതിനെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? അതിന് ശേഷം ആ സ്ത്രീകൾ വീണ്ടും ഒന്ന് പരാതിപ്പെടണം എന്നുള്ള എത്രയും ഗർഹണീയമായിട്ടുള്ള അഭിപ്രായം പുറപ്പെടുവിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ ഉള്ളത് ഈ അധികാരങ്ങൾ തമ്മിലുള്ള ഒരു പരസ്പര ബന്ധമാണ്, അധികാര ഘടനകൾ തമ്മിൽ. അതുകൊണ്ട് MR അജിത് കുമാറിന് കോൺഗ്രസിലും CPM-ലെ അധികാര കേന്ദ്രങ്ങളിലും, കോൺഗ്രസിലെ അധികാര കേന്ദ്രങ്ങളിലും, BJP-ലെ അധികാര കേന്ദ്രങ്ങളിലും ഒരുപോലെ ബന്ധങ്ങളുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. മുമ്പൊക്കെ ഉണ്ടായിരുന്ന രാഷ്ട്രീയത്തിന്റെയും ഇതൊരു പോസ്റ്റ് പൊളിറ്റിക്കൽ കാലഘട്ടമാണ്. രാഷ്ട്രീയ അനന്തര കാലമാണ്. രാഷ്ട്രീയത്തിനും പ്രത്യയശാസ്ത്രത്തിനും ഒന്നും യാതൊരു പ്രസക്തിയില്ല. ഈ ബന്ധങ്ങളുടെ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിന്റെ, ലോബിയിങ്ങിന്റെ, ലൈസൺ വർക്കുകളുടെ ഒക്കെ കാലമാണ്. ഈ ലൈസൺ വർക്കിൽ രാഷ്ട്രീയം ഒന്നും പ്രശ്നമല്ല. അതുകൊണ്ട് അജിത് കുമാർ ഒരു BJP അനുഭാവിയാണോ RSS അനുഭാവിയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. അദ്ദേഹം ആർക്കാണ് അധികാരം? കാരണം BJP ആണ് ഇന്ത്യയിലെ ഏറ്റവും അധികാരമുള്ള രാഷ്ട്രീയ കക്ഷി. അവരുമായിട്ട് നല്ല ബന്ധം പുലർത്തണം. ഇന്നത്തെ സ്മാർട്ട് പൊളിറ്റിക്സ് അങ്ങനെയാണ്. എല്ലാവരുമായിട്ടും നല്ല ബന്ധം പുലർത്തണം. കുറച്ചുപേര് എല്ലാവരുടെയും ശത്രുക്കളായി മാറുന്നുണ്ട്. പക്ഷെ ബാക്കി സത്യാനന്തര പോളിറ്റിക്സ് കാലം തുടങ്ങി, അങ്ങനെ ഒരു കാലം വരികയാണോ? പോസ്റ്റ് പൊളിറ്റിക്കൽ സൊസൈറ്റിയാണ് രാഷ്ട്രീയത്തിന് ശേഷമുള്ള പോസ്റ്റ് സോഷ്യലിസ്റ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇത് പോസ്റ്റ് പൊളിറ്റിക്കൽ സൊസൈറ്റി. രാഷ്ട്രീയമേ അല്ല, രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തുള്ള ബന്ധങ്ങളാണ്. അതും നിക്ഷിപ്ത ബന്ധങ്ങളാണ്, അവിഹിതമായിട്ടുള്ള സഖ്യങ്ങളാണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ളത്. അതുകൊണ്ടാണ് ഒരേ സമയത്ത് സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശൂർ പൂരം കലക്കാനും, കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി സരിതയെ കൊണ്ട് മൊഴി മാറ്റിക്കാനും, ഇവിടെ ഇതുപോലത്തെ സംഭവം ഇതെല്ലാം കഴിഞ്ഞിട്ടും ആ സ്ഥാനത്ത് അദ്ദേഹം ഇപ്പോഴും ഇരിക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ പുതിയ പോസ്റ്റ് പൊളിറ്റിക്കൽ സൊസൈറ്റിയുടെ അധികാര ബന്ധങ്ങളുടെ ഏറ്റവും വലിയ തെളിവാണ്. അതിനെ പറ്റി ഒരു സംശയമില്ല. വെരി ഇൻട്രസ്റ്റിംഗ്. അത് ഈ ആഭ്യന്തരമന്ത്രിമാരായിരുന്ന ആളുകൾക്ക് മുഖ്യമന്ത്രിമാരാകാൻ ആഗ്രഹം വരെയും അതിന്റെ പേരിൽ കേരള രാഷ്ട്രീയം മാറി മറിയൊക്കെ ചെയ്ത സംഭവങ്ങളുണ്ടോ? കേരളത്തിൽ വാസ്തവത്തിൽ മിക്കവാറും എല്ലാ സമയത്തും ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്, ആകെയുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ളത് രമേശ് ചെന്നിത്തലയുടെ കാര്യമാണ്. രമേശ് ചെന്നിത്തലയാണ് വാസ്തവത്തിൽ ആഭ്യന്തര മന്ത്രിയാവാൻ ആഗ്രഹിച്ചതും ആഭ്യന്തരമന്ത്രി സ്ഥാനം കഴിഞ്ഞ് മുഖ്യമന്ത്രിയാകാൻ ആൾക്കാർക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിമാർ തന്നെ കൈകാര്യം ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ ഗ്രൂപ്പ് വഴക്കിൽ അച്യുതാനന്ദൻ ഒന്നും അല്ലാതായതുകൊണ്ട് മാത്രമാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന ആഭ്യന്തര വകുപ്പ് കിട്ടിയത്. അല്ലെങ്കിൽ അത് അച്യുതാനന്ദൻ തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാറുള്ളത്. അത് മനഃപൂർവ്വം ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ടെന്ന് തീരുമാനിക്കുന്ന പാർട്ടിയാണ്. കാരണം മുഖ്യമന്ത്രിക്ക് അച്യുതാനന്ദന് സ്ഥാനാർത്ഥി ടിക്കറ്റ് പോലും ഒരു പാർട്ടി ഒരു നിവൃത്തിയില്ലാതെ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി ടിക്കറ്റ് കൊടുക്കുകയും അദ്ദേഹം മുഖ്യമന്ത്രിയാവുകയും ചെയ്തത്. പക്ഷെ ചുരുങ്ങിയ പക്ഷം ഈ ആഭ്യന്തര വകുപ്പെങ്കിലും കൊടുക്കാതിരിക്കാം എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്തതാണ് ആഭ്യന്തര വകുപ്പ് കോടിയേരി ബാലകൃഷ്ണനെ കൊണ്ട് നമ്പട്ടു. അല്ലെങ്കിൽ കേരളത്തിൽ എപ്പോഴും, കാരണം ഏറ്റവും പവർഫുൾ വകുപ്പാണ്, അമിതാധികാരത്തിന് പ്രയോഗത്തിന്, രാഷ്ട്രീയ ശത്രുക്കളെ ഒതുക്കാൻ, ഗ്രൂപ്പ് ശത്രുക്കളെ ഒതുക്കാൻ, എല്ലാത്തിനും ആഭ്യന്തര വകുപ്പുള്ള ഏറ്റവും വലിയ ആയുധം. അതുകൊണ്ട് കേരളത്തിൽ എന്ന് വെച്ചാൽ മിക്കവാറുമുള്ള എല്ലാ പ്രധാനപ്പെട്ട സർക്കാരിലും മുഖ്യമന്ത്രിക്ക് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള അവസരം ലഭിക്കാറുള്ളത്. വളരെ ചുരുക്കം. നേരത്തെ പറഞ്ഞ പോലെ അത് ഗ്രൂപ്പ് വഴക്കുള്ളപ്പോൾ മാത്രമേ ആഭ്യന്തര വകുപ്പ് കൈകാര്യം. ഇപ്പൊ 82 എന്തുകൊണ്ടാണ് ഇയാള് കരുണാകരൻ 77 വരെ ആഭ്യന്തര വകുപ്പ് അടിച്ച് കലക്കിയ മനുഷ്യൻ 82 ആയപ്പോ കൊടുക്കേണ്ടി വന്നത് AI ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി മാത്രമായിരുന്നു കരുണാകരൻ ഇയാൾക്ക് വയലാർ രവിക്ക് കൊടുത്തത്. അത് അടിപിടിയായി അവസാനിച്ചു എന്നറിയാം. പിന്നീട് ഈ പറഞ്ഞ പോലെ അദ്ദേഹം PK രാമകൃഷ്ണന്റെ സമയത്തൊന്നും ഇടതുപക്ഷ സമയത്തൊന്നും വലിയ പ്രശ്നം ഉണ്ടായില്ല. തോന്നിയിട്ടുള്ളത് മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതാണോ അതോ വേറെ ആഭ്യന്തരമന്ത്രി, ഏതാ നല്ലത്? ഒരിക്കലും ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യരുത്. അത് നേരത്തെ പറഞ്ഞ കാരണം കൊണ്ട് തന്നെയാണ്. വീണ്ടും ഒരു ബാലൻസ് ഓഫ് പവറിന് വേണ്ടിയാണ്. പാർട്ടിക്ക് എന്തുകൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ കൺട്രോൾ വേണമെന്ന് പറയുന്നത് പോലെ ഘടകകക്ഷികൾക്ക് എന്തിനാണ് മുഖ്യകക്ഷിയിൽ ഒരു നിയന്ത്രണം വേണമെന്ന് പറയുന്ന പോലെ പാർട്ടിക്കുള്ളിലുള്ള റാങ്ക് ആൻഡ് ഫയലിന്റെ നേതൃത്വത്തിന് നിയന്ത്രണം വേണ്ടി, ഇതെല്ലാം ജനാധിപത്യത്തിന് വേണ്ടിയാണ്. ജനാധിപത്യത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ജനാധിപത്യം മാത്രമാണ്. പക്ഷെ അച്യുതാനന്ദനെ പറ്റി പറഞ്ഞപ്പോ അച്യുതാനന്ദന്റെ അടുത്തുനിന്ന് ഈ അധികാരം കവർന്നെടുത്തു എന്ന പോലെയല്ലേ പ്രസന്റ് ചെയ്തത്? പക്ഷെ വീണ്ടും പറയുന്നത് ആഭ്യന്തരമന്ത്രി വേറെ ആളായിരിക്കുന്നത് നല്ലതാണെന്ന്. അതെങ്ങനെയാ? അല്ല, അത് തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പ് വേറൊരാളായിരിക്കും. ഞാൻ അച്യുതാനന്ദന്റെ കാര്യത്തിൽ അതുകൊണ്ടാണ് അങ്ങനെ കൈമാറിയതെന്നാണ് പറഞ്ഞത്. കൈമാറിയത് മറ്റൊരാൾ കൈകാര്യം ചെയ്തത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ആവേണ്ടത് നല്ല കാര്യം അങ്ങനെ തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞ അതിന്റെ കാരണം ഒരു നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ആലോചനയല്ല. അതിന്റെ പിന്നിൽ
വിഭാഗീയ താല്പര്യങ്ങളാണ്. മുഖ്യമന്ത്രി ആയിരിക്കാൻ സാധ്യതയുള്ള അതെ, ഒരാള് അധികാരം ഉണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പും കൈയടക്കി വെക്കും. അത് അധികാരം ഇല്ലാത്തവർക്ക് മാത്രമേ കൈവിട്ടു പോയിട്ടുള്ളൂ. എന്തെങ്കിലും ഗ്രൂപ്പ് വഴക്ക്, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ദുർബലനായ. മറ്റ് ഫോഴ്സസിന് വിധേയമാവേണ്ടി വരുന്ന മറ്റു കാരണങ്ങൾക്ക് അധികാരം മുഴുവൻ തന്റെ കയ്യിലുള്ള മുഖ്യമന്ത്രി ഒരിക്കലും ഇത് വിട്ടുകൊടുക്കില്ല. ഇത് കരുണാകരൻ വയലാർ രവിക്ക് കരുണാകരൻ അടിയന്തരാവസ്ഥയിൽ അനുഭവിച്ചതാണ്. വയലാർ രവിക്ക് വിട്ടുകൊടുത്തത് അന്ന് ആന്റണി കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് മാത്രമാണ്. പിന്നീട് കോൺഗ്രസ്സുകാരെ ഉമ്മൻചാണ്ടി രമേശ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പറ്റി പല അഭിപ്രായങ്ങളുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വാസ്തവത്തിൽ മറ്റൊരുപാട് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അദ്ദേഹം രാഷ്ട്രീയമായി പോലീസിനെ അമിതാധികാര പ്രയോഗത്തിന് പോലീസിനെ ഉപയോഗിച്ചു, തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോലീസിനെ ഉപയോഗിച്ചു എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മുടെ മുമ്പിൽ അതിനുള്ള തെളിവില്ലെന്ന് മാത്രമല്ല, ചില നിർണായക ഘട്ടത്തിൽ അദ്ദേഹം ഇൻഡിപെൻഡന്റ് ആയിട്ട് തീരുമാനമെടുത്തു. ടെന്നി ജോപ്പന്റെ അറസ്റ്റാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി ഇല്ലാതിരുന്ന സമയത്താണ് അത് ചെയ്തത്. ഉമ്മൻചാണ്ടി ഇല്ലാതിരുന്ന സമയത്താണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്ന ഒരു മനുഷ്യനെ സരിത കേസിൽ അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം അദ്ദേഹത്തിന്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണ് കാണിച്ചത്. അപ്പൊ അത് വാസ്തവത്തിൽ അതും ഈ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ കാരണങ്ങളൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്. കാരണം അതിനകത്ത് ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുണ്ടായി വന്ന, കോൺഗ്രസ് എയ്ക്കകത്തുണ്ടായി വന്ന, ഇപ്പോഴും വളരെ പ്രകടമായിരിക്കുന്ന ഒരു പുതിയ ശാക്തിക ബലാബലത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചെയ്തത് ശരിയല്ല എന്ന് കെ സി ജോസഫിന് അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിക്ക് മറുപക്ഷത്തെത്തിയത് എന്നൊക്കെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹം ആ കാര്യം ചെയ്തു എന്നുള്ള സംശയമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ടി പി ചന്ദ്രശേഖരന്റെ വധം, ടി പി ചന്ദ്രശേഖരൻ വധ കേസിലും വധത്തിന്റെ ആ അന്വേഷണത്തിലും പോലീസ് സാമാന്യം ശക്തമായ നിലപാട് സ്വീകരിച്ചു. അത് പിന്നെ രാഷ്ട്രീയമായിട്ട് അവർക്ക് പ്രയാസമൊന്നും ഉണ്ടാവില്ല. കാരണം ഇടതുപക്ഷത്തിന് CPM-കാരെയാണല്ലോ അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ആ നടപടികളിലൊന്നും ഒരു വലിയ കുറ്റവും കുറവും ഒന്നും പിന്നെ കണ്ടെത്താൻ കോടതിക്കോ അല്ലെങ്കിൽ പോലീസുകാർക്കോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ വേട്ടയാടുകയായിരുന്നു എന്നോ അല്ലെങ്കിൽ അവരെ അവർക്ക് കുറ്റം ചെയ്യാത്തവരെ വേട്ടയാടിയെന്നോ എന്നൊന്നും വലുതായിട്ട് മുതൽ ആരോപണങ്ങൾ ഒന്ന് രണ്ട് പേരുടെ കാര്യങ്ങളിലുണ്ട്, ഈ പറഞ്ഞ പോലെ ഉണ്ടെങ്കിലും ആ കേസിലുള്ള അന്വേഷണം വാസ്തവത്തിൽ വളരെ മോശമായി എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളൊരു സംശയമില്ല. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഒരു ബാലൻസ് ഓഫ് പവർ ഉണ്ടെന്നുള്ളത്. നേരത്തെ നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നത് അതേ ആശയത്തിലാണ്. കാരണം ഒരു സർക്കാരില് വാസ്തവത്തിൽ ഒരു രാഷ്ട്രീയ കാരണങ്ങളാവാം, വ്യക്തിപരമായ കാരണങ്ങളാവാം, വിഭാഗീയ കാരണങ്ങളാവാം, എന്നാൽ ഒരു ഡെമോക്രസിയിൽ ഒരു ബാലൻസിങ് ഓഫ് പവർ ഉണ്ടെങ്കിൽ വാസ്തവത്തിൽ അമിതാധികാരത്തിന് വളരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അമിതാധികാര പ്രയോഗം നടത്താൻ കഴിഞ്ഞില്ല. നേരെ മറിച്ച് കാരണം അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായ സമയത്ത് ഈ ചില നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ബ്ലേഡ് മാഫിയ എന്ന് പറയുന്ന അവർക്കെതിരായിട്ട് ചില നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യവുമുണ്ട്. അതേ സമയത്ത് ഈ അമിതാധികാര പ്രയോഗത്തിന് കഴിയാത്തതിന് കാരണം ആ ഒരു ബാലൻസ് ഓഫ് പവർ അന്നത്തെ UDF-ലും കോൺഗ്രസിലും ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഈ വ്യക്തികൾക്ക് അപ്പുറത്ത് ചില അധികാര ഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു ആഭ്യന്തര വകുപ്പിന്റെ ശരിയായ ആരോഗ്യകരമായ പ്രവർത്തനം എന്നുള്ളത് കൂടെയാണ് ഇത് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. ബെഹ്റയെ കുറിച്ച് പറയാതെ ചർച്ച പൂർത്തിയാവില്ലല്ലോ. ബെഹ്റ എങ്ങനെയായിരുന്നു DGP എന്ന നിലയില്? ബെഹ്റ നേരത്തെ പറഞ്ഞ MR അജിത് കുമാറിന്റെയും രമൺ ശ്രീവാസ്തവയുടെയും ഒക്കെ മോൾഡിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്. അതായത് അധികാരിയോട് എത്രയും ആധമർണ്യം പ്രകടിപ്പിക്കുക, അവരോട് പൂർണ്ണമായിട്ടും അടിമകളായിട്ട് മാറുക, അവരുടെ ഏത് അഭീഷ്ടവും നടത്തി കൊടുക്കാൻ തയ്യാറായിരിക്കുക. ലോക്നാഥ് ബെഹ്റ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് കരുണാകരന്റെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു കാലത്താണ്. ഞങ്ങളൊക്കെ പ്രവർത്തകരെ ഇന്ത്യ ടുഡേയിലും മറ്റും പ്രവർത്തിച്ചിരുന്ന സമയത്തോ മാതൃഭൂമിയിൽ എപ്പോഴും എനിക്ക് ഓർമ്മയില്ല, അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം കരുണാകരന്റെ ഈ പത്മജയുടെയും മുരളീധരന്റെയും മക്കളെ എടുക്കുന്നത് ലോക്നാഥ് ബെഹ്റയാണ് പലപ്പോഴും. കാരണം അത്രയ്ക്ക് അദ്ദേഹത്തിന്റെ കരുണാകരന്റെ ഒരു സ്വന്തം അടിയാളിനെ പോലെ പ്രവർത്തിച്ച ഒരാളാണ് ലോക്നാഥ് ബെഹ്റ. ഈ ലോക്നാഥ് ബെഹ്റ നേരത്തെ രമൺ ശ്രീവാസ്തവയുടെ കാര്യം പറഞ്ഞ പോലെ അവിടെയാണ് ഒരു കോമണാലിറ്റീസ് ഞാൻ കാണുന്നത്. കരുണാകരന്റെ അമിതാധികാര പ്രയോഗത്തിലും ഇപ്പോഴത്തെ അധികാര പ്രയോഗത്തിലും തമ്മിലുള്ള കോമണാലിറ്റീസ് ചില വ്യക്തികളിലൂടെ തന്നെ ഈ ചില പൊതു സ്വഭാവം പ്രകടമാക്കുന്നത് ഈ രമൺ ശ്രീവാസ്തവയെ കൊണ്ടുവന്ന പോലെ തന്നെ പിണറായി സർക്കാരിന്റെയും ഏറ്റവും വിശ്വസ്തനായ പോലീസ് മേധാവിയായത് ആരാണ്? കരുണാകരന്റെ അന്നത്തെ ഏറ്റവും പ്രിയപ്പെട്ട പോലീസ് മേധാവിയായ സാക്ഷാൽ ലോക്നാഥ് ബെഹ്റ.
ഈ ലോക്നാഥ് ബെഹ്റയ്ക്കും വാസ്തവത്തിൽ പുറത്തുള്ള RSSുമായിട്ടും BJP ആയിട്ടൊക്കെ വളരെ അടുത്ത ബന്ധങ്ങളുണ്ട്, സൗഹൃദങ്ങളുണ്ട്. അതൊന്നും ഈ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ പ്രത്യയശാസ്ത്രപരമായി RSസുകാരനായതുകൊണ്ടൊന്നുമല്ല. അധികാരികളോടുള്ള ബന്ധം അത് അദ്ദേഹം വളരെ, അതിന്റെ പുറമെ ഇവർക്കൊക്കെ ചില എഫിഷ്യൻസിയുടെ മാർക്കുമുണ്ട്. കാരണം ഇവരൊക്കെ ഈ അവർക്ക് തരുന്ന ഉത്തരവാദിത്വം ശക്തമായി നടപ്പാക്കാനുള്ള കഴിവ് ഈ രമൺ ശ്രീവാസ്തവയ്ക്കുണ്ട്. ഈ ലോക്നാഥ് ബെഹ്റയ്ക്ക് കുറെയൊക്കെ എങ്ങനെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിരുന്നത് ഒരു കാലത്ത്. പിന്നീട് അതിനെതിരായിട്ടുള്ള ചില ആരോപണങ്ങളൊക്കെ വന്നെങ്കിലും അദ്ദേഹം ഒരു IT സ്പെഷ്യലിസ്റ്റ് ആണ്, അദ്ദേഹം ടെക്നോളജിസ്റ്റ് ആണ്, അദ്ദേഹം CBIയുടെ ഏറ്റവും വലിയ ടെക്നോളജി പുരോഗതിയിൽ ഒരു വലിയ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ്. പക്ഷെ ഇവിടെ വീണ്ടും നമ്മൾ പറഞ്ഞ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ് ഈ രമൺ ശ്രീവാസ്തവയുടെ വരവ് പോലെ, ലോക്നാഥ് ബെഹ്റയുടെ വരവ് പോലെ ഒക്കെ കാണിക്കുന്നത്. ഇപ്പൊ വന്നിരിക്കുന്ന സംഗതി ഈ ദർവേഷ് സാഹിബ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹത്തിന് പ്രത്യേകിച്ചുള്ള ഇങ്ങനെയുള്ള സ്വഭാവങ്ങളോ ബന്ധങ്ങളോ അല്ലെങ്കിൽ കാര്യപ്രാപ്തി പോലും അദ്ദേഹത്തിൽ ആലോചിച്ചിട്ടില്ല ആരും. അല്ല, അത് നമ്മള് തമാശയായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലേ, അധികാരമില്ലാത്ത മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രി ആകാൻ പറ്റിയില്ല, ആഭ്യന്തര വകുപ്പ് പോയി എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ദർവേഷ് സാഹിബ് DGP ആയപ്പോ അദ്ദേഹത്തിന് ലോ ആൻഡ് ഓർഡർ അധികാരം കിട്ടുന്നില്ലല്ലോ. ADGP അജിത് കുമാർ പൊസിഷനിൽ ഇരിക്കുന്നേ. അദ്ദേഹമാണ് സൂപ്പർ DGP. MR അജിത് കുമാറാണ് സൂപ്പർ DGP എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ദർവേഷ് സാഹിബ് അധികാരം പോയൊരു DGP ആദ്യമായിട്ടാണോ വരുന്നത്? അധികാരം പൂർണ്ണമായിട്ട് പോയ ഒരു DGP അങ്ങനെ ഒരു DGP വേറെ എന്റെ ഓർമ്മയിലില്ല. പിന്നെ ശിങ്കാരവേലു എന്നൊക്കെ പറയുന്ന ചില DGPമാരുണ്ടായിരുന്നു അന്ന്. അതായത് അന്ന് ഈ വെങ്കടാചലം എനിക്ക് തോന്നുന്നു അദ്ദേഹം DGP ആയിരുന്നില്ല, അഡീഷണൽ DGP മറ്റോ ആയിരുന്നു. അപ്പൊ അന്നത്തെ പ്രധാനപ്പെട്ട ഒരാൾ. അതുപോലെ നമ്മൾ പറഞ്ഞു പോകാൻ പാടില്ല. ഞാൻ ജേക്കബ് പുന്നൂസ് സാറിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ജേക്കബ് പുന്നൂസിനെ പോലെ തന്നെ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ജനാധിപത്യ സ്നേഹിയായ, മനുഷ്യ സ്നേഹിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരും കൂടെ പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹമാണ് MK ജോസഫ്. MK ജോസഫ് എന്ന പോലീസ് മേധാവി കേരളം കണ്ട ഏറ്റവും സംസ്കാര സമ്പന്നനായ മറ്റൊരു പോലീസ് മേധാവി. നമ്മൾ ഈ പോലീസുകാരുടെ കാര്യം പറയുമ്പോൾ സംസ്കാര സമ്പന്നരുടെ കാര്യം അതിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ വളരെ എളുപ്പമാണ്, കാരണം കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ജേക്കബ് പുന്നൂസിന്റെ കാര്യം പറഞ്ഞ പോലെ മറ്റൊരു ആളാണ്, അതുകൊണ്ട് അത് വിട്ടുപോകാതിരിക്കാൻ. അതുപോലെ വേറെ ഒരു പിന്നെ ജോസഫ് എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ഈ ഇരട്ടപ്പേരുണ്ടായിരുന്ന ഇരുമ്പൻ ജോസഫ് എന്നാണ്. അദ്ദേഹം എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇത് കേട്ടാൽ അദ്ദേഹത്തിന് ദേഷ്യം വരുമെന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിനെ പറ്റിയും പറയുന്നത് അദ്ദേഹം വളരെ കൃത്യമായ ലോ ആൻഡ് ഓർഡർ, പിന്നെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ടായിരുന്ന പോലീസ് ഭരണം നടത്തിയിരുന്ന ഒരു മനുഷ്യനാണ്. ഒരുപക്ഷെ അല്പം ഉരുക്ക് ഹൃദയനൊക്കെ. MK ജോസഫ് ഒക്കെ വാസ്തവത്തിൽ 70കളുടെ അവസാനം കരുണാകരന്റെ കാലത്തും ഉണ്ടായിരുന്നു. ഈ അടിയന്തരാവസ്ഥ കാലത്തും അദ്ദേഹം, എനിക്ക് തോന്നുന്നു 73, 74, അദ്ദേഹത്തിന്റെ മകൻ എന്റെ അടുത്ത സുഹൃത്ത്, കോളേജിൽ ഞങ്ങളെ ഒന്നിച്ച് പഠിച്ചവരൊക്കെ ആയിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് അദ്ദേഹം പിന്നെ ട്രാൻസ്പോർട്ട് MD ആയി. ഇദ്ദേഹം എഴുത്തുകാരനായിരുന്നു, അദ്ദേഹം സാഹിത്യ പ്രവർത്തനം, ഇതിനൊക്കെ പുറമെ അദ്ദേഹം വളരെ കാര്യപ്രാപ്തി, കാരണം സംസ്കാര സമ്പന്നനും സാഹിത്യപ്രിയനും ഒക്കെ മാത്രമായ പോലെ പോലീസ് ഉദ്യോഗസ്ഥൻ, പക്ഷെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള പോലീസ് സേന ഉണ്ടായി. പോലീസ് സേനയ്ക്ക് ഏറ്റവും മികച്ച സ്പോർട്സ് ടീം ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. ഇങ്ങനെ അദ്ദേഹം പോലീസിനെ കൂടുതൽ ഡെമോക്രറ്റൈസ് ചെയ്യാൻ, കൂടുതൽ ജനാധിപത്യവൽക്കരിക്കാൻ കഴിഞ്ഞു. നമ്മുടെ ഈ P. വിജയൻ ഇപ്പൊ പറയുന്ന പോലെ, ഈ P. വിജയൻ ഈ സർക്കാരിന് ഇഷ്ടമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷെ ഈ സമീപകാലത്ത് കേരള പോലീസിൽ കൊണ്ടുവന്ന ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വാസ്തവത്തിൽ P. വിജയനാണ് എല്ലാവരും ഉദാഹരണം പറയുന്നത്. ഇപ്പൊ സ്റ്റുഡന്റ് കേഡറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനമൈത്രി പോലീസ്, ഈ ജനമൈത്രി പോലീസിംഗിന്റെ കാര്യത്തിൽ ഒക്കെ വളരെ കാര്യമായ സംഭാവന ചെയ്ത ആളാണ് പിന്നെ ഇദ്ദേഹം. നമ്മുടെ PV അൻവർ MLA ഉന്നയിച്ച ആരോപണത്തില് ഇതൊരു വലിയ പ്രധാനപ്പെട്ട ആരോപണമാണ്. P. വിജയൻ അദ്ദേഹത്തെ ഒതുക്കിയത് ADGP അജിത് കുമാറാണ് ഈ അധികാരം അടങ്ങിപ്പെട്ടാണ് അദ്ദേഹം. അതായത് ഏറ്റവും വലിയ ആരോപണം നേരിടുന്ന ഒരാൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അദ്ദേഹം ചില നല്ല കാര്യങ്ങൾ ചെയ്ത മനുഷ്യനായിട്ട് കൂടെ സംഭാവന ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് പിന്നെ ആക്രമണം വരുമ്പോൾ വാസ്തവത്തിൽ വളരെ കൃത്യമാണ് എന്തുകൊണ്ടാണ്, എവിടെയാണ് ഈ തിന്മയുടെ ശക്തികൾ വിജയിക്കുന്നതും നന്മയുടെ ശക്തികൾ എങ്ങനെ പിന്നോട്ട് പോയിരുന്നത്. അപ്പൊ പോലീസ് ഉദ്യോഗത്തിൽ ഇങ്ങനെ കുറെ അധികം പേരുണ്ട്. ഞാൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട 2-3 പേരുകൾ മാത്രമേ ഞാൻ പറഞ്ഞോളൂ. അപ്പൊ ഇത് പറഞ്ഞോളൂ, സംസാരിച്ചു വന്ന എന്തായിരുന്നു നമ്മൾ വേറൊരു കാര്യത്തിലേക്കാണ്, പിന്നെ തിരിച്ചു പെട്ടെന്ന് മറന്നു പോകാതിരിക്കാൻ MK ജോസഫിലേക്ക് പോയത്. അല്ല, നമ്മള് ബെഹ്റയെ കുറിച്ച് പറയായിരുന്നോ? അല്ല, വേറെ ഏതാ പറഞ്ഞു തുടങ്ങിയതാണത്. അതാണ്. അപ്പൊ
അല്ല, അധികാരം ആ പോയ ദർവേഷ് DGP കുറിച്ചൊക്കെ പറഞ്ഞതാണ്. അതെ അധികാരം അതെ അതെ നേരെ അധികാരമില്ലാത്ത ഒരു പാവ DGP-മാർ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു, അധികം ഉണ്ടായിട്ടില്ല. ഉം. പാ പാവകളെ പോലെ പ്രവർത്തിക്കുന്ന DGP-കൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉടനെ രണ്ടാം സ്ഥാനത്ത് അതിശക്തരായിട്ടുള്ള രണ്ടാമന്മാരും ആരെങ്കിലും മൂന്നാമന്മാരും ഉണ്ടായിരിക്കും. ഉണ്ടാവും. ഉം. ഒരു തൽക്കാലത്തേക്ക് ഒരു ബൊമ്മ പോലെ ഒരാളെ കൊണ്ട് വെക്കുന്നതാവാം. അങ്ങനെ കുറെ പേര്, ബാലസുബ്രഹ്മണ്യം എന്നൊരു IG ഉണ്ടായിരുന്നു, ഒരു DGP ഉണ്ടായിരുന്നു, ഇങ്ങനെ കുറെ അധികം പേരുണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ആ DGP എന്നുള്ളതല്ല, ആരുടെ കയ്യിലാണ് പവർ എന്നുള്ളത്. അധികാരം. ഇപ്പൊ കരുണാകരന്റെ കാലത്ത് ഇങ്ങനെ കുറെ അധികം പേരുണ്ടായിരുന്നു. ഈ പലപ്പോഴും ഒന്നോ രണ്ടോ പേരാണ് പല സർക്കാരിന്. കരുണാകരന്റെ ഈ അടിയന്തരാവസ്ഥ കാലം മുതൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാലഘട്ടം മുഴുവനും അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള ആൾക്കാരായിരുന്നവരാണ്. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ രമൺ ശ്രീവാസ്തവ, അതിനു മുമ്പ് മധുസൂദന, ജയറാം പടിക്കലാണ് ഈ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന ആള്. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് എല്ലാ പ്രധാനപ്പെട്ട പരിപാടികളുടെയും, പോലീസ് വകുപ്പിന്റെയും കരുണാകരന്റെയും പരിപാടികളുടെയും ചുക്കാൻ പിടിച്ചിരുന്ന ആളാണ്. അതിസമർത്ഥനാണെന്ന് ആരോപിക്കപ്പെട്ടിരുന്ന ജയറാം പടിക്കൽ, ലക്ഷ്മണ, ഇതെല്ലാം കരുണാകരന്റെ സ്വന്തം ആൾക്കാരായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു നീണ്ട നിര, ഈ മധുസൂദന, അതുപോലെ DGP മധുസൂദന ആയിരുന്ന ആൾ, ഇവരെല്ലാവരും, കാരണം കരുണാകരനെ പോലെ പോലീസ് മേധാവികളുടെ ഒരു വലിയ വിഭാഗത്തിന്റെ പ്രിയങ്കരനായിരുന്ന മറ്റൊരു നേതാവില്ല. കാരണം എന്ത് ചെയ്താലും അദ്ദേഹം സംരക്ഷിക്കും. എന്ത് ചെയ്യാനും നിങ്ങൾക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്, അദ്ദേഹത്തിന്റെ അനുമതിയോടെ വേണം എന്നുള്ളത് മാത്രം. അപ്പൊ ഇങ്ങനെ സംരക്ഷിക്കുന്ന പോലീസുകാരെ സംരക്ഷിക്കുന്ന, പോലീസ് മേധാവികളെ സംരക്ഷിക്കുന്ന ഒരു ദൈവം പോലെയാണ് കരുണാകരന് ഈ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നത്. അങ്ങനെ ആവാൻ മറ്റു പലരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ അതിനുശേഷം പല പോലീസ് ഭക്തന്മാരായിട്ട് മാറി ഇവരുടെ ചുറ്റിനും വട്ടം നടന്നത്. ഇപ്പൊ നമ്മൾ പ്രശ്നങ്ങളെ കുറിച്ചും ചരിത്രം, ഹിസ്റ്ററി എല്ലാം പറഞ്ഞു. തിരുത്തലുകൾ അടിയന്തരമായിട്ടും ആവശ്യമുള്ളതാണ്. എന്തൊക്കെയാണ് തിരുത്തലുകൾ വേണ്ടത്, ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയിൽ പറയുകയാണെങ്കിൽ? തിരുത്തലുകൾ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, ഈ തിരുത്തലുകൾ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം തിരുത്തലുകൾ ജനാധിപത്യ പ്രക്രിയയിലൂടെ മാത്രമേ തിരുത്തപ്പെടാൻ പറ്റുള്ളൂ. ഈ അമിതാധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് CPM-ൽ. CPM-ലെ അമിതാധികാര കേന്ദ്രം അവസാനിക്കുക മാത്രമാണ് ഈ പല പ്രശ്നങ്ങളും. അത് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചൊന്നുമല്ല. പക്ഷെ ഈ അധികാര കേന്ദ്രീകരണം അവസാനിക്കുകയാണെങ്കിൽ ഈ പല കാര്യങ്ങളിലും ഒരു ബാലൻസിങ് ഉണ്ടാവും എന്നുള്ളതിനെ പറ്റി ഒരു സംശയം. അതല്ലാതെ യാതൊരു പോംവഴിയുമില്ല. ഒരു വ്യക്തിയെ മാറ്റിക്കൊണ്ട് മാത്രം കാര്യമില്ല. ഒരുപക്ഷെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഇടതുപക്ഷ CPM-ന്റെ ചരിത്രത്തിലെ ഏറ്റവും അമിതാധികാര കേന്ദ്രീകരണം ഉണ്ടായ ഒരു മുഖ്യമന്ത്രിയാണ്. മറ്റൊരു മുഖ്യമന്ത്രിക്കും ഇത്രയും അധികാരം കയ്യിൽ ഉണ്ടായിട്ടില്ല. പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസമില്ല, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം പറയാൻ ധൈര്യമുള്ളവരില്ല. മുന്നണിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം പറയാൻ ധൈര്യമുള്ളവരില്ല. പ്രതിപക്ഷത്തുള്ളവരാരും അവഗണിക്കുകയും ചെയ്യാം. അദ്ദേഹത്തിന് അതൊരു പ്രശ്നമേ അല്ല. ഇങ്ങനെയുള്ള ഒരു സമയത്ത് അപ്പൊ ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ ഒരു ചെറിയ മാറ്റത്തിന്റെ, ചെറിയ സൂചനകളുടെ ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. കാരണം കണ്ണൂർ രാഷ്ട്രീയത്തിലെ അധികാര ബലാബലത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതിന്റെ സൂചനകൾ ഇപ്പൊ പലതവണ സൂചന ഉണ്ടായിട്ടും തകർക്കപ്പെട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സൂചന, ഈ MR അജിത് കുമാറിനെയും P ശശിക്കുമെതിരെ കണ്ണൂർ CPM-ൽ തന്നെ ഉണ്ടായിരിക്കുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ചില എതിർപ്പുകൾ, ഇപ്പോ ഗോവിന്ദൻ മാഷിന്റെ അഭിപ്രായങ്ങളിലായാലും പി ജയരാജന്റെ അഭിപ്രായത്തിലായാലും ഒരു പരിധിവരെ പാർട്ടി സെക്രട്ടറിയായ TP രാമകൃഷ്ണന്റെ അഭിപ്രായത്തിലും ഒക്കെ കാണുന്നത് ഒരു ചെറിയ മാറ്റത്തിന്റെ ഒരു തുടക്കമാണെന്നാണ് ഇന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഈ പാർട്ടി സമ്മേളനങ്ങൾ, ഇപ്പോൾ ലോക്കൽ സമ്മേളനങ്ങൾ നടക്കുകയാണ്. ഈ ലോക്കൽ സമ്മേളനങ്ങളിൽ ഈ അമിതാധികാര അധികാര കേന്ദ്രീകരണം ഉണ്ടാക്കിയിരിക്കുന്ന ഒരിക്കലും പൊറുക്കാനാവാത്ത പരിക്കുകളും ഒരുപക്ഷെ ഇടതുപക്ഷം തകർച്ചയുടെ വക്കിലേക്ക് പോകുന്നതിന്റെ കാരണമായ ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾക്കെതിരെ ഇന്ന് ഈ CPM-ന്റെ ഇപ്പൊ നടന്നു വരുന്ന യോഗങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങൾ, സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരും, ഈ കണ്ണൂരിലെ പാർട്ടി കേന്ദ്രീകൃതമായിട്ടുള്ള പാർട്ടി സംഘടനയിലെ ഒരു വിഭാഗവും നിലപാടെടുത്താൽ അത് മറ്റൊരു വിഭാഗത്തിന്റെ ശക്തിപ്പെടലിനാണ് അത് വഴിതെളിക്കുന്ന ആണെങ്കിൽ പോലും വാസ്തവത്തിൽ ഇപ്പോഴത്തെ ഈ കോൺസെൻട്രേഷൻ ഓഫ് പവറിൽ ഒരു വ്യത്യാസം വരും. അത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. അധികം താമസിയാതെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് പുറത്തു വരും. ഇപ്പൊ തന്നെ MR അജിത് കുമാറിന്റെ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തീർച്ചയായിട്ടും വീണ്ടും അജിത് കുമാറിനെ നിലനിർത്തിക്കൊണ്ടും മറ്റുമാണ് സ്വീകരിച്ചിരിക്കുന്നതെങ്കിലും ചില സൂചനകൾ കാണിക്കുന്നത്
ഇപ്പൊ പി.വി. അൻവർ പാർട്ടി സെക്രട്ടറിയോട് പോയി പരാതി പറയാനുള്ളൊരു അവസരം ഉണ്ടായി എന്നുള്ളത് ചെറിയ കാര്യമല്ല. അദ്ദേഹം അത് കേട്ടു എന്നുള്ള കാര്യമല്ല. ഇദ്ദേഹം പറയുന്ന പി.വി. അൻവർ ആരായാലും, അദ്ദേഹം ഏതൊക്കെ തരം മനുഷ്യനായാലും, അദ്ദേഹം പറഞ്ഞ ചില ആരോപണങ്ങൾ കഴമ്പുണ്ട് എന്ന ഔദ്യോഗികമായി പാർട്ടി സെക്രട്ടറിയും LDF കൺവീനറായ ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കാണുന്നത് ചില മാറ്റങ്ങളുടെ സൂചനകളുണ്ട്. രാമകൃഷ്ണൻ ആ എന്നുള്ള പേര് മാറ്റങ്ങൾ എവിടുന്ന വരുന്നത്? എവിടം വരെ എത്തും? ആ അല്ല, മാറ്റങ്ങൾ ഗോവിന്ദ മാഷ എന്താ പേരിന് പറയാ, പകരം ടി.പി. രാമകൃഷ്ണൻ എന്നുള്ള പേര് എവിടുന്ന വരുന്നത്? ഒഴിവാക്കാൻ പാടില്ലാത്ത വിധം അനിവാര്യമാണ് പാർട്ടിയുടെ ഭാവിക്ക്. ഇതും കൂടെ നടന്നില്ലെങ്കിൽ പിന്നെ ഇനിയും ഈ പാർട്ടിയെ കുഴിച്ചു മൂടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താം എന്നുള്ളത് എനിക്ക് ഒരു സംശയമാണ്. ടി.പി. രാമകൃഷ്ണൻ എന്നുള്ള പേര് ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഗോവിന്ദ മാഷ് എന്നുള്ള പേരിന് പകരം. അത് എവിടുന്നാണ് ആ പേര്? അല്ല, ടി.പി. രാമകൃഷ്ണൻ പുതിയ ഇ.പി. ജയരാജന് പകരം വന്ന പുതിയ LDF കൺവീനർ. ഓ, LDF കൺവീനർ, അല്ലാതെ പാർട്ടി സെക്രട്ടറിയെ കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പാർട്ടി സെക്രട്ടറി. ഇപ്പൊ ഇ.പി. ജയരാജന് പകരം പിന്നെ ടി.പി. രാമകൃഷ്ണൻ അദ്ദേഹം LDF കൺവീനർ ആകുന്നതും ഏതെങ്കിലും തരത്തിലൊരു മാറ്റത്തിന് കാരണമാവോ? തീർച്ചയായിട്ടും. ടി.പി. രാമകൃഷ്ണന്റെ ടി.പി. രാമകൃഷ്ണൻ ഒന്ന് അദ്ദേഹം വലിയ അധികാരത്തിൽ, ഇടയ്ക്ക് ഒരു മന്ത്രിയായിരുന്നു, എക്സൈസ് മന്ത്രിയായിരുന്നു, വളരെ ഇംപക്കബിൾ റെക്കോർഡായിരുന്നു. ഒരു ആരോപണം അദ്ദേഹം നേരിട്ടില്ല. എക്സൈസ് ഭരണത്തിൽ യാതൊരു തെറ്റും അദ്ദേഹത്തിന്റെ കാലത്ത് ഉണ്ടായില്ല എന്നാണ്, ഉണ്ടായിട്ടില്ല. അപ്പൊ വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. അപ്പൊ ഈ അദ്ദേഹം ഇപ്പോഴെങ്കിലും ഒരു വളരെ നല്ല പ്രതിച്ഛായയുള്ള, വളരെ നല്ല രാഷ്ട്രീയ പാരമ്പര്യമുള്ള, സത്യസന്ധമായിട്ടുള്ള, ലളിതമായിട്ടുള്ള, വളരെ സാധാരണക്കാരിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന് പ്രതീക്ഷ ഉണ്ട്. ഗോവിന്ദ മാഷും അങ്ങനെയായിരുന്നു. പക്ഷെ ഗോവിന്ദ മാഷിന്റെ അധികാരം പലപ്പോഴും തിരുത്തലുകൾ തുടങ്ങി കഴിഞ്ഞു എന്ന് പറയാവുന്ന എന്ന് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ടി.പി. രാമകൃഷ്ണന്റെ വരവും അതിനുശേഷം ടി.പി. രാമകൃഷ്ണനും ഗോവിന്ദ മാഷും ഈ അൻവറിന്റെ കാര്യത്തിലും അജിത് കുമാറിന്റെ കാര്യത്തിലും ഒക്കെ സ്വീകരിച്ച നിലപാടുകളും ഇപ്പോൾ നടന്നു വരുന്ന സമ്മേളനങ്ങൾ, പാർട്ടി സമ്മേളനങ്ങളിൽ പുറത്തു വരുന്ന ചില കാര്യങ്ങൾ എത്രമാത്രം ശരിയാണെന്നുള്ള കാര്യങ്ങളെല്ലാം വാസ്തവത്തിൽ സ്വാഗതാർഹമാണ്, ആരോഗ്യകരമാണ്. അതൊരുപക്ഷെ പാർട്ടിയെ ഒരു പുതിയ തിരുത്തലിന്റെ വക്കിലേക്കെങ്കിലും എത്തിക്കാൻ ഇടയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ശുഭാപ്തി വിശ്വാസത്തിന്റെ സൂചനകൾ ഒരിക്കലും ഇല്ലാത്ത പോലെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രകടമായിരിക്കും എന്നുള്ളത് സംശയമില്ലാത്ത. നമുക്ക് ആ ശുഭാപ്തി വിശ്വാസം വെക്കാം. എന്തായാലും തിരുത്തലുകൾ ഉണ്ടായേ പറ്റൂ. പിന്നെ സാർ, വളരെ നന്ദി വിളിച്ചപ്പോൾ വന്നതിന്. പിന്നെ പ്രേക്ഷകർക്ക് അറിയാവുന്ന പോലെ തന്നെ MG രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ മാത്രമല്ല, മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ മാത്രം പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചാലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതങ്ങളും അനുഭവങ്ങളും PGയുടെ മകൻ എന്നുള്ള സാധനങ്ങളും എല്ലാം ഇതിൽ കടന്നു വരും. എല്ലാ കാലത്തും മാധ്യമപ്രവർത്തകനായി നിൽക്കുമ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന പോലെ ആയിരിക്കും രാഷ്ട്രീയത്തെ കാണുന്നത്, പക്ഷെ മകനായി നിൽക്കുമ്പോൾ അകത്തുനിന്ന് നോക്കുന്ന പോലെ അല്ലേ? ആ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നോ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ? ഇല്ല, എനിക്ക് അത് എനിക്കിതൊക്കെ വിമർശിക്കാം എന്നുള്ള ആ ക്ലാരിറ്റി എവിടുന്നാണത്? ഇപ്പൊ എനിക്ക് പിണറായി വിജയനെ ഇത് പറയാം, അല്ലെങ്കിൽ ഇന്നതാണ് ശരി, അതാണ് തെറ്റ്. അല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം മുതൽ പറഞ്ഞ പോലെ കഴിവതും പോലും ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണെന്നോ എടുത്ത നിലപാടുകൾ ശരിയാണെന്നോ അല്ല പറയുന്നത്. കഴിവതും ഒരു ജേർണലിസ്റ്റ് ആവാൻ തീരുമാനിച്ചപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇംപാർഷ്യൽ ആയിട്ടുള്ള, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു നിരീക്ഷകനായി നിൽക്കുകയാണ് വേണ്ടത് എന്ന് തീരുമാനിച്ചുറപ്പിച്ചു. അതാണ് എന്റെ ശരി എന്ന് തീരുമാനിച്ച ആളാണ്. പക്ഷെ എന്റെ വീട്ടിലെ ഈ പറഞ്ഞ പോലെ അതിശക്തരായ രാഷ്ട്രീയ പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ഉണ്ടെങ്കിലും അവരുടെ ഗുണം കൊണ്ട് എന്നെ ടോളറേറ്റ് ചെയ്തു. അവരൊക്കെ ഇന്ന് അവരാരും, മിക്കവാറും എല്ലാവരും പോയി കഴിഞ്ഞിരിക്കും. പക്ഷെ എന്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടായത്, ഇപ്പൊ എന്റെ അച്ഛനായാലും, അച്ഛൻ സജീവമായ രാഷ്ട്രീയത്തിൽ, അദ്ദേഹത്തിന് പാർട്ടിയായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്, പാർട്ടി അഭിപ്രായ വ്യത്യാസം ഇല്ലായിരുന്നല്ലോ. പക്ഷെ എന്റെ 40 വർഷക്കാലത്ത് എനിക്ക് സ്വതന്ത്രമായി പാർട്ടിയെ വിമർശിക്കാനും പാർട്ടിക്ക് എതിരായിട്ട് സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഉണ്ടായിരുന്ന ഒരു ജനാധിപത്യ രീതിയും, പ്രത്യേകിച്ച് അച്ഛന്റെയും മറ്റും ഒരു ടോളറന്റ് ആയിട്ടുള്ള സഹിഷ്ണുതയോടെ, ഇത് വേറൊരു വ്യക്തിയാണ്, എന്റെ മകൻ വേറൊരു വ്യക്തിയാണ്, അവന് വേറൊരു അഭിപ്രായമായിരിക്കാം എന്നുള്ളത് സന്തോഷപൂർവ്വം അംഗീകരിച്ചു തന്ന ഒരാളായിരുന്നുകൊണ്ടാവാം ഒരുപക്ഷെ. അത് അദ്ദേഹം മാത്രമല്ല, വീട്ടിൽ ഒരുപാട് പാർട്ടിയിൽ എപ്പോഴും പിന്നെ ഗ്രൂപ്പ് വഴക്കുകളും ലീഡർഷിപ്പ് വൈരുദ്ധ്യാത്മക ഭൗതികവാദമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എല്ലാ കാലത്തും അച്യുതാനന്ദനൊപ്പം നിന്ന ആളാണോ? പിണറായി വിജയനോട് എല്ലാ കാലത്തും ഒരു ചെറിയ അകൽച്ച ഉണ്ടായിരുന്നോ? അയ്യോ, നേരെ തീർച്ചയായും. അച്യുതാനന്ദന്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളായിട്ടാണ് എന്നെ ആ കാലത്ത് ഇവര് അച്യുതാനന്ദന്റെ വിഭാഗക്കാർ കരുതിയിരുന്നത്.
എനിക്കെതിരായിട്ട് പിണറായിസ്റ്റ്, ഞാൻ എൻ മാധവൻകുട്ടി, MG രാധാകൃഷ്ണൻ തുടങ്ങിയ പിണറായിസ്റ്റുകൾ എന്ന് മാധ്യമത്തില് ഒരാൾ ലേഖനം വരെ എഴുതിയിട്ടുണ്ട്. കാരണം എന്റെ നിലപാട് അന്ന് വ്യത്യാസമായിരുന്നതിന്റെ കാരണം, ഞാൻ അച്യുതാനന്ദൻ എല്ലാ നന്മകളുടെയും മൂർത്തിയാണ്, പിണറായി വിജയൻ എല്ലാ തിന്മകളുടെയും മൂർത്തിയാണ് എന്നുള്ള ബൈനറിയിൽ വിശ്വസിക്കുന്ന ആളല്ല. ഇത് അന്നുമല്ല ഇന്നുമല്ല. അപ്പൊ അന്നത്തെ മാധ്യമങ്ങളുടെ ഒരു ഡിസ്കോഴ്സ്, മാധ്യമങ്ങളുടെ ഒരു ഭൂരിപക്ഷവും ഈ ഒരു സ്റ്റീരിയോ ടൈപ്പിങ്ങിലാണ് വിശ്വസിച്ചിരുന്നത്. അപ്പൊ ഞങ്ങൾ ഒന്ന് രണ്ട് പേര് മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് വ്യത്യസ്തമായി സംസാരിക്കാനുണ്ടായിരുന്നു. മിക്കവാറും എല്ലാം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ആ മാധ്യമങ്ങൾ മുഴുവൻ അച്യുതാനന്ദന്റെ ഒരു ഏറ്റവും വലിയ ലൗഡ് സ്പീക്കേഴ്സ് ആയിരുന്ന കാലത്ത് ഞാൻ വാസ്തവത്തിൽ അച്യുതാനന്ദനെ വിമർശിച്ചിരുന്ന ചുരുക്കം പേരിൽ ഒരാളാണ്. അതിന് കാരണം അച്യുതാനന്ദൻ എല്ലാ ശരികളും അച്യുതാനന്ദന് കൊടുക്കുക, എല്ലാ തെറ്റുകളും പിണറായി വിജയനും കൊടുക്കുക എന്നുള്ളത് ശരിയല്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. ഇന്നും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ആ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിലാണ് എന്നെയൊക്കെ ചിലര് പിണറായി പക്ഷക്കാരനായിട്ട് തന്നെ മാറ്റിയിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കത് ഈ പറഞ്ഞ പോലെ അതൊരു വലിയ ഇന്നൊരു ക്രെഡിറ്റ് ആണ്. കാരണം വെച്ചാൽ ആ കാലത്ത് ഞാൻ അങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഞാൻ അച്യുതാനന്ദന്റെ ഭക്തനായിരുന്നില്ല, അച്യുതാനന്ദന്റെ ആരാധകരുമായിരുന്നില്ല. അച്യുതാനന്ദന്റെ ശരികളും നന്മകളും ഒരുപാടുണ്ടെന്നുള്ള സംശയമില്ല. പക്ഷെ അപ്പോഴും അദ്ദേഹം എല്ലാ നന്മയുടെയും മൂർത്തി അദ്ദേഹമാണ്, എല്ലാ തിന്മയുടെയും മൂർത്തി പിണറായിയാണ് എന്നുള്ള ബൈനറി കൃത്രിമമാണ്. അത് ഫോൾസ് ആയിട്ടുള്ള ഒരു കോൺസെപ്ഷൻ ആണ് എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ്. എല്ലാ മനുഷ്യരെയും പോലെ ശരിയും തെറ്റുകളും ഉള്ളതാണ്. ചില സമയത്ത് കൂടുതൽ വരും, ചില സമയത്ത് കുറഞ്ഞു വരും. പിണറായി വിജയൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. പക്ഷെ ഇതുപോലെയുള്ള തെറ്റുകളും അദ്ദേഹത്തിനുണ്ട്. ഇന്ന് നിർഭാഗ്യവശാൽ തെറ്റുകളാണ് ശരികളെക്കാട്ടിലും കൂടുതൽ നിൽക്കുന്നതുകൊണ്ട് വിമർശിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഞാനിപ്പോ സുനിത പോലും ഞാൻ അച്യുതാനന്ദന്റെ ആളാണ് എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ ഈ ഒരു ഇതുകൊണ്ട് ഇന്ന് പിണറായി വിജയനെ വിമർശിക്കുന്നത് തോന്നിയതായിരിക്കും കേട്ടോ. മനുഷ്യർക്ക് ഭയങ്കര ഷോർട്ട് ടേം മെമ്മറി ആണല്ലോ. അപ്പൊ പഴയ കാര്യങ്ങളൊന്നും ഓർക്കാതെ ഇപ്പൊ ഈ അടുത്ത കാലത്തായി തീർച്ചയായിട്ടും ഞാൻ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ 1ാം ആനിവേഴ്സറി തന്നെയാണ് പിണറായി വിജയനെതിരായിട്ട് സർക്കാരിന്റെ രീതികൾക്കെതിരായിട്ട് അതിശക്തമായ ഒരു ലേഖനം എഴുതേണ്ടി വന്നത്. അത് മാതൃഭൂമി ആഴ്ചപ്പതിൽ എഴുതിയതാണ്. ഇത് ബംഗാൾ വഴിക്കാണ് പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ എഴുതിയത് അതുകൊണ്ടാണ്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ പിണറായി വിജയനും അച്യുതാനന്ദനും തമ്മിലുള്ള ആ യുദ്ധകാലത്തും മറ്റും മറ്റൊരു നിലപാട് സ്വീകരിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. അതിന്ന് വ്യത്യാസമായി കാണുന്ന, എനിക്ക് തോന്നുന്ന എന്റെ ബോധ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഇന്ന് വിമർശിക്കുന്നത്. അല്ലാതെ രണ്ടുപേരോടും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഇല്ലെന്ന് മാത്രമല്ല, ഞാനൊരു ഓർമ്മ വെച്ച കാലം മുതൽ ഇവരെ കണ്ടും കുടുംബാംഗങ്ങളായി കണ്ടും വളർന്ന ഒരാളാണ്. ഇപ്പോഴും വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവരോടൊന്നുമില്ല, ഒരു തരത്തിലുള്ള ഏറ്റുമുട്ടലോ ഒന്നും ഉണ്ടായിട്ടുമില്ല ഒരു കാലത്ത്. പക്ഷേ അവർ ചില നിലപാടുകൾ സ്വീകരിച്ചത് ഒരു 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 മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ വിമർശനം അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ തോന്നുന്നത് പോലും ശരിയാവണമെന്നില്ല, സമ്മതിക്കുന്നു. പക്ഷെ ആ തോന്നുന്നതുകൊണ്ട് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നല്ല. പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ആരോപണം കൂടെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിപ്പോ ഞാൻ കുടുംബപരമായി ഇടതുപക്ഷക്കാരായതുകൊണ്ട് കോൺഗ്രസ്സുകാരെന്ത് പറഞ്ഞാലും നിങ്ങൾ ഇടതുപക്ഷമല്ലേ, ഇടതുപക്ഷ കുടുംബമല്ലേ എന്ന് പറയും. ഇടതുപക്ഷക്കാരാണെങ്കിലോ ഇടതുപക്ഷക്കാർ പറയുന്നത് മുഴുവൻ നിങ്ങൾ ഇടതുപക്ഷത്തിനെ ഒറ്റുകൊടുത്ത, വഞ്ചിച്ച, നിങ്ങളുടെ അച്ഛന്റെ രാഷ്ട്രീയത്തിനെ വഞ്ചിച്ച. സ്വാഭാവികമായിട്ടും ഞാനൊരു ഇൻഡിപെൻഡന്റ് വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് എഡിറ്റർ ആയിരുന്ന സമയത്ത് ഒരേപോലെ CPM-ഉം BJP-യും സുനിത അടക്കമുള്ള നിരീക്ഷകരും ഒരുപോലെ അതിശക്തമായി ആക്രമിച്ചത് വാസ്തവത്തിൽ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചുകൊണ്ടാണ്. ഒന്നുകിൽ BJP-ക്ക്, രണ്ടുപേരും ഒരുപോലെ. ഞാൻ പുറത്ത് ഇറങ്ങിയപ്പോ, ഞാൻ രാജിവെച്ച് പോന്നപ്പോ ഈ രണ്ട് വിഭാഗങ്ങളും ഏറ്റവും സന്തോഷിച്ചു. അപ്പൊ അതേ സമയത്ത് ചേർന്ന സമയത്ത് കുറെ കാരണങ്ങളുണ്ട്. ഇപ്പോ അങ്ങേ പോലെ ലെഗസി ഉള്ള ഒരാള് ഏഷ്യാനെറ്റിന്റെ ഇപ്പൊ നമ്മൾ പല രാഷ്ട്രീയ സംഭവങ്ങളെ പറ്റി പറയുമ്പോൾ ആ ചരിത്രപരമായ ടേണിംഗ് പോയിന്റിൽ അതിന്റെ നേതൃത്വം വഹിച്ചവർ അതിന്റെ കുറ്റകൃത്യങ്ങളിൽ കുറ്റം പറയേണ്ടി വരുമല്ലോ. അപ്പൊ അതുപോലെ ഏഷ്യാനെറ്റ് ഭയങ്കര സ്വതന്ത്രമായി നിന്നൊരു മാധ്യമം ചെറുതായിട്ട് ഇങ്ങോട്ട് ചായുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നുന്ന സമയത്താണ് അങ്ങ് എഡിറ്റർ ആയിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങേ പോലെ ഒരാൾ എഡിറ്റർ ആയിരുന്നിട്ട് ഈ സ്ഥാപനം ഇങ്ങനെ മാറുന്നല്ലോ എന്നുള്ള വിഷമാണ്. അപ്പൊ ഇറങ്ങിപ്പോയപ്പോ സന്തോഷം ഉണ്ടായിരുന്നു. അല്ല, വാസ്തവത്തിൽ അത് നിങ്ങളുടെ വിലയിരുത്തൽ ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഏഷ്യാനെറ്റ് ഞാൻ ഉണ്ടായിരുന്ന കാലത്ത് തീർച്ചയായിട്ടും അതിശക്തമായ നിഷ്പക്ഷ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. കാരണം ഇതേ ആരോപണങ്ങളാണ് ഞങ്ങൾ സരിത കേസ് ഉണ്ടായ സമയത്ത് വന്നിരുന്നത്. സരിത കേസ് ഉണ്ടായ സമയത്ത് കോൺഗ്രസ്സുകാരെ ഔദ്യോഗികമായിട്ട്, എനിക്ക് തോന്നുന്നത് പിന്നെ രമേശ് ചെന്നിത്തലയാണോ അതോ ഷിബു ബേബി ജോണോ, ഔദ്യോഗികമായിട്ട് ഞങ്ങളുടെ മാനേജ്മെന്റ് എഴുതി, ഇങ്ങനെ ഒരു ഇടതുപക്ഷ കുടുംബത്തിൽ നിന്ന് വരുന്ന ഈ മനുഷ്യൻ നിങ്ങളുടെ എഡിറ്ററായിട്ട് ഇരുന്നപ്പോൾ കൊണ്ടാണ് നിങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടും CDF-നെതിരെയോ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്ന്
ഞങ്ങൾക്ക് ഏഷ്യാനെറ്റിനെതിരെ എനിക്കെതിരെ വ്യക്തിപരമായ ഏഷ്യാനെറ്റിന് ആരോപണം ഉണ്ടായി. പക്ഷേ ആ സർക്കാരിന്റെ ഏറ്റവും വലിയ വിമർശകരായിരുന്നു അന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് LDF അധികാരത്തിൽ വരികയും 2016 പിന്നെ മുതലുള്ള ഈ സർക്കാരിന്റെ, ഞാൻ 2014 ഏഷ്യാനെറ്റ്, 2016 മുതൽ ഈ സർക്കാർ സ്വീകരിച്ച ഓരോ നിലപാടിനെ അതിശക്തമായി വിമർശിച്ചത് ഏഷ്യാനെറ്റ് തന്നെയാണ്. അതിന്റെ അർത്ഥം ഏഷ്യാനെറ്റിന്റെ നിലപാടുകളിൽ വ്യത്യാസം വന്നു എന്നല്ല, ഏഷ്യാനെറ്റ് സ്വീകരിച്ച നിലപാട്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഞാൻ അഭിപ്രായം പറയുന്നില്ല, കാരണം അതൊന്ന് മാറിക്കഴിഞ്ഞ ഒരു മനുഷ്യനാണ്. പക്ഷേ 2021-22 വിട്ടുവരുന്നത് വരെ, എഡിറ്റർ സ്ഥാനത്ത് നിൽക്കുന്നവരെ പൂർണ്ണ ബോധ്യത്തോടെ, പൂർണ്ണ ഉത്തരവാദിത്തോടെ എനിക്ക് പറയാൻ കഴിയുന്നത്, ഞങ്ങളുടെ എഡിറ്റോറിയൽ ഇൻഡിപെൻഡൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെ പൂർണ്ണമായും, അതിൽ ചില തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടാവാം, പക്ഷെ ഒരു സംശയമില്ലാത്ത രീതിയിൽ നിഷ്പക്ഷവും വിമർശനപരമായ നിലപാട് സ്വീകരിക്കണം എന്ന ബോധ്യത്തോടെ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. അത് പരമാവധി ശരിയായിട്ട് തന്നെ നടത്തിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ അതിന്റെ ഞാൻ പറഞ്ഞ രണ്ട് വശം. അതുകൊണ്ടാണ് CPM-ഉം BJP-യും ഒരുപോലെ നമ്മളെ ഒരേ സമയത്ത് തന്നെ ബോയ്ക്കോട്ട് ചെയ്തു. ആ സമയത്ത് തന്നെ ജമാഅത്ത് ഇസ്ലാമി ഞങ്ങളെ ഗൾഫിലും ബോയ്ക്കോട്ട് ചെയ്തു. അപ്പൊ വാസ്തവത്തിൽ ഇതായിരുന്നു ഞങ്ങളുടെ ബാഡ്ജ് ഓഫ് ഓണർ. കാരണം നിങ്ങൾ 3 പേരും ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. ഇത്തരം നിലപാടുകളൊക്കെ എടുക്കുന്നത് കൊണ്ട് എല്ലാവരുടെയും ചീത്ത കേൾക്കാനുള്ള ഭാഗ്യ യോഗം ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലെ? തീർച്ചയായിട്ടും അതാണ് ഇതിന്റെ ബാക്കി പത്രം. അതാണ് എല്ലാവരുടെയും ശത്രുവാണ്. പക്ഷേ ഒരു സത്യസന്ധമായി ആണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ അനിവാര്യമായ ഒരു വിധിയാണത്. അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതാണ് ശരിയെന്നാണ് ഞങ്ങൾ പഠിച്ച മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു രീതി. താങ്ക് യു സർ. താങ്ക് യു സുനിത.